Good evening, everyone. നമ്മൾ നീറ്റ് 2026 റാങ്ക് റെവല്യൂഷൻ്റെ വേറൊരു സീരീസിലേക്കാണ് വന്നേക്കുന്നത്. ഇപ്രാവശ്യം ബോട്ടണിയുടെ ഹോൾ യൂണിറ്റ് ആണ്. അപ്പം അതിൽ +1 +2 ചാപ്റ്റേഴ്സായ ബോട്ടണി ചാപ്റ്റേഴ്സായ +1ലും +2ലും ബോട്ടണി എല്ലാ ചാപ്റ്റേഴ്സും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങളും കൂടെ ഇരുന്ന് ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുക, ഓപ്ഷൻസ് വായിക്കുക, ഏതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരുന്ന ഓപ്ഷൻ നോക്കുക, ചിന്തിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, നമുക്ക് സമയം കളയാണ്ട് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, റെഡി? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത്, ആസ്കോമൈസിറ്റ്സ് പ്രൊഡ്യൂസ് കൊണീഡിയ എക്സോജീനസ്ലി എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ബെസീഡിയോമൈസിറ്റ്സ് ലാക്ക് എസെക്ഷൽ സ്പോർസ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഫൈക്കോമൈസിറ്റ്സ് ഹാവ് സീനോസൈറ്റിക് മൈസീലിയം. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഡ്യൂറ്ററോമൈസിറ്റ്സ് ആർ കോൾഡ് ഇംപെർഫെക്റ്റ് ഫംജൈ. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചിന്തിച്ച് ചെയ്ത് നോക്കുക കുട്ടികളെ. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ നോക്കാം. ആസ്കോമൈസിറ്റ്സ് പ്രൊഡ്യൂസ് കൊണീഡിയ എക്സോജീനസ്ലി. കൊണീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഏതാത് എസെക്ഷൽ സ്പോറാണല്ലേ. അപ്പം പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആസ്കോസ്പോസ് വിചാരിക്കാൻ സാധ്യതയുണ്ട് ചിലവർ. അപ്പം വിചാരിക്കും ആസ്കസിൻ്റെ ഉള്ളിലല്ലേ ആസ്കോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൊണീഡിയ ആണ്. കൊണീഡിയ എക്സോജീനസ്ലി തന്നെയാണ്. ഒരു സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലല്ല കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഏതാണ് ആൻസർ വരിക? ആസ്കോമൈസിറ്റ്സ് പ്രൊഡ്യൂസ് കൊണീഡിയ എക്സോജീനസ്ലി അല്ലേ? ശരിയല്ലേ? ഇനി അടുത്തത് ബെസീഡിയോമൈസിറ്റ്സ് ലാക്ക് എസെക്ഷൽ സ്പോർ. ബെസീഡിയോമൈസിറ്റ്സ് ലാക്ക് എസെക്ഷൽ സ്പോർസ് എങ്ങനെയാണ്? അതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ബയോളജി ക്ലാസിഫിക്കേഷൻ്റെ ആ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. ഇവിടെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എസെക്ഷൽ സ്പോർസ് ഒന്നും പഠിക്കാനില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഫൈക്കോമൈസിറ്റ്സ് ഹാവ് സീനോസൈറ്റിക് മൈസീലിയം. സീനോസൈറ്റിക് മൈസീലിയം ഉണ്ടോ ഇല്ലയോ ഫൈക്കോമൈസിറ്റ്സിന്? സീനോസൈറ്റിക് എസെപ്റ്റേറ്റിനെയല്ലേ നമ്മൾ സീനോസൈറ്റിക് എന്ന് പറയുന്നത്, മൾട്ടിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതും ശരിയല്ലേ? ഓക്കെ, ഇനി ഡ്യൂറ്ററോമൈസിറ്റ്സ് ആർ കോൾഡ് ഇംപെർഫെക്റ്റ് ഫംജൈ. ഡ്യൂറ്ററോമൈസിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതേതാണ്? നാലാമത്തെ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇംപെർഫെക്റ്റ് ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആയതുകൊണ്ട് അതേതാണ്? ഡ്യൂറ്ററോമൈസിറ്റ്സിന് പെർഫെക്റ്റ് സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് ഇംപെർഫെക്റ്റ് ഫംജൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പം ഇതും ശരിയാണ്. അപ്പം 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഏതാണ് വരിക? ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. എന്താ ചോദിച്ചേക്കുന്നത്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഓൾ ഓഫ് ദിസ് വന്നേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ 4 ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതേത് ചാപ്റ്ററിലാണ്? ആദ്യം ആലോചിക്കുക. ഫാമർ അപ്ലൈസ് എ ഹോർമോൺ ദാറ്റ്. അപ്പോൾ ഹോർമോൺസിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കറിയാം പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം നോക്കുക, ഫാമർ അപ്ലൈസ് എ ഹോർമോൺ ദാറ്റ് പ്രൊമോട്ട്സ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്. ഓക്കെ, ലാറ്ററൽ ബഡ് എന്ന് പറയുമ്പോൾ ആക്സിലറി ബഡിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിലേസ് സെനസൻസ്. ഓക്കെ, എൻഹാൻസ് ന്യൂട്രിയൻറ്റ് മൊബിലൈസേഷൻ. ലേറ്റർ പ്ലാന്റ്സ് ഷോ ബുഷി അപ്പിയറൻസ്. ഏതാണ് ആൻസർ വരുന്നതെന്ന് ആലോചിക്കാമോ? ഏതാണ് ആൻസർ വരിക? ഇത് പറയുമ്പോഴേ നമുക്കറിയാം, നമുക്ക് 2 ഹോർമോൺസിനെ നമുക്കിവിടെ അറിയാം, ഓക്സിനും സൈറ്റോകൈനിനും. ഓക്സിൻ എന്ന് പറഞ്ഞാൽ എപ്പിക്കൽ ഡോമിനൻസിന് കാരണമായിട്ടുള്ള ഹോർമോണാണ്. അപ്പം എപ്പിക്കൽ ബഡ് അവിടെ ഉള്ളത് കൊണ്ട് ആക്സിലറി ബഡ്സ് എന്നാണ് അവിടെ സപ്രസ്ഡ് ആവുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് ലാറ്ററൽ ബഡ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പം അതാരാ? അത് ഓക്സിൻ ലാറ്ററൽ ബഡ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു ഹോർമോൺ ദാറ്റ് ഇഫ് അപ്ലൈഡ് പ്രൊമോട്ട്സ് ലാറ്ററൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ, അത് സൈറ്റോകൈൻ എന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട് ഡിലേ ലീഫ് സെനസൻസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ലീഫ് സെനസൻസ് ഡിലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിലേ ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് ന്യൂട്രൻ മൊബിലൈസ് ചെയ്തിട്ടാണ് അല്ലേ? ന്യൂട്രൻ മൊബിലൈസേഷൻ കൂട്ടിയിട്ട് ലീഫ് സെനസൻസ് ഡിലേ ചെയ്യും. പിന്നെ ലാറ്ററൽ ബഡ് ഗ്രോത്ത് കാണിക്കുമ്പോഴത്തേക്കും ബുഷി അപ്പിയറൻസ് കാണിക്കും ആണല്ലോ. അപ്പോൾ ഏതാണ് ആൻസർ? ആൻസർ ഇസ് സൈറ്റോകൈൻ. ഓക്കെ, അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അസേർഷൻ റീസൺ ആണ്
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ റീസൺ 5 kingdom classification considers mode of nutrition. ശരിയാണോ? 5 kingdom classification considers mode of nutrition. ഉണ്ടോ ഇല്ലയോ? നമുക്കറിയാം ഒരു ടേബിൾ തന്നിട്ടുണ്ട് ബയോളജി ക്ലാസിഫിക്കേഷനിൽ. അതിൻ്റെ താഴെ കുറച്ച് കാര്യങ്ങൾ വിറ്റാക്കർ ഏതൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്താണ് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടില്ലേ. അപ്പം ബോഡി ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ ക്യാരക്ടറാണ് ഏത്? മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണല്ലോ. അപ്പം 5 kingdom classification considers മോഡ് ഓഫ് ന്യൂട്രീഷൻ. ശരിയാണല്ലോ? അതെ, കൺസിഡേഴ്സ്. അപ്പോൾ അസേർഷൻ ശരിയാണ്. ഇനി റീസൺ നോക്കിയേ. ഓൾ ഓർഗാനിസംസ് വിത്തിൻ എ കിങ്ഡം ഹാവ് ഐഡൻറ്റിക്കൽ ന്യൂട്രീഷൻ. ആണോ? ഐഡൻറ്റിക്കൽ ഒരു കിങ്ഡം എടുക്കുക, ആ കിങ്ഡത്തിലെ എല്ലാ ഓർഗാനിസത്തിനും ഐഡൻറ്റിക്കൽ ന്യൂട്രീഷൻ ആണോ? മോഡ് ഓഫ് ന്യൂട്രീഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ കിങ്ഡത്തിലെ എല്ലാവർക്കും ഐഡൻറ്റിക്കൽ ന്യൂട്രീഷൻ ആണോ? ഫോർ എക്സാമ്പിൾ കിങ്ഡം മൊനീറ എടുക്കാം. കിങ്ഡം മൊനീറയിൽ എല്ലാവർക്കും ഐഡൻറ്റിക്കൽ ന്യൂട്രീഷൻ ആണോ ഉള്ളത്? എല്ലാവരും ഫോട്ടോസിന്തറ്റിക് ആണോ? കുറച്ച് പേര് ഫോട്ടോസിന്തറ്റിക് ആണ്, കുറച്ച് പേര് ഹെട്രോട്രോപ്പിക് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പം എല്ലാവർക്കും ഐഡൻറ്റിക്കൽ ന്യൂട്രീഷൻ ആണോ ഒരെണ്ണത്തിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ? അല്ല. ഓക്കെ, അതുപോലെ നമ്മൾ ഓരോ കിങ്ഡം എടുക്കുമ്പോഴും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓൾ ഓർഗാനിസംസ് വിത്തിൻ എ കിങ്ഡം ഹാവ് ഐഡൻറ്റിക്കൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ റീസൺ തെറ്റാണ് ആണല്ലോ. അപ്പോൾ അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫാൾസ് ആണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ 3. കിട്ടുന്നുണ്ടല്ലോ. അടുത്തതിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം. വിച്ച് കോമ്പിനേഷൻ ഈസ് ഇൻകറക്റ്റ്? ഓക്കെ, കുറച്ച് ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്, അവരുടെ ഫോം എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലമൈഡോമോണാസ് മോട്ടൈൽ യൂണിസെല്ലാർ എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ വോൾവോക്സ് കൊളോണിയൽ എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ സ്പൈറോഗൈറ മോട്ടൈൽ ആൻഡ് ഫിലമെൻറ്റസ് എന്നാണ്. പിന്നെ യൂലോത്രിക്സ് ഫിലമെൻറ്റസ്. ഇതിനകത്ത് നമുക്ക് ഇതറിയാം, ക്ലമൈഡോമോണാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇങ്ങനെയാണ് ക്ലമൈഡോമോണാസ് ഇരിക്കുന്നത്. യൂണിസെല്ലുലാറും ആണ് മോട്ടൈലും ആണ്. ശരിയല്ലേ? അപ്പം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ 1 ശരിയാണ് അല്ലേ? നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഇനി വോൾവോക്സ് നോക്കുക. വോൾവോക്സിൻ്റെ പിക്ചറും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടല്ലോ. വോൾവോക്സിൻ്റെ പിക്ചറിൽ നമുക്കറിയാം അതും ഇതുപോലെ ഒരു കൊളോണിയൽ ആയിട്ടുള്ള ആൽഗി ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ? ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാവും. എന്നിട്ട് എന്താണ് അതിനകത്തും ഇതുപോലെ നിങ്ങൾക്ക് ഫ്ലജല്ല കാണാൻ പറ്റും. അപ്പം കൊളോണിയലാണ് ആണല്ലോ. അപ്പം വോൾവോക്സും കൊളോണിയൽ ആയിട്ടുള്ള ആൽഗയാണ്. തേർഡ് വൺ സ്പൈറോഗൈറ മോട്ടൈൽ ആൻഡ് ഫിലമെൻറ്റസ്. ഫിലമെൻറ്റസ് ഓക്കെ, ഫിലമെൻറ്റസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും, ഓരോ സെല്ലും ഇങ്ങനെ ഉണ്ടാവും. ഫിലമെൻറ്റസ് ഒക്കെ, പക്ഷെ മോട്ടൈലാണോ? അല്ല. അപ്പം അതല്ലേ തെറ്റ്? ഇൻകറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. യുലോത്രിക്സും സ്പൈറോഗൈറയും ഫിലമെൻറ്റസ് ആണ്, നോൺ മോട്ടൈൽ ആണെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പം ഫിലമെൻറ്റസ് എന്നുള്ളത് ഇത് കറക്റ്റാണ് ഇല്ലേ? ഇവിടെ മോട്ടിലിറ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഓപ്ഷൻ ഏത് തന്നെയാണ് എല്ലാവരും പറയുന്ന പോലെ ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് ഓപ്ഷൻ 3 ആണ് വരിക. ഓക്കെ, അടുത്തതിലോട്ട് പോയാലോ. അടുത്തത് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ടെറിഡോഫൈറ്റ്സ്? വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് അബൌട്ട് ടെറിഡോഫൈറ്റ്സ്? പ്ലാൻ കിങ്ഡത്തിലെ ക്വസ്റ്റൻ ആയിരിക്കും വന്നിരിക്കുന്നത് അല്ലേ? ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ടെറിഡോഫൈറ്റ്സിനെ വെച്ചിട്ട്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡോമിനൻറ്റ് ഫേസ് ഇസ് ഗാമറ്റോഫൈറ്റ്. സെക്കൻഡ് ഓപ്ഷൻ സ്പോറോഫൈറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ്. തേർഡ് ഓപ്ഷൻ സീഡ്സ് ആർ പ്രസൻറ്റ്. ഫോർത്ത് ഓപ്ഷൻ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് റിക്വയർ വാട്ടർ. ഓക്കെ, ആലോചിക്കുക. ടെറിഡോഫൈറ്റ്സിൻ്റെത് ഡോമിനൻറ്റ് ഫേസ് ഗാമറ്റോഫൈറ്റ് ആണോ? നമുക്കറിയാം 5 ഗ്രൂപ്പ് ഉണ്ട്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് ആണല്ലോ. ഈ 5 ഗ്രൂപ്പിൽ ആരുടെ ആണ് ഡോമിനൻറ്റ് ഫേസ് ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ളത്? ഇവരുടെ ആണെങ്കിൽ ഇവരുടെ 2 പേരുടെയും ഡോമിനൻറ്റ് ഫേസസ് ഗാമറ്റോഫൈറ്റ് ആണല്ലോ. ഇവരുടെ 3 പേരുടെയും ഡോമിനൻറ്റ് ഫേസസ് സ്പോറോഫൈറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണോ നോക്കിയേ. ഡോമിനൻറ്റ് ഫേസസ് ഗാമറ്റോഫൈറ്റ് ആണോ? ടെറിഡോഫൈറ്റ്സിനെ പറ്റി ചോദിച്ചേക്കുന്നത് അല്ല. ഡോമിനൻറ്റ് ഫേസസ് സ്പോറോഫൈറ്റ്. എന്ന് ചോദിക്കുന്നത് സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻറ്റ് അല്ലേ? സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് സാധാരണ എന്താണ് അവരുടെ ഡോമിനൻറ്റ് ഫേസ് ആണ്. അത് വേറെ ആരുടെയും ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഡോമിനൻറ്റ് ഫേസസ് ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് തെറ്റും, സ്പോറോഫൈറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത് ശരിയുമാണ് അല്ലേ? അവർ ചോദിച്ചേക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാലും തേർഡ് ഓപ്ഷൻ കൂടെ നോക്കാം. സീഡ്സ് പ്രസൻറ്റ് ആണോ? ആർക്ക് മാത്രമേ സീഡ്സ് ഉള്ളൂ? ഇവർക്ക് 2 പേർക്കും മാത്രമല്ലേ സീഡ്സ് ഉള്ളൂ
അല്ലേ? ഇനി ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് റിക്വയർ വാട്ടർ. നമുക്കറിയാം ടെറിഡോഫൈറ്റ്സിൽ ഫെർട്ടിലൈസേഷന് വാട്ടർ വേണം ഇല്ലേ? കാരണം നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഫെർട്ടിലൈസേഷൻ്റെ ടെറിഡോഫൈറ്റ്സിൻ്റെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്, ബിക്കോസ് അവരുടെ ഫെർട്ടിലൈസേഷന് വാട്ടർ വേണം ഇല്ലേ? അപ്പോൾ ഏതാണ് ഓപ്ഷൻ ഏതാ? സീഡ്സ് ആർ പ്രസൻറ്റും തെറ്റാണ്, ഫെർട്ടിലൈസേഷൻ റിക്വയർ വാട്ടർ ആണ്, അപ്പോൾ ഇതും തെറ്റാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏത് പറയാം? സ്പോറോഫൈറ്റസ് ഇൻഡിപെൻഡൻറ്റ് ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ 2. അടുത്തതിലേക്ക് പോയാലോ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്? ജിംനോസ്പോംസ് ഹാവ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ശരിയാണോ? ആരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്നത് ആൻജിയോസ്പോംസ് ആണ്. അത് വരണമായിരുന്നു അവിടെ. ആൻജിയോസ്പോംസ് ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പോംസിൻ്റെ ക്യാരക്ടറാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ്? ആൻജിയോസ്പോംസ് ലാക്ക് ആർക്കിഗോണിയ. 5 ഗ്രൂപ്പിൽ ആർക്കൊക്കെയാണ് ആർക്കിഗോണിയ ഇല്ലാത്തത്? ആൽഗയും ആൻജിയോസ്പോംസും. ഇവർക്കാണ് എന്താണ് ആർക്കിഗോണിയ ഇല്ലാത്തത്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാൻ പറയും എ അല്ലേ? ഇവർക്ക് 2 പേർക്കും എ കൂട്ടി തുടങ്ങുന്ന 2 പേർക്കും എന്താണ് എ കൂട്ടി തുടങ്ങുന്നത്? ആർക്കിഗോണിയ. വെറുതെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ, ആർക്കിഗോണിയ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ആലോചിക്കുക. ആൽഗയും ആൻജിയോസ്പോംസും ആർക്കിഗോണിയ ഇസ് ആബ്സെൻറ്റ്. ഇങ്ങനെ ആലോചിക്കാം. ഓക്കെ, അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? ആൻജിയോസ്പോംസ് ലാക്ക് ആർക്കിഗോണിയ. ജിംനോസ്പോംസ് ഹാവ് ഫ്രൂട്ട്സ്. അവർക്ക് എന്തുണ്ട്? സീഡ് ഉണ്ട്. ഫ്രൂട്ട് ഉണ്ടോ? ഇല്ല, തെറ്റിപ്പോയി. ഇനി അടുത്ത ആൻജിയോസ്പോംസ് ഹാവ് എക്സ്പോസ്ഡ് ഓവ്യൂൾസ്. ആണോ? എക്സ്പോസ്ഡ് ഓവ്യൂൾസ് ഉണ്ടോ? ആൻജിയോസ്പോംസിന് എക്സ്പോസ്ഡ് ഓവ്യൂൾസ് ആണോ ഉള്ളത്? അല്ല, ഓവറീൻ്റെ ഉള്ളിലാണ് അവരുടെ ഓവ്യൂൾ ഇരിക്കുന്നത്. ആർക്കാണ് പിന്നെ എക്സ്പോസ്ഡ് ഓവ്യൂൾസ് ഉള്ളത്? ജിംനോസ്പോംസിനാണ് എക്സ്പോസ്ഡ് ഓവ്യൂൾസ് ഉള്ളത് അല്ലേ? ആൻജിയോസ്പോംസിൻ്റെ ഓവ്യൂൾ ഈസ് ഇൻസൈഡ് ഓവറി, എക്സ്പോസ്ഡ് അല്ല. അപ്പം ഓപ്ഷൻ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? അതിൻ്റെ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 2 ആണ് വരിക. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലാൻ ഷോസ്, നോക്കാം, ടാപ്പ് റൂട്ട് സിസ്റ്റം, റേഡിയൽ വാസ്കുലർ അറേഞ്ച്മെൻറ്റ്, എക്സാർക്ക് സൈലം. വിച്ച് കോമ്പിനേഷൻ ഇസ് കറക്റ്റ്? ആലോചിക്കുക ഏതായിരിക്കും കറക്റ്റ്, ഏതായിരിക്കും എന്നുള്ളത്. ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് പറയുമ്പോഴേ നമുക്കറിയാം, ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് ഒരു ഡൈക്കോട്ട് എന്ന് പറയുന്ന ഡൈക്കോട്ടിൻ്റെ ക്യാരക്ടറാണ് ടാപ്പ് റൂട്ട്. ഡൈക്കോട്ടിൻ്റെ ക്യാരക്ടർ അല്ലേ ടാപ്പ് റൂട്ട്? അതെ. അപ്പം ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മോണോക്കോട്ട് റൂട്ടാണോ, ഡൈക്കോട്ട് റൂട്ടാണോ, ഡൈക്കോട്ട് സ്റ്റെം ആണോ, മോണോക്കോട്ട് സ്റ്റെം ആണോ? ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ നോക്കാനുണ്ട്. ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ, പ്ലസ് സ്റ്റെം ആണോ റൂട്ടാണോ അല്ലേ? അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പ്ലാൻ ഷോസ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അപ്പം നമുക്ക് മനസ്സിലായി എന്താ? ഡൈക്കോട്ട് തന്നെയാണ് അല്ലേ? അടുത്ത റേഡിയൽ വാസ്കുലർ അറേഞ്ച്മെൻറ്റ്. റേഡിയൽ വാസ്കുലർ അറേഞ്ച്മെൻറ്റ് കാണിക്കുന്നത് റൂട്ട് അല്ലേ? കൺജോയിൻറ്റ് എന്ന് പറയുന്ന വാസ്കുലർ അറേഞ്ച്മെൻറ്റ് കാണിക്കുന്നത് ആരാ? സ്റ്റെമ്മും ലീഫും. റേഡിയൽ ഇസ് ഷോൺ ബൈ റൂട്ട്. ഓക്കെ, എക്സാർക്ക് സൈലം, ഇതും നമുക്കറിയാം ആരാ കാണിക്കുന്നത്? എക്സാർക്ക് സൈലവും റൂട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വിച്ച് കോമ്പിനേഷൻ ഇസ് കറക്റ്റ്? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മോണോക്കോട്ട് റൂട്ടാണോ? മോണോക്കോട്ട് റൂട്ടിൻ്റെ ക്യാരക്ടർ ഉണ്ട്, മോണോക്കോട്ടിൻ്റെ ക്യാരക്ടറാണോ തന്നിരിക്കുന്നത്? അല്ല, തെറ്റി. ഡൈക്കോട്ട് റൂട്ടാണോ? റൂട്ടാണ് തന്നിരിക്കുന്നത്, ഡൈക്കോട്ടും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? ഓക്കെ, ഡൈക്കോട്ട് സ്റ്റെം ആണോ? സ്റ്റെം ആണോ തന്നിരിക്കുന്നത്? അല്ല, ഡൈക്കോട്ടാണ് പക്ഷെ സ്റ്റെം അല്ല. അടുത്തത് മോണോക്കോട്ട് സ്റ്റെം ആണോ? മോണോക്കോട്ടും അല്ല, സ്റ്റെമ്മിൻ്റെ ക്യാരക്ടറും അല്ല തന്നേക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ 2. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓപ്ഷൻ 2 ആണ് വരിക. ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A modified underground stem shows. മോഡിഫൈഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഷോസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? എന്നിട്ട് അവർ പറഞ്ഞേക്കുന്നത് നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ്. നോഡ്സും ഇൻ്റർനോഡ്സും കണ്ടാൽ നമുക്കറിയാം അതെന്താ? ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്, കൺഫ്യൂഷൻ അതുകൊണ്ട് ഇല്ല ഇതിനകത്ത്. സ്റ്റെം ആണെന്നുള്ളത്. നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ്, നോഡ്സും ഇൻ്റർനോഡ്സും ഉള്ള സ്റ്റെമ്മിനകത്താണ്. പ്രസൻസ് ഓഫ് ഐസ്. പ്രസൻസ് ഓഫ് ഐസ് എന്ന് പറയുന്നത് നമുക്കറിയാം അതേതാ? നമ്മൾ ട്യൂബർ എന്ന് പഠിക്കുന്നതാണല്ലേ, ട്യൂബർ. വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ എ റിംഗ് എന്ന് പറയുമ്പോഴത്തേനും അതെന്താ വരിക? സ്റ്റെം ആണ് വരിക. സ്റ്റെം അല്ലേ? ഡൈക്കോട്ട് സ്റ്റെം അല്ലേ വരിക? ഡൈക്കോട്ട് സ്റ്റെമ്മിലല്ലേ വാസ്കുലർ ബണ്ടിൽസ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ്.
എന്നിട്ട് ചോദിക്കുകയാണ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഒരു ക്ലൂ തന്നിട്ടുണ്ട്, സ്റ്റെം ആണെന്നുള്ളത്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ക്ലൂസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്, ഇതിൽ ഓപ്ഷൻ ഏതാണെന്നുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ട് ഇറ്റ് ഇസ് എ റൂട്ട് വിത്ത് റേഡിയൽ ബണ്ടിൽസ്. ഓക്കെ, ഇറ്റ് ഇസ് എ ഡൈക്കോട്ട് സ്റ്റെം മോഡിഫിക്കേഷൻ, ഇറ്റ് ഇസ് എ മോണോക്കോട്ട് സ്റ്റെം മോഡിഫിക്കേഷൻ, ഇറ്റ് ലാക്സ് ബഡ്സ്. ഏതാ ഓപ്ഷൻ വരിക? ഇറ്റ് ഇസ് എ റൂട്ട് വിത്ത് റേഡിയൽ ബണ്ടിലാണ്. റൂട്ടിൻ്റെ ക്യാരക്ടേഴ്സ് ആണോ ക്വസ്റ്റ്യനിൽ? ഡയറക്റ്റ് ചിലപ്പം ക്ലൂസ് ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി ക്ലൂ ഉണ്ട്, സ്റ്റെമ്മാന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ റൂട്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റി ആണല്ലോ. ഇറ്റ് ഇസ് എ ഡൈക്കോട്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. നമുക്ക് സ്റ്റെം എന്നുള്ളത് ഉണ്ട്, നമുക്ക് ഡൈക്കോട്ട് ആണോ എന്നുള്ളത് നമുക്ക് അതിനകത്ത് നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക? വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏതാ? ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ക്യാരക്ടർ അല്ലേ? കാരണം മോണോക്കോട്ട് സ്റ്റെമ്മിനകത്ത് റിംഗ് അറേഞ്ച്മെൻ്റ് ആണോ? അല്ല. എങ്ങനത്തെ അറേഞ്ച്മെൻ്റ് ആണ്? ദേ ആർ സ്കാറ്റേർഡ് ഇൻ ദ ഗ്രൗണ്ട് ടിഷ്യൂ. അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നത്? അപ്പം ഇറ്റ് ഇസ് എ ഡൈക്കോട്ട് സ്റ്റെം മോഡിഫിക്കേഷൻ കറക്റ്റ് ആണ് അല്ലേ? ഇനി ഇറ്റ് ഇസ് എ മോണോക്കോട്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണോ? അല്ല, സ്കാറ്റേർഡ് തന്നിട്ടില്ല, അതുകൊണ്ട് തെറ്റി ആണല്ലോ. ഇറ്റ് ലാക്സ് ബഡ്സ് എന്ന് പറയുന്നതും തെറ്റല്ലേ? ബഡ്സ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഏതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ? ഏതാണ് കിട്ടുന്നത്? സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്. ഐസ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ട്യൂബറിന് നോക്കുമ്പോഴത്തേക്കും ചെറിയ ഡിപ്രഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഐസ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചെറിയൊരു കുഴി പോലെ, അതിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് പ്ലാസ്മ മെംബ്രെയിൻ? ഏതായിരിക്കും ചാപ്റ്റർ? സെൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. +1 സെൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മ മെംബ്രെയിനെ പറ്റിയിട്ട് 2-3 സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻകറക്റ്റ് ആണ് തപ്പി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഒന്നാമത്തത് ലിപ്പിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ബൈലെയർ വിത്ത് പോളാർ ഹെഡ് ഔട്ട്വേർഡ്സ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോട്ടീൻസ് ആർ റാൻഡംലി എംബഡഡ്. Third statement, carbohydrates are present on inner side only. Fourth statement, fluidity depends on lipid composition. ഇതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലിപ്പിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ബൈലർ വിത്ത് പോളാർ ഹെഡ് ഔട്ട്വേർഡ്സ്. ഇങ്ങനെയല്ലേ നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നത്? അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് സ്ട്രക്ചർ പറയുന്നത് അല്ലേ? ഏതാ പോളാർ ഹെഡ്? ഇതാണ് ഹെഡ്. അപ്പം മെംബ്രെയിൻ ഇതാണെങ്കിൽ മെംബ്രെയിൻ്റെ ഔട്ടർ സൈഡ്, ഇത് ഫുള്ളും ഒരു മെംബ്രെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെംബ്രെയിൻ്റെ ഔട്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും മെംബ്രെയിൻ്റെ ഔട്ട് സൈഡാണ്. ഈ രണ്ട് ഭാഗത്തും പോളാർ ഹെഡാണ്. മെംബ്രെയിൻ്റെ അകം എന്ന് പറയുമ്പോൾ ഇതാ, അല്ലാണ്ട് ഇത് പുറത്തും ഇത് അകത്തും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ചില കുട്ടികൾ അങ്ങനെ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്, ഇത് പുറത്തും ഇതകത്തും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇത് രണ്ടുമാണ് അതിൻ്റെ ഔട്ട് സൈഡ്, മെംബ്രെയിൻ്റെ ഔട്ട് സൈഡും ഇതാണ് ഇൻസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസൈഡിലെ സ്ഥലത്ത് എന്താണ് ടെയിലും, ഔട്ട് സൈഡ് സ്ഥലത്ത് എന്താണ് ഹെഡും ആണ് വരുന്നത് ആണല്ലോ. അപ്പോൾ ഏതാണ്? ലിപ്പിഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ബൈലെയർ, 2 ലെയർ ആയിട്ടുണ്ട്, വിത്ത് പോളാർ ഹെഡ് ഔട്ട്വേർഡ്. ശരിയല്ലേ? പോളാർ ഹെഡ് പുറത്താണുള്ളത് ആണല്ലോ. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ആണല്ലോ. പ്രോട്ടീൻസ് ആർ റാൻഡംലി എംബഡഡ്. റാൻഡംലി തന്നെയല്ലേ, അല്ലാണ്ട് ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവണം അങ്ങനല്ല, റാൻഡംലി എംബഡഡ് ആണ് ആണല്ലോ. അതും സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാർബോഹൈഡ്രേറ്റ്സ് പ്രസൻറ്റ് ഓൺ ഇന്നർ സൈഡ് ഉള്ളൂ. ഇവിടെ മാത്രം ഇന്നർ സൈഡ് എന്ന് പറയുന്നത് ഇപ്പം ഒരു സെല്ലിൻ്റെ ഇന്നർ സൈഡ് ഇതാണെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ കാർബോഹൈഡ്രേറ്റ്സ്. അല്ല, നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് ഇവിടെ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് തെറ്റല്ലേ? തേർഡ് ഓപ്ഷൻ. ഫ്ലൂയിഡിറ്റി ഡിപ്പെൻസ് ഓൺ ലിപ്പിഡ് കോമ്പോസിഷൻ. നമുക്കറിയാം ലിപ്പിഡ് കോമ്പോസിഷൻ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് ഒക്കെ വരുമ്പോഴാണ് ആ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി അത് വെച്ചിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അപ്പം എന്താണ്? വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് പ്ലാസ്മ മെംബ്രെയിൻ? കാർബോഹൈഡ്രേറ്റ്സ് ആർ പ്രസൻറ്റ് ഓൺ ഇന്നർ സൈഡ് ഒള്ളി. ഒള്ളിയാണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതും ശരിയാണ്. ഓപ്ഷൻ 3 ആണ് വരിക. കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഫേസ് ഹാസ് മാക്സിമം ഡ്യൂറേഷൻ? ഏതാ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം ഏതാണ് ചാപ്റ്റർ? സെൽ സൈക്കിളാണ് ചാപ്റ്റർ അല്ലേ. സെൽ സൈക്കിളിൽ അവർ ചോദിച്ചേക്കുന്നത് വിച്ച് ഫേസ് ഹാസ് മാക്സിമം ഡ്യൂറേഷൻ. നമുക്ക് സെൽ സൈക്കിൾ അറിയാം, ഒരു സെല്ല് ഇങ്ങനെ സെൽ സൈക്കിളിൽ കയറിയിട്ട് 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി സെൽ ആദ്യം കയറുന്നത് G1 അത് കഴിഞ്ഞിട്ട് S ഫേസിലോട്ടായിരിക്കും, S ഫേസ് കഴിഞ്ഞ് G2 ഫേസിലോട്ടായിരിക്കും, G2 ഫേസ് കഴിഞ്ഞിട്ടായിരിക്കും M ഫേസിൽ. അപ്പം G1S G2നെ നമ്മൾ എന്ത് പറയും? G1S G2നെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റർഫേസ്. ഇന്റർഫേസ് എന്നല്ലേ പറയാം.
അപ്പം അവർ ചോദിച്ചേക്കുന്നത് വിച്ച് ഫേസ് ഹാസ് മാക്സിമം ഡ്യൂറേഷൻ. ഏത് ഫേസാ? G1 ആണോ, S ആണോ, G2 ആണോ? അവർ ചോദിച്ചേക്കുന്നത് M ആണോ? ഏതിനാണ്? നമ്മളൊരു 24 hours എടുക്കുവാന്ന് വിചാരിച്ചോ, ഹ്യൂമൻ സെൽ സൈക്കിൾ ആണെന്ന് വിചാരിച്ചോ, 24 hours ഡ്യൂറേഷൻ്റെ ഒരു സെൽ സൈക്കിൾ ആണ് എങ്കിൽ സാധാരണ എത്രയാണ് വരിക? G1 എന്ന് പറയുന്നത് ഒരു 11 to 12 hours ആയിരിക്കും. 12 hours വെക്കാം. ഓക്കെ, G1 എന്ന് പറയുന്ന ഒരു 12 hours ആയിരിക്കും. S എന്ന് പറയുന്നത് ഒരു 8 hours ആയിരിക്കും. G2 എന്ന് പറയുന്നത് ഒരു 3 hours ആയിരിക്കും. M എന്ന് പറയുന്നത് 1 hour ആയിരിക്കും. അപ്പോൾ 12 + 8 20 + 3 23 + 1 24 അങ്ങനെ ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഇത് പറയുക. അപ്പോൾ ഏത് ഫേസിനായിരിക്കും ഏറ്റവും കൂടുതൽ? ഏത് ഫേസിനായിരിക്കും? G1. 12 എപ്പോഴും 12 എന്നല്ല, 11 12 അങ്ങനെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ വിച്ച് ഫേസ് ഹാസ് എ മാക്സിമം ഡ്യൂറേഷൻ? മാക്സിമം ഡ്യൂറേഷൻ ഏതിനാണ്? G1 ആണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ വേറെ രീതിയിൽ ഡ്യൂറേഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻ്റർഫേസിനാണ് 95% ഓഫ് ദ സമയം സെൽ ഇൻ്റർഫേസിലാണ്, ബാക്കി റിമൈനിങ് 5% ഉള്ളൂ എന്താണ് M ഫേസിൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. 24 hour സൈക്കിളിലാണെങ്കിൽ നമ്മൾ 1 hour മാത്രമേ എവിടെ ഉള്ളൂ? M ഫേസിലുള്ളൂ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പം അവർ ചോദിക്കുന്നത് ഏതിനകത്താണ് മാക്സിമം ഡ്യൂറേഷൻ? G1 ഫേസിൽ. ഓക്കെ, അങ്ങനെ ഇതൊരു ഡയറക്റ്റായിട്ട് അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ഫേസും പഠിപ്പിക്കുന്നില്ല, ഓരോ ഫേസിൻ്റെയും ഡ്യൂറേഷൻ അങ്ങനെ ഡയറക്റ്റ് പറയുന്നില്ല. എന്നാലും ബാക്കി ഇൻ്റർഫേസിൻ്റെ ഡ്യൂറേഷനും എമ്മിൻ്റെ ഡ്യൂറേഷനും പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് നോക്കി വെക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? 4 സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും തന്നിട്ടുണ്ട്. Chromatid single DNA molecule. Chromosome always has 2 chromatids. Third statement, centromere absent in all chromosomes. Fourth statement, telomere at center. Okay, chromatid single DNA molecule. Chromatid എന്ന് നമ്മൾ വരയ്ക്കുന്നത് ഇതാണ്. ഇതല്ലേ chromatid എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രൊമാറ്റിഡിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ക്രൊമാറ്റിഡിൽ ഒരു DNA മോളിക്യൂൾ ആണെന്നാണ് പറയാറ്. ശരിയാണല്ലോ. ദിസ് ഇസ് എ ക്രൊമാറ്റിഡ്, അതിനകത്ത് ഒരു DNA മോളിക്യൂൾ ആണെന്നാണ് പറയാറ്. അപ്പം ക്രൊമാറ്റിഡ് സിംഗിൾ DNA മോളിക്യൂൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ, മാച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത ക്രോമസോം ഓൾവേസ് ഹാസ് 2 ക്രൊമാറ്റിഡ്സ്. അത് ശരിയാണോ? ക്രോമസോം എന്ന് പറയുമ്പോൾ എപ്പോഴും 2 ക്രൊമാറ്റിഡ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ G1 സ്റ്റേജിലൊക്കെ കാണുന്ന ക്രൊമാറ്റിഡ് ഇങ്ങനെയും അല്ലേ, ക്രോമസോമിന് ഒരു ക്രൊമാറ്റിഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ആണല്ലോ. ഇനി എസ്സിൽ വരുമ്പോഴത്തേക്കും നമുക്കങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. പക്ഷേ എസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർട്വൈൻഡ് ആയിട്ടാണ് കാണുന്നത്. എസ്സിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഇത് G1 സ്റ്റേജിലാണ് ക്രോമസോം ആണെങ്കിൽ അത് എസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം അത് ഇങ്ങനെയായിട്ട് മാറും. ഇതല്ലേ എസ് സ്റ്റേജിലത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം, അങ്ങനൊന്നും കാണാനൊന്നും പറ്റില്ല. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാനൊന്നും പറ്റില്ല. ബിക്കോസ് അത് ഇൻ്റർട്വൈൻഡ് ആയിട്ടാണ്. പ്രൊഫേസ് വരുമ്പോഴേ അല്ലെങ്കിൽ M തുടങ്ങുമ്പോഴേ അത് എന്താവുള്ളൂ, കോമ്പാക്റ്റ് ആവുള്ളൂ നമുക്കറിയാം. എന്നാലും നമ്മളിങ്ങനെ വരയ്ക്കാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ക്രോമസോം ഓൾവേസ് ഹാസ് 2 ക്രൊമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ലാതെ ഇങ്ങനത്തെ ഫോമിലും ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതെന്താണ് 1 പറയുന്നത്? ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാണോ പറയുന്നത്? സെൻട്രോമിയർ ആബ്സെൻറ്റ് ഇൻ ഓൾ ക്രോമസോംസ്. സെൻട്രോമിയർ ഇസ് ആബ്സെൻറ്റ് ഇൻ ഓൾ ക്രോമസോംസ്. അങ്ങനെ പറയാൻ പറ്റുമോ? സെൻട്രോമിയർ എല്ലാ ക്രോമസോമിലും ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇതെന്താ, ഇത് സെൻട്രോമിയർ അല്ലേ? ഇതെന്താ, ഇത് സെൻട്രോമിയർ അല്ലേ? തെറ്റല്ലേ? അപ്പം അവർ ചോദിച്ചേക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇത് തെറ്റാണ്. ടീലോമിയർ അറ്റ് സെൻറ്റർ. ടീലോമിയർ അറ്റ് സെൻറ്റർ ആണോ ടീലോമിയർ? സെൻറ്ററിലുള്ള സെൻട്രോമിയർ, അറ്റത്തുള്ളതാണ് ടീലോമിയർ അല്ലേ. അപ്പം അതും തെറ്റല്ലേ. അപ്പോൾ ഏതാണ്? സോറി, 1 ഇതിൻ്റെ ആൻസർ തന്നെയല്ലേ പറയുന്നത്. ഞാൻ ഇൻകറക്റ്റ് എന്നുള്ള രീതിയിലാണ് പോയത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ക്രൊമാറ്റിഡ് സിംഗിൾ DNA മോളിക്യൂൾ ശരിയാണല്ലോ. അപ്പോൾ ഓപ്ഷൻ ഇസ് 1. കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പിനേഷൻ ഇസ് കറക്റ്റ്? ഇതേതാണ്? ഫിസിയോളജിയാണ്, പ്ലാൻ ഫിസിയോളജി. അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും കൂടെ കൂട്ടിയിട്ടാണ്. ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ കോമ്പിനേഷൻ ഇസ് ക്രെബ്സ് സൈക്കിൾ സൈറ്റോപ്ലാസം. മൂന്നാമത്തെ കോമ്പിനേഷൻ ഇസ് ലൈറ്റ് റിയാക്ഷൻ തൈലക്കോയിഡ് മെംബ്രെയിൻ. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഓഫ് റെസ്പിറേഷൻ ഇസ് ഇൻ സൈറ്റോപ്ലാസം. ഏതാ വരിക? ഗ്ലൈക്കോലൈസിസ് എവിടെ നടക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഗ്ലൈക്കോലൈസിസ് മൈറ്റോകോൺട്രിയയിലാണോ? അല്ല, സൈറ്റോപ്ലാസത്തിലല്ലേ നടക്കുന്നത്. ഗ്ലൈക്കോലൈസിസ് ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം ഓഫ് എ സെൽ അല്ലേ. എക്സാക്ട്ലി പറഞ്ഞാൽ സൈറ്റോസോൾ ആണല്ലോ. അപ്പോൾ എന്താ, ഇത് നമുക്ക് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോമ്പിനേഷൻ തെറ്റാണ്. അടുത്ത ക്രെബ്സ് സൈക്കിൾ സൈറ്റോപ്ലാസത്തിലാണോ? അല്ല, നമുക്കറിയാം ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്
മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ്. മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ആണല്ലോ. അടുത്തത് ലൈറ്റ് റിയാക്ഷൻ തൈലക്കോയിഡ് മെംബ്രെയിനിലാണോ? ഇതിപ്പോൾ തെറ്റല്ലേ? ലൈറ്റ് റിയാക്ഷൻ തൈലക്കോയിഡ് മെംബ്രെയിനിലല്ലേ നടക്കുന്നത്? യെസ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഓഫ് റെസ്പിറേഷൻ സൈറ്റോപ്ലാസ്റ്റിലാണോ നടക്കുന്നത്? അല്ല. എവിടെ നടക്കുന്നത്? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഏതാണ്? ഇതും തെറ്റാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് വീണ്ടും ക്വസ്റ്റ്യൻ നോക്കുക, കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് മൂന്നും തെറ്റാണ്, ഇത് മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ 3. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? 4 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഫിക്സ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് റിലീസ്ഡ് ഇൻ റെസ്പിറേഷൻ. Oxygen released in photosynthesis comes from CO2. Oxygen used in respiration act as final electron acceptor. ഓരോന്ന് നോക്കിയാലോ? നോക്കാം. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഫിക്സ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. ശരിയല്ലേ? നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആവുക എന്ന് വെച്ചാൽ അവിടെ നടക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ റിഡക്ഷനോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷനോ ആണെന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, കുഴപ്പമില്ലല്ലോ. അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് റിലീസ് ഇൻ റെസ്പിറേഷൻ. അത് നമുക്കറിയാം. റെസ്പിറേഷൻ സമയത്ത് ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുവാന്ന് നമുക്കറിയാം. ഓക്കെ. അടുത്ത ഓക്സിജൻ റിലീസ് ഇൻ ഫോട്ടോസിന്തസിസ് കംസ് ഫ്രം CO2 ആണോ? നമുക്കറിയാം CO2 പ്ലസ് H2O ആണ് എന്തായിട്ട് മാറുന്നത്? CH2O ആയിട്ട് മാറുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണല്ലോ. ഈ സമയത്ത് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് CO2ൻ്റെ ഓക്സിജൻ ആണോ അതോ H2Oൻ്റെ ഓക്സിജൻ ആണോന്നോ? എന്തിൻ്റെയാ? H2Oൻ്റെ ഓക്സിജൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വാട്ടറിൻ്റെ ഓക്സിജൻ ആണ്. വാട്ടർ ആണ് ഓക്സിഡൈസ്ഡ് ആവുന്നത്, അതിൻ്റെ ഓക്സിജൻ ആണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ. ഓക്സിജൻ യൂസ് ഇൻ റെസ്പിറേഷൻ ആക്ട് ആസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണോ? ഓക്സിജൻ യൂസ്ഡ് ഇൻ റെസ്പിറേഷൻ ആക്ട് ആസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. അതെ. റെസ്പിറേഷൻ്റെ സമയത്ത് ഇൻഹെയിൽ ചെയ്യുന്നത് ഓക്സിജൻ ആണ് അല്ലെങ്കിൽ ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജൻ ആണ് റെസ്പിറേഷൻ്റെ സമയത്ത് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനകത്ത് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റും ഇതെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ 3. ഓക്കെ. അടുത്ത pick out the incorrect statement about mitochondria and chloroplast. Okay. Chloroplast has its own DNA എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ mitochondria have double membrane. Third option both have ribosomes. Fourth option both lack electron transport system. ഏതാണ് ആൻസർ? ഏതാണെന്ന് തോന്നുന്നത്? ആൻസർ ഏതാണെന്നാണ് തോന്നുന്നത്? പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓരോന്നായിട്ട് നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ DNA. നമുക്കറിയാം ഒരു യൂക്യാരിയോട്ടിക് സെല്ലിനകത്ത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA ഉണ്ട്. അല്ലാതെ ഏതൊക്കെ ഓർഗനലിലാണ് DNA ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ് ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺഡ്രിയയും. അവരെ സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്ന് വിളിക്കാൻ കാരണം തന്നെ അവർക്ക് സ്വന്തമായിട്ട് DNA ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന് എന്തുണ്ട്? ഇറ്റ്സ് ഓൺ DNA ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ശരി. ഓക്കെ. മൈറ്റോകോൺഡ്രിയ ഹാവ് ഡബിൾ മെംബ്രെയിൻ. ഡബിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള ഓർഗനൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺഡ്രിയയും ഡബിൾ മെംബ്രെയിനസ് അല്ലേ? രണ്ടുപേർക്കും 2 മെംബ്രെയിൻ ഉണ്ട് ആണല്ലോ. ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും ഉണ്ട്. അപ്പോൾ എന്താ? അതും ശരിയാണ്. മൈറ്റോകോൺഡ്രിയ ഹാവ് ഡബിൾ മെംബ്രെയിൻ. ബോത്ത് ഹാവ് റൈബോസോംസ്. സെമി ഓട്ടോണോമസ് ആണ് ഇല്ലേ? അപ്പം എൻഡോസിംബിയോൺ തിയറി വഴി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് അവർക്ക് എന്ത് റൈബോസോംസ് ഉണ്ട്? 70s റൈബോസോംസിലേക്ക് പ്രോക്യാരിയോട്ട് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം അതും സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബോത്ത് ഹാവ് റൈബോസോംസ്. ബോത്ത് ലാക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ശരിയാണോ? അല്ല. രണ്ടുപേർക്കും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ലൈറ്റ് റിയാക്ഷൻ ക്ലോറോപ്ലാസ്റ്റിൽ ലൈറ്റ് റിയാക്ഷൻ്റെ സമയത്തും നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ കാണാം. റെസ്പിറേഷൻ്റെ സമയത്ത് ക്രെബ് സൈക്കിൾ കഴിഞ്ഞിട്ട് നമുക്ക് മൈറ്റോകോൺഡ്രിയൽ ഇന്നർ മെംബ്രെയിനിലും എന്ത് കാണാം? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കാണാം. അപ്പോൾ 2 പേർക്കും ഉണ്ട്. അപ്പോൾ ബോത്ത് ലാക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതല്ലേ തെറ്റ്? ഇനി എന്താ ചോദിച്ചേക്കുന്നത്? പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ 4. ക്ലിയർ ആണല്ലോ?
Okay. Next question. Which statement is correct about final electron acceptor? Final electron acceptor in the case ഉള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓരോന്ന് ഓപ്ഷൻ ആദ്യം വായിക്കാം. Photosynthesis. Oxygen is final electron acceptor. Second one, respiration. NADP plus is final electron acceptor. Photosynthesis. NADP plus is final electron acceptor. Fourth option, respiration. CO2 is final electron acceptor. ചോദിച്ചേക്കുന്നത് ഏതാണ് ഇതിനകത്ത് കറക്റ്റ്? ഫോട്ടോസിന്തസിസിനകത്ത് നമുക്ക് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ അറിയാം. ഓക്സിജൻ ഇസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണോ? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് എവിടെ ഈ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ വരുന്നത്? ലൈറ്റ് റിയാക്ഷൻ്റെ സമയത്ത്. ലൈറ്റ് റിയാക്ഷൻ്റെ സമയത്ത് സൈക്ലിക്കും ഉണ്ട്, നോൺ സൈക്ലിക്കും ഉണ്ട്. ഇതിൽ നോൺ സൈക്ലിക്കിൽ PS2-ൽ നിന്ന് പോകുന്ന ഇലക്ട്രോൺ PS1-ൽ വന്നിട്ട് വീണ്ടും അത് എക്സൈറ്റഡ് ആയി വീണ്ടും അത് എത്തിച്ചേരുന്നത് ഒരു ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ അവിടെ ഉണ്ട്. അതാരെന്ന് ചോദിച്ചാൽ NADP പ്ലസ് അല്ലേ? ഓക്സിജൻ ആണോ അവിടെ ഉള്ളത്? അല്ല. അപ്പം NADP പ്ലസ് ആണ് അവിടെ വരേണ്ടത് അല്ലേ? ഇവിടെ ഓക്സിജൻ അല്ല വരേണ്ടത്, ഇവിടെ NADP പ്ലസ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. റെസ്പിറേഷൻ NADP പ്ലസ് ഉണ്ടോ അവിടെ? ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ റെസ്പിറേഷൻ സമയത്ത് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇസ് ഓക്സിജൻ ആണല്ലോ, അപ്പോൾ ഇതും തെറ്റി. ഫോട്ടോസിന്തസിസ് NADP പ്ലസ് ഇസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ, ഇതല്ലേ ഇപ്പോൾ പറഞ്ഞത്, ശരിയാണല്ലോ. ഓക്കെ, റെസ്പിറേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണോ? അല്ല, ഓക്സിജൻ ഇസ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. എവിടെ? റെസ്പിറേഷൻ്റെ ETS-ൽ ഏറ്റവും ലാസ്റ്റ് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലുള്ളത് ഓക്സിജൻ ആണ് to accept electrons. ഓക്കെ, അപ്പം ഇതും തെറ്റാണ്. അതിന് എന്താ ചോദിച്ചേക്കുന്നത്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? 1 2 3 4-ൽ ഓപ്ഷൻ 3 കിട്ടുന്നുണ്ടല്ലോ. ഓപ്ഷൻ 3 എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് സിഗ്മോയിഡ് കർവ്? എവിടെയാണ് പഠിച്ചേക്കുന്നത് സിഗ്മോയിഡ് കർവ്? ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ +2 ചാപ്റ്ററാണ്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ സിഗ്മോയിഡ് കർവ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ സിഗ്മോയിഡ് കർവിൽ അവർ പറഞ്ഞേക്ക് നമുക്കറിയാം ഇങ്ങനെയാണ് സിഗ്മോയിഡ് കർവ് നിങ്ങൾ പഠിച്ചേക്കുന്നത്. ഓക്കെ, അതിനകത്ത് ലാഗ് ഫേസ് ഷോസ് സ്ലോ ഗ്രോത്ത്. ഇതല്ലേ ലാഗ് ഫേസ്? അത് പറഞ്ഞേക്കുന്നത് ശരിയല്ലേ? ലാഗ് ഫേസ് ആണിത്. ലാഗ് ഫേസ് എന്ന് പറയുന്നത് സ്ലോ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അതുകൊണ്ടല്ല അതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പോകുന്നത്. അല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? റാപ്പിഡ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ലാഗ് ഫേസ് ഷോസ് സ്ലോ ഗ്രോത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്ത ലോഗ് ഫേസ് ഷോസ് റാപ്പിഡ് ഗ്രോത്ത്. ഇതിനകത്ത് ഏതാ ലോഗ് ഫേസ്? ഇതാണ് ലോഗ് ഫേസ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. എക്സ്പോണൻഷ്യൽ ഫേസ് അല്ലേ? അത് റാപ്പിഡ് ഗ്രോത്ത് തന്നെയല്ലേ കാണിക്കുന്നത്. ലാഗ് ഫേസ് എന്ന് പറയുന്നത് സ്ലോ ഗ്രോത്തും ഓക്കെ ഇതെന്ന് പറയുന്നത് റാപ്പിഡ് ഗ്രോത്തും ആണ് കാണിക്കുന്നത്, നമുക്കറിയാം. അതുകൊണ്ടാണ് അതിനെ എക്സ്പോണൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ശരി. ഇനി സ്റ്റേഷനറി ഫേസ് ഷോസ് ഡിക്ലൈൻ. അപ്പം നമുക്ക് ഇത് ഡൗട്ടായിരിക്കും, ഡിക്ലൈൻ ആണോ? ഇതല്ലേ സ്റ്റേഷനറി ഫേസ് ഡിക്ലൈൻ ആണോ കാണിക്കുന്നത്? അല്ല, സ്റ്റേഷനറി ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ്? ഡിക്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും താഴോട്ട് വരണം. അങ്ങനെയാണോ സ്റ്റേഷനറി ഫേസ് ഡിക്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും? ഇപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കാമെന്ന് വെച്ചോ, ഇതാണ് ഡിക്ലൈൻ അല്ലേ? താഴോട്ട് വരുവാണ് ഡിക്ലൈൻ എന്ന് പറയും. മറ്റേത് സ്റ്റെബിലൈസ് ചെയ്യുന്ന പോലെയാണ് പറയുന്നത്. അപ്പം സ്റ്റേഷനറി ഫേസ് ഡിക്ലൈൻ എന്ന് പറയുന്നത് തെറ്റല്ലേ? ഓക്കെ, അടുത്ത ഏതാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്? ദിസ് ഇസ് സ്റ്റേഷനറി ഫേസ്. അടുത്ത ഗ്രോത്ത് ഇവൻച്വലി സ്റ്റെബിലൈസസ്. ശരിയല്ലേ? അങ്ങോട്ട് പോയിട്ട് ഗ്രോത്ത് ഇവൻച്വലി സ്റ്റെബിലൈസ് ചെയ്യും. ആദ്യം സ്ലോ ഗ്രോത്ത് ആയിരിക്കും, പിന്നെ റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും, പിന്നെ ഗ്രോത്ത് ഇവൻച്വലി ഫൈനലി അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി സ്റ്റെബിലൈസ് ചെയ്യും, നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാ. ഇനി നമുക്ക് എന്താ വേണ്ടേ? വിച്ച് ഇസ് ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ 3. ഓക്കെ, യെസ് 3. അടുത്ത് നോക്കാം. Which of the following is not a function of oxygen? ഏത് ചാപ്റ്ററാണ്? പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് +1 ചാപ്റ്റർ, ഫിസിയോളജിയിലെ ചാപ്റ്റർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഹോർമോൺസ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് അവർ ചോദിച്ചേക്കുന്നത് ഫംഗ്ഷൻ ഓഫ് ഓക്സിജൻ അല്ലാത്തത് ഏത്? which of the following is not a function of oxygen? Okay, first option promote cell elongation. Second option responsible for apical dominance. Third option promotes lateral bud growth. Fourth option used in rooting. Okay, അപ്പം നമുക്ക് നോക്കാം. പ്രൊമോട്ട് സെൽ ഇലോങ്ങേഷൻ ഓക്സിൻ്റെ ഒരു ക്യാരക്ടറാണ് അല്ലേ? അങ്ങനെ സെൽ ഇലോങ്ങേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഫോട്ടോട്രോപ്പിസം നടക്കുന്നത്
അല്ലേ? അതായത് നമുക്കറിയാം യൂണിലാറ്ററൽ ഇലൂമിനേഷൻ, ലൈറ്റ് ഇലൂമിനേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഭാഗത്തേക്ക് ആ ഒരു കോളിയോപ്റ്റൈൽ ബെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഓക്സിൻ ഡിപ്പോസിഷൻ കാരണമുള്ള ആ ഒരു സെൽ ഇലോങ്ങേഷൻ കാരണം, അല്ലേ? അപ്പം പ്രൊമോട്ട് സെൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്ന ഓക്സിൻ്റെ ക്യാരക്ടർ ആണല്ലോ. ഇനി റെസ്പോൺസിബിൾ ഫോർ എപ്പിക്കൽ ഡോമിനൻസ് ഇല്ലേ? ഓക്സിൻ എന്ന് പറയുന്നത് എപ്പിക്കൽ ബഡിൽ ഉണ്ടാവുന്നത് കൊണ്ട് ആ എപ്പിക്കൽ ബഡിൽ ഉണ്ടായ ഓക്സിൻ താഴെയുള്ള ആക്സിലറി ബഡ്സിനെ എല്ലാം സപ്രസ് ചെയ്ത് എപ്പിക്കൽ ബഡ് ഡോമിനേറ്റ് ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ശരി. പ്രൊമോട്ട്സ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്. ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, എപ്പിക്കൽ ബഡ് ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ലാറ്ററൽ ബഡിനെ സപ്രസ് ചെയ്യും. ലാറ്ററൽ ബഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാരാന്ന് ചോദിച്ചാൽ സൈറ്റോകൈനാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. അപ്പം ഇത് ഓക്സിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ല. യൂസ്ഡ് ഇൻ റൂട്ടിംഗ്, സ്റ്റെം കട്ടിങ്സിൽ റൂട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഓക്സിൻ അപ്ലൈ ചെയ്യുമെന്നുള്ളത് അതിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്താ ചോദിച്ചേക്കുന്നത് വെച്ചാൽ ഫോളോയിങ് ഈസ് നോട്ട് ആ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 2ഉം 4ഉം ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ 3. കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിള്ളേരെ. ഓക്കെ, അടുത്ത് നോക്കാം. കോംപ്ലിമെൻ്ററി സെൽസ് ആർ. കോംപ്ലിമെൻ്ററി സെൽസ്, കോംപ്ലിമെൻ്ററി സെൽ എന്ന് പറയുന്നത് ഏതാ? ഇതേതാ ചാപ്റ്റർ ഏതാ? അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അതിനകത്ത് കോംപ്ലിമെൻ്ററി സെൽസ് അനാറ്റമി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലും നമുക്കിത് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കറിയാം കോംപ്ലിമെൻ്ററി സെൽസ് എവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെക്കൻഡറി മെരിസ്റ്റം, അല്ലേ? സെക്കൻഡറി മെരിസ്റ്റം ആയിട്ടുള്ള കോർക്ക് കേമ്പിയം. കോർക്ക് കേമ്പിയം നമുക്കറിയാം മുകളിലേക്ക് കോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, താഴേക്ക് എന്താണ് സെക്കൻഡറി കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോഴും കോർക്ക് ആയിരിക്കില്ല, കോർക്കിന് പകരം ചില സ്ഥലം വരുമ്പോഴത്തേക്കും അത് കോംപ്ലിമെൻ്ററി സെൽസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ആ കോംപ്ലിമെൻ്ററി സെൽസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ഡിഫറൻഷിയേറ്റഡ് സെൽസ്, ഓപ്ഷൻ 2 ഡീഡിഫറൻഷിയേറ്റഡ് സെൽസ്, ഓപ്ഷൻ 3 റീഡിഫറൻഷിയേറ്റഡ് സെൽസ്, ഓപ്ഷൻ 4 അൺഡിഫറൻഷിയേറ്റഡ് സെൽസ്. ഏതായിരിക്കും വരിക? സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയുന്നത് ഡീഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ആളാണ്. സെക്കൻഡറി മെരിസ്റ്റം ഡീഡിഫറൻഷിയേറ്റഡ്. ആ ഡീഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ആള് വീണ്ടും സെൽസ് പ്രൊഡ്യൂസ് ചെയ്ത് അത് വീണ്ടും സ്പെഷ്യലൈസ് ചെയ്താൽ അതെന്തായിട്ട് മാറും? അതിന് നമ്മൾ പറയും റീഡിഫറൻഷിയേറ്റഡ് സെൽസ്, അല്ലേ? റീഡിഫറൻഷിയേറ്റഡ് അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത് ഇതിനകത്ത്? ഫസ്റ്റ് ഓപ്ഷൻ ആണോ? ഡിഫറൻഷിയേറ്റഡ് ആണോ? അല്ല. ഡീഡിഫറൻഷിയേറ്റഡ് ആണോ? അല്ല. റീഡിഫറൻഷിയേറ്റഡ് ആണ്, അല്ലേ? സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്നുണ്ടാവുന്ന സെക്കൻഡറി പെർമനന്റ് സെൽസ് എന്ന് പറയുന്നത് റീഡിഫറൻഷിയേഷൻ്റെ പ്രൊഡക്റ്റ് ആണ്. സോ ദ ഓപ്ഷൻ വിൽ ബി 3. 3 കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് കറക്റ്റ് അബൌട്ട് റീഡിഫറൻഷിയേഷൻ? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ റീഡിഫറൻഷിയേഷൻ എന്താണ്. എന്താ റീഡിഫറൻഷിയേഷൻ? സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്ന് സെക്കൻഡറി പെർമനന്റ് ടിഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയല്ലേ നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെ പറയുന്ന പേരാണ്, ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീഡിഫറൻഷിയേഷൻ. ഓക്കെ, ബാക്കിയൊക്കെ എന്താ? അതായത് പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്ന് പ്രൈമറി പെർമനന്റ് ടിഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറയും ഡിഫറൻസിയേഷൻ. ഓക്കെ, പിന്നെ പ്രൈമറി പെർമനൻ്റ് ആയിട്ടുള്ള ചില പ്രൈമറി പെർമനൻ്റ് ആയിട്ടുള്ള ആള് സെക്കൻഡറി മെരിസ്റ്റം ആവുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ഡീഡിഫറൻഷിയേഷൻ. ഇവിടെ എന്താ നടന്നേക്കുന്നത്? വിച്ച് ഇസ് കറക്റ്റ് അബൌട്ട് റീഡിഫറൻസിയേഷൻ? സെൽസ് ഡിവൈഡ് കണ്ടിന്യൂസ്ലി. സെൽസ് ഡിവൈഡ് കണ്ടിന്യൂസ്ലി എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താ? മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയാണ്. ഇതൊന്നും പറയാൻ പറ്റില്ല. സെൽസ് ലൂസ് സ്പെഷ്യലൈസേഷൻ. സെൽസ് ലൂസ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നോക്കിയേ, ഈ പ്രൈമറി മെരിസ്റ്റം പ്രൈമറി പെർമനൻ്റ് ആവുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്, സ്പെഷ്യലൈസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. സെൽസ് ലൂസ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, പ്രൈമറി പെർമനൻ്റ് ആയിട്ടുള്ളത് സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു, അവരുടെ സ്പെഷ്യലൈസേഷൻ പോയി വീണ്ടും സെക്കൻഡറി മെരിസ്റ്റം ആവുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ പോയി എന്ന് പറയാം, അല്ലേ? അപ്പം നമുക്ക് സെൽസ് ഡിവൈഡ് കണ്ടിന്യൂസ്ലി ആണോ? അല്ല. സെൽസ് ലൂസ് സ്പെഷ്യലൈസേഷൻ ആണോ? അല്ല. സ്പെഷ്യലൈസേഷൻ നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. റീഡിഫറൻസിയേഷനിൽ ഒന്നും കൂടെ സ്പെഷ്യലൈസ്ഡ് ആവുക,
ആദ്യം ഒന്ന് സ്പെഷ്യലൈസ്ഡ് ആവുകയാണെങ്കിൽ ഡിഫറൻസിയേഷൻ, വീണ്ടും ഒന്നും കൂടെ സ്പെഷ്യലൈസ്ഡ് ആവുകയാണെങ്കിൽ റീഡിഫറൻസിയേഷൻ അല്ലേ. അപ്പം നോക്കിയേ, സെൽസ് ബിക്കം സ്പെഷ്യലൈസ്ഡ് എഗെയിൻ അല്ലേ, എഗെയിൻ ആകുമ്പോഴത്തേനും അതല്ലേ കറക്റ്റ്. ആദ്യം സ്പെഷ്യലൈസ്ഡ് ആവുകയാണെങ്കിൽ ഡിഫറൻസിയേഷൻ, വീണ്ടും സ്പെഷ്യലൈസ്ഡ് ആവുകയാണെങ്കിൽ റീഡിഫറൻസിയേഷൻ. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ 3 അല്ലേ, സെൽസ് ഡൈ. അതെന്തായാലും അല്ല. അപ്പോൾ ഇത് 3 അല്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാ വരാൻ പറ്റുക? ഓപ്ഷൻ 3 കിട്ടുന്നുണ്ടല്ലോ. 3 തന്നെ അല്ലേ. ഓക്കെ, റീഡിഫറൻസിയേഷൻ്റെ കേസിൽ അടുത്തത് സൈറ്റോകൈനൻസ് ഡിലേ സെനസൻസ്. അസേർഷൻ റീസൺ ആണ് ക്വസ്റ്റ്യൻ. Assertion, cytokinins delay senescence. Reason, they promote nutrient mobilization. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഇത് പഠിച്ചു അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. സൈറ്റോകൈനൻസ് ഡിലേ സെനസൻസ് ഓഫ് ലീവ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത്. ദേ ഡിലേ സെനസൻസ് ഓഫ് ലീവ്സ്. എങ്ങനെയാണ് അവർ ഡിലേ ചെയ്യുക? അതായത് ലീവ്സിലേക്ക് ന്യൂട്രിയൻസ് മൊബിലൈസ് ചെയ്തിട്ടാണ് അവർ ആ സെനസൻസ് ഡിലേ ചെയ്യുന്നത് അല്ലേ. അപ്പം ഡിലേ സെനസൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ദേ പ്രൊമോട്ട് ന്യൂട്രിയൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന കാര്യവും ശരിയാണ്. അങ്ങനെ ന്യൂട്രിയൻസ് അങ്ങോട്ട് മൊബിലൈസ് ചെയ്ത് അവിടെ എത്തിച്ചിട്ടാണ് അവർ ആ സെനസൻസ് ഡിലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അസേർഷനും റീസണും ശരിയാണ്. റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ അല്ലേ. അപ്പോൾ എന്താ വരിക? ഓപ്ഷൻ 1 ആണ് വരിക. പിടിയിട്ടുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ട്രക്ചർ ഇൻ ഓവ്യൂൾ ഈസ്, ഓവ്യൂളിൻ്റെ കേസാണ് ചോദിച്ചേക്കുന്നത്. എ സ്ട്രക്ചർ ഇൻ ഓവ്യൂൾ ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ മൈക്രോപൈലാർ എൻഡ്. ഓക്കെ, അപ്പോൾ ഓവ്യൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇങ്ങനെയാണ് ഓവ്യൂൾ നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെയുണ്ട് ഓവ്യൂൾ, ഇങ്ങനെയാണ്. അപ്പോൾ പറയുന്നത് സ്ട്രക്ചർ ഓവ്യൂൾ ഈസ്, ഓവ്യൂളിനകത്ത് ഒരു സ്ട്രക്ചറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ലൊക്കേറ്റഡ് അറ്റ് ദ മൈക്രോപൈലാർ എൻഡ് എന്ന് വെച്ചാൽ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് മൈക്രോപൈലാർ എൻഡ്. കണ്ടെയ്ൻസ് എഗ് അപ്പാരറ്റസ്. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു സ്ട്രക്ചറിനകത്ത് ആ സ്ട്രക്ചർ ഉള്ളത് മൈക്രോപൈലാർ എൻഡിലാണ് അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? അതിനകത്ത് എഗ് അപ്പാരറ്റസ് ഉണ്ട് എന്നാ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് എഗ് അപ്പാരറ്റസ് ഉണ്ട്. അപ്പോൾ ഏതാ വരിക? മൈക്രോപൈലാർ എൻഡിലുമാണ്, അതിനകത്ത് എഗ് അപ്പാരറ്റസ് ഉണ്ട്. ഏതിനകത്താണ് എഗ് അപ്പാരറ്റസ് ഉള്ളത്? ഇതല്ലേ എഗ് അപ്പാരറ്റസ്, ഇതല്ലേ ആൻറ്റിപോഡൽസ്. മൈക്രോപൈലാർ എൻഡിലല്ലേ അതുള്ളത്. ഏതാണത്? ചെലാസയാണോ? ചെലാസയാണോ എഗ് എന്താണ് ചെലാസിൻ്റെ ഉള്ളിലാണോ എഗ് അപ്പാരറ്റസ് ഉള്ളത്? അല്ല. ന്യൂസെല്ലസിൻ്റെ ഉള്ളിലാണോ എഗ് അപ്പാരറ്റസ് ഉള്ളത്? ന്യൂസെല്ലസിൻ്റെ അകത്ത് വേറൊരു സ്ട്രക്ചറിൻ്റെ അകത്തല്ലേ എഗ് അപ്പാരറ്റസ് ഉള്ളത്. പിന്നെ എംബ്രിയോസാക്ക്, എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലല്ലേ എഗ് അപ്പാരറ്റസ് ഉള്ളത്? ആണല്ലോ. ഇറ്റ് ഇസ് ഇൻറ്റഗ്യുമെൻറ്റ്, ഇൻറ്റഗ്യുമെൻ്റ് ഉള്ളിൽ, ന്യൂസെല്ലസിൻ്റെ ഉള്ളിൽ, എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓവ്യൂളിൻ്റെ സ്ട്രക്ചറിൻ്റെ പാർട്ടാണ് ഏത്? ഇൻറ്റഗ്യുമെൻ്റ്. അവർ പറഞ്ഞ ഓവ്യൂളിൻ്റെ അകത്ത് ഒരു സ്ട്രക്ചർ, അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന മൈക്രോപൈലാർ എൻഡ്, അതിൻ്റെ ഉള്ളിലാണ് എഗ് അപ്പാരറ്റസ് ഉള്ളത്. ഓക്കെ, അപ്പം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. ചെലാസയാണോ അത്? ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ, ചെലാസിൻ്റെ ഉള്ളിലാണോ എഗ് അപ്പാരറ്റസ്? അല്ല. ന്യൂസെല്ലസിൻ്റെ ഉള്ളിലാണോ? അല്ല. എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്? ഇൻറ്റഗ്യുമെൻ്റ് ഉള്ളിലാണോ? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഏതാ? ഓപ്ഷൻ 3, ഇറ്റ് ഇസ് എംബ്രിയോസാക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഓപ്ഷൻ 1 പറഞ്ഞേക്കുന്ന പോളിനേഷൻ ആദ്യം നടക്കുന്നു, പിന്നെ ഫെർട്ടിലൈസേഷൻ, പിന്നെ മിയോസിസ്, പിന്നെ സീഡ് ഫോർമേഷൻ. രണ്ടാമത്തെ ഓപ്ഷനിൽ മിയോസിസ്, പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, പിന്നെ സീഡ് ഫോർമേഷൻ. മൂന്നാമത്തെ ഓപ്ഷനകത്ത് പോളിനേഷൻ, മിയോസിസ്, ഫെർട്ടിലൈസേഷൻ, സീഡ് ഫോർമേഷൻ. നാലാമത്തെ ഓപ്ഷനകത്ത് മിയോസിസ്, ഫെർട്ടിലൈസേഷൻ, പോളിനേഷൻ, സീഡ് ഫോർമേഷൻ. ഏതാണ്? പോളിനേഷൻ. ഓക്കെ, പോളിനേഷൻ കഴിഞ്ഞിട്ടാണ് ഫെർട്ടിലൈസേഷൻ. അത് കഴിഞ്ഞിട്ടാണോ മിയോസിസ്? അല്ല. ഫെർട്ടിലൈസേഷൻ നടന്ന് അത് സൈഗോട്ട് ആവുകയോ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണോ മിയോസിസ് നടക്കുന്നത്? അല്ല. പോളിനേഷന് മുമ്പ് വേണ്ടേ മിയോസിസ് നടക്കാൻ? കാരണം ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്, നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ് കേസാണ് നോക്കുന്നത്. ഒരു ഫ്ലവറിംഗ് പ്ലാന്റിനകത്ത് പോളിനേഷൻ നടക്കുന്നത് എന്താ? മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റ് ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. മെയിൽ ഗമീറ്റിനെ ഫീമെയിൽ ഗമീറ്റിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട്. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഉണ്ടാവണമെങ്കിൽ മിയോസിസ് നടക്കണ്ടേ? മനസ്സിലായോ? ഓക്കെ, അപ്പം പോളിനേഷൻ കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന, പക്ഷെ അത് കഴിഞ്ഞിട്ടാണോ മിയോസിസ്? അല്ല. അടുത്ത മിയോസിസ്
അത് കഴിഞ്ഞിട്ട് പോളിനേഷൻ മിയോസിസ് നടന്ന് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഉണ്ടായി. ആ മെയിൽ ഗമീറ്റിനെ ഫീമെയിൽ ഗമീറ്റിൻ്റെ അടുത്ത് എത്തിക്കാൻ പോളിനേഷൻ നടന്ന് കഴിയുമ്പോൾ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫെർട്ടിലൈസ് ചെയ്തിട്ട് സീഡ് ഉണ്ടാവുന്നു. അങ്ങനെയല്ലേ വരിക? ഓക്കെ, അപ്പം ഓപ്ഷൻ 2 ആണ് വരുന്നത്. ബാക്കി എന്നാലും നമ്മൾ നോക്കണം. ആദ്യത്തെ ഓപ്ഷൻ തന്നെ ശരിയായെന്ന് തോന്നുവാണെങ്കിൽ ബാക്കി ഓപ്ഷൻ നോക്കാണ്ടിരിക്കുന്നത് ചിലപ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേറെ ഉണ്ടാവും, അതുകൊണ്ട് നോക്കണം. ഓക്കെ, പോളിനേഷൻ കഴിഞ്ഞിട്ടാണോ മിയോസിസ്? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഉണ്ടാവണമെങ്കിൽ തന്നെ മിയോസിസ് നടക്കണ്ടേ? മെയിൽ ഗമീറ്റ് അറ്റ്ലീസ്റ്റ് മെയിൽ ഗമീറ്റ് എങ്കിലും ഉണ്ടാവണ്ടേ? മെയിൽ ഗമീറ്റ് ഉണ്ടായിട്ട് കഴിഞ്ഞിട്ടല്ലേ പോളിനേഷൻ നടക്കാം, അല്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പം പോളിനേഷൻ, മിയോസിസ്, ഫെർട്ടിലൈസേഷൻ, സീഡ് ഫോർമേഷൻ ഏതാണ്? ഇങ്ങനെയാണോ നടക്കുക? അല്ല. മിയോസിസ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടാണോ പോളിനേഷൻ നടക്കുക? അതുമല്ല. അപ്പോൾ ഓപ്ഷൻ ഏത് തന്നെയാണ്? ഓപ്ഷൻ 2. ഓക്കെ, ശരി, അടുത്ത് നോക്കാം. 23. A plant prevents self-pollination by നമുക്കറിയാം ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് അല്ലേ പറയുന്നത്. ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിനകത്ത് നമ്മൾ പറയുന്നുണ്ട് സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്ത് ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിംഗ് നടക്കാനുള്ള ഡിവൈസസ് ഏതൊക്കെയാണ്? നമ്മൾ കുറച്ച് ഡിവൈസ് അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഹെർക്കോഗമി, ഡൈക്കോഗമി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സെൽഫ് ഇൻകംപാറ്റബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പം നോക്കിയേ, ദിസ് ഇസ് അവർ പറഞ്ഞേക്കുന്നത് പ്ലാന്റ് പ്രിവെൻറ്റ്സ് സെൽഫ് പോളിനേഷൻ ബൈ ആന്ത്രാൻ സ്റ്റിഗ്മ മെച്ചുർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അതേതാ? എന്നിട്ട് ഓപ്ഷൻ തന്നേക്കുന്നത് 1 ഹെർക്കോഗമി, ഓപ്ഷൻ 2 ഡൈക്കോഗമി, ഓപ്ഷൻ 3 സെൽഫ് ഇൻകംപാറ്റബിലിറ്റി, ഓപ്ഷൻ 4 ജീറ്റോണോഗമി. ഏതാണ്? ഓപ്ഷൻ 1 ഹെർക്കോഗമി ഇതാണോ? ആന്ത്രാൻ സ്റ്റിഗ്മ മെച്ചുർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. രണ്ട് പൊസിഷനിൽ ഇരിക്കുന്നതല്ലേ ഹെർക്കോഗമി? രണ്ട് എന്താണ്? ആന്ത്രാൻ സ്റ്റിഗ്മ മെച്ചുർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഏതൊക്കെയാണ്? പ്രോട്ടോഗൈനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അതേതാണ്? ഓപ്ഷൻ 2 ഡൈക്കോഗമി അല്ലേ? സെൽഫ് ഇൻകംപാറ്റബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതാണോ? ആന്ത്രാൻ സ്റ്റിഗ്മ മെച്ചുർ ഡിഫറെൻറ്റ് ടൈംസ് ആണോ സെൽഫ് ഇൻകംപാറ്റബിലിറ്റി? അല്ല. ഓക്കെ, ഹെർക്കോഗമി അല്ല. പിന്നെ ജീറ്റോണോഗമി എന്ന് പറയുമ്പോഴത്തേക്കും അതാണോ? നമുക്കത് ടൈപ്സ് ഓഫ് പോളിനേഷനകത്ത് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? അപ്പം അത് അവർ പറഞ്ഞേക്കുന്നത് പ്ലാൻ പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്നിട്ട് ഇതെല്ലാം സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതാണെങ്കിലും 1ഉം 2ഉം 3ഉം സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിലും അവർ തന്നിട്ടുണ്ട് ആന്ത്രാൻ സ്റ്റിഗ്മ മെച്ചുർ ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ നമ്മളത് ഏതാണ്? ഡിഫറെൻറ്റ് ടൈംസ് ആണെങ്കിൽ ഡൈക്കോഗമി. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ. A mutation prevents formation of synergids. വീണ്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. A mutation prevents formation of synergids. Which process is most affected എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം സൈനർജിറ്റ്സ് ഉണ്ടാവാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ 1 പോളൻ ജെർമിനേഷൻ, ഓപ്ഷൻ 2 പോളൻ ട്യൂബ് ഗൈഡ്നസ്, ഓപ്ഷൻ 3 മിയോസിസ്, ഓപ്ഷൻ 4 എംബ്രിയോ ഡെവലപ്മെൻറ്റ്. പോളൻ ജെർമിനേഷൻ എങ്ങനെയെങ്കിലും എഫക്റ്റ് ചെയ്യുമോ? സൈനർജിറ്റ്സ് ഉള്ളത് എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലല്ലേ? അപ്പോൾ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലുള്ള സൈനർജിറ്റ്സ് മ്യൂട്ടേറ്റഡ് ആയി പോയി എന്ന് വെച്ചിട്ട് എന്തോ സംഭവിച്ചു എന്ന് വെച്ചിട്ട് പോളൻ ജെർമിനേറ്റ് ചെയ്യും അല്ലേ? പോളൻ ജെർമിനേറ്റ് ചെയ്യും. പക്ഷേ പോളൻ ട്യൂബ് വളർന്ന് ഗൈഡ് ചെയ്യുന്നത് ആരാ? പോളൻ ട്യൂബിനെ അങ്ങോട്ട് എംബ്രിയോ സാക്കിനെ ഗൈഡ് ചെയ്യുന്നത് ആരായിരുന്നു? സൈനർജിറ്റ്സിനകത്ത് നിന്ന് ഫിനിഫോം അപ്പാരറ്റസിനകത്ത് വരുന്ന കെമിക്കൽസ് ആയിരുന്നു ഇല്ലേ? അപ്പോൾ പോളൻ ട്യൂബിന് ഗൈഡൻസ് കിട്ടുമോ? ഇല്ല. അപ്പം പോളൻ ജെർമിനേഷൻ അവിടെ നടക്കും, പോളൻ ട്യൂബ് ഗൈഡൻസ് നടക്കും. ഇതാണ് നടക്കാത്തത്. അപ്പോൾ അവർ ചോദിച്ചേക്കുന്നത് അഫക്റ്റഡ് ആവുന്ന ഏതാണ്? അപ്പോൾ അഫക്റ്റഡ് ആവുന്ന പ്രോസസ്സ് ഇതല്ലേ? മിയോസിസ് ഇതിന് മുമ്പേ നടന്നു കഴിഞ്ഞു. മിയോസിസ് ഇനി നടക്കാതെ ഇരിക്കുന്നില്ല. മിയോസിസ് നടന്നു കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി എംബ്രിയോ ഡെവലപ്മെൻറ്റ് ആണോ? അപ്പം അവർ പറഞ്ഞ് പോളൻ ട്യൂബ് മോസ്റ്റ് എഫക്റ്റഡാണ് ചോദിച്ചേക്കുന്നത്. മോസ്റ്റ് എഫക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ? പോളൻ ട്യൂബ് ഗൈഡൻസ് തന്നെയാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, അപ്പം ഓപ്ഷൻ 2 ആണ് വരുന്നത്. എംബ്രിയോ ഡെവലപ്മെൻറ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവിടെ ഇപ്പം എന്താ? സൈനർജിറ്റ്സ് മോശമായ കാരണം, മ്യൂട്ടേറ്റഡ് ആയത് കാരണം എന്ത് എഫക്റ്റഡ് ആവുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതാ പറയുന്നത്? ഓപ്ഷൻ 2 ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പോളൻ ട്യൂബ് ഗൈഡൻസ്. കാരണം സൈനർജിറ്റ്സിൻ്റെ ഫംഗ്ഷൻ വേണം അവിടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി a plant shows normal pollination, normal pollen germination, no seed formation, most likely defect is in. Okay,
ആർക്കാണ് അപ്പോൾ ഡിഫക്റ്റ് എന്താണ്? പ്ലാന്റ് കാണിക്കും, നോർമൽ പോളിനേഷൻ കാണിക്കും, പോളൻ ജെർമിനേഷൻ കാണിക്കും, പക്ഷേ സീഡ് ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ഡിഫക്റ്റ് എവിടെയാണ്? അപ്പോൾ നമുക്കറിയാം ഇത് ഓപ്ഷൻ എന്താ തന്നേക്കുന്നത്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവ്യൂൾ, ആന്തർ. അപ്പോൾ നമുക്കറിയാം ഇതാണ് ഒരു കാർപ്പലെങ്കിൽ ഇവിടെ പോളൻ ഗ്രെയിൻ വന്ന് വീണു അല്ലേ, പോളിനേഷൻ നടന്നു, അപ്പോൾ പോളൻ ഗ്രെയിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവർ ചോദിച്ചേക്കുന്ന ഓപ്ഷനകത്ത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവ്യൂൾ, ആന്തർ. ആന്തറിന് വല്ല പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പോളൻ ഗ്രെയിൻ മര്യാദയ്ക്ക് ഫോം ചെയ്യില്ലായിരുന്നു, പോളൻ ഉണ്ടാവില്ലായിരുന്നു, പോളിനേഷൻ നടക്കില്ലായിരുന്നു നമ്മൾ വിചാരിക്കാം. അപ്പം ഇവർ പറഞ്ഞത് പോളിനേഷൻ നടന്നു, അപ്പോൾ ഇതെല്ലാം ആന്തറിന് പ്രശ്നമൊന്നുമില്ല. ഇനി നോർമൽ പോളൻ ജെർമിനേഷൻ, പോളൻ ജെർമിനേറ്റും ചെയ്തു, പോളൻ ഇവിടെ വന്ന് വീണു, പോളൻ ജെർമിനേറ്റും ചെയ്തു ഇല്ലേ. അപ്പോൾ അത് ആര് തമ്മിലുള്ള സ്റ്റിഗ്മയും പോളനും തമ്മിലുള്ള കെമിക്കൽ ഡയലോഗ്സ് കാരണമല്ലേ പോളൻ ജെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും കുഴപ്പമില്ല, സ്റ്റിഗ്മയ്ക്കും കുഴപ്പമില്ല. ഓക്കെ, പോളൻ ജെർമിനേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവഴി വന്നു എന്നല്ലേ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? സ്റ്റൈലിനും കുഴപ്പമില്ല. പക്ഷെ എന്താ, എവിടെയാണ് അഫക്റ്റഡ് ആയത്? നോർമൽ പോളൻ ജെർമിനേറ്റ് ചെയ്തു, നോ സീഡ് ഫോർമേഷൻ, സീഡ് ഉണ്ടായില്ല. സീഡ് ഉണ്ടായില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതെന്തായിരിക്കും കാരണം? സീഡ് ഉണ്ടാവാത്തത് പോളൻ ജെർമിനേറ്റ് ചെയ്തിട്ട് പോലും സീഡ് ഉണ്ടായില്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓവ്യൂളിന് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ലേ സീഡ് ഉണ്ടാവാഞ്ഞത് ഇല്ലേ. അപ്പോൾ എന്താ ആൻസർ? എന്തായിരിക്കും? ഓവ്യൂൾ ആയിരിക്കും ആൻസർ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഓവ്യൂളിനായിരിക്കും എന്തോ. അപ്പോൾ മോസ്റ്റ് ലൈക്ലി ഡിഫക്റ്റ് എവിടെയായിരിക്കും? മോസ്റ്റ് ലൈക്ലി ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് ലൈക്ലി ഡിഫക്റ്റ് എവിടെയായിരിക്കും? ഓവ്യൂളിനായിരിക്കും. കാരണം പോളൻ ജെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ, സ്റ്റിഗ്മയ്ക്കും സ്റ്റൈലിനും കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പോളിനേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആന്തറിനും കുഴപ്പമൊന്നുമില്ല, പോളനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ, സീഡ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഓവ്യൂൾ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. Which condition still allows genetically identical offspring? ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ് എവിടെയാണ് ഉണ്ടാവുക? ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പ്ലാന്റ്സ് തമ്മിലുള്ള രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സാണ്, രണ്ട് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സെയിം സ്പീഷീസ്. ആലോചിച്ചോ, സെയിം സ്പീഷീസ് ഒക്കെ തന്നെ ആയിരിക്കും, പക്ഷേ രണ്ട് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രോജനീസ് എല്ലാം വേരിയേഷൻ കാണിക്കുന്നതായിരിക്കും. ക്രോസ് പോളിനേഷനല്ലേ നടന്നത്. അപ്പോൾ ഇവിടെ ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ ഉണ്ടാവുമോ? ഇവിടെ ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ ഉണ്ടാവില്ല. സെൽഫ് പോളിനേഷൻ, ഇത് മിക്ക കുട്ടികൾക്കും തെറ്റുപറ്റുന്നതാണ്. സെൽഫ് പോളിനേഷൻ അല്ലേ, അവിടെ ഒരു പ്ലാന്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയാം, ഇതൊരു പ്ലാന്റ് ആണെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഇലയൊക്കെ ഉണ്ട്. ഓക്കെ, ഈ പ്ലാന്റ് ഫ്ലവർ ആണ് ഇത് എന്ന് വിചാരിക്കുക. ഈ ഫ്ലവറിനകത്ത് സ്റ്റേമിനും ഉണ്ട്, കാർപ്പലും ഉണ്ട് എന്ന് വിചാരിക്കുക. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോളൻ ഗ്രെയിൻസ് ഇവിടെ വന്ന് വീഴുന്നതല്ലേ. അതെ, അപ്പോൾ ഇവിടെ ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ. അപ്പം മിക്ക കുട്ടികളും ചിലപ്പം വിചാരിക്കും സെൽഫ് പോളിനേഷൻ അല്ലേ, അപ്പോൾ ഇവിടെ ഇവർക്ക് ഉണ്ടാകുന്ന പ്രോജനീസ് ഒക്കെ പോളിനേഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് ഇവിടുന്ന് എന്താണ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഇവിടെ ഉണ്ടാകുന്ന സീഡെല്ലാം ഇപ്പോൾ ഒരു 100 സീഡ് ഉണ്ടാവുകയാണെങ്കിൽ 100 സീഡും ഈ പേരൻറ്റിനെ പോലെ തന്നെ ഇരിക്കും. എക്സാക്ട്ലി സിമിലർ ടു ദ പേരൻറ്റ് പ്ലാന്റ്. ആണോ? അങ്ങനെ പേരൻറ്റ് പ്ലാന്റിനെ പോലെ തന്നെ ഇരിക്കുമോ? ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സെൽഫ് പോളിനേഷൻ ആണെങ്കിലും ദാറ്റ് ഇസ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അവിടെ എന്താണ്, ഗമീറ്റ് ഫ്യൂസ് ചെയ്യണം. ഗമീറ്റ് ഫ്യൂസ് ചെയ്യുന്ന ഗമീറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ മിയോസിസ് നടക്കുന്നുണ്ട്. മിയോസിസ് നടന്നാണ് ഗമീറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വേരിയേഷൻ ഉണ്ടാവും. ക്രോസ് പോളിനേഷനേക്കാളും വേരിയേഷൻ കുറവായിരിക്കും. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞ ഒരു കുറച്ച് വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഉണ്ടാകുന്ന 100 സീഡും ഒരുപോലെ ആയിരിക്കില്ല, ഉറപ്പ്. ഓക്കെ, ഒരുപോലെ ഇൻ ദ സെൻസ് സിമിലർ ടു ദ പേരൻറ്റ് പ്ലാന്റ് ആയിരിക്കില്ല. അതുകൊണ്ട് സെൽഫ് പോളിനേഷൻ ഈസ് സ്റ്റിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ, വേരിയേഷൻ ഉണ്ടാവും. ഇത് മനസ്സിലായോ? അതുകൊണ്ട് ഇതിനകത്ത് ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ ഓഫ്സ്പ്രിങ് ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്, മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്തു എന്നൊക്കെ തന്നെയാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗം. അപ്പോൾ അവിടെ എന്താണ്, ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ ഓഫ്സ്പ്രിങ് ഉണ്ടാവുന്നില്ല. ഇനി അപ്പോമിക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ സീഡ് ഉണ്ടായി ഇല്ലേ. ഫെർട്ടിലൈസേഷൻ വഴി സീഡ് ഉണ്ടാകുമ്പോഴല്ലേ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് രണ്ടുപേരുടെയും ക്യാരക്ടർ സീഡിൽ വരുന്നത്. ഇവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് ഒരു സീഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫെർട്ടിലൈസേഷൻ വഴി സീഡ് ഉണ്ടായാൽ ഇത് ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ അല്ല. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഈ പ്ലാന്റ് ഒരു സീഡ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദ പേരൻറ്റ് പ്ലാന്റ്. ഓക്കെ, അപ്പം അപ്പോമിക്സിസിനകത്ത് നമുക്ക് എന്താ, ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്ങിനെ കിട്ടും അല്ലേ. അതുകൊണ്ടല്ലേ അപ്പോമിക്സിസിൻ്റെ ലാസ്റ്റ് ഒരു വലിയ പാരഗ്രാഫ് പറയുന്നില്ലേ, എന്താണ് അപ്പോമിക്സിസിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നില്ലേ, പേരൻറ്റ് പ്ലാനെ പോലെ തന്നെയുള്ള ഒരു ഓഫ്സ്പ്രിങ്ങിനെ കിട്ടണമെങ്കിൽ, ഒരു പ്രോജനീനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അപ്പോമിക്റ്റ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഏതാണ് ഓപ്ഷൻ
4. Which condition still allows genetically identical offspring? Apomixis ആണ് ആൻസർ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A DNA fragment has blunt end. ഏതാണ് ക്വസ്റ്റ്യൻ, ഏതാണ് ചാപ്റ്റർ? ബയോടെക്നോളജി. Okay, biotechnology principles and processes. A DNA fragment has blunt ends and no overhangs. Which step become most difficult? Blunt endും നമുക്ക് blunt end ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ലെങ്കിലും നമ്മൾ പഠിപ്പിക്കാറുണ്ട് സാധാരണ സ്റ്റിക്കി എൻഡും ബ്ലണ്ട് എൻഡും. അപ്പം ഒരു എന്താണ്, ഒരു DNA ഇങ്ങനെയാണ്, നമ്മൾ ഒരു എൻസൈം വെച്ച് കട്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന DNA ഇങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് ബ്ലണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഇതുപോലൊരു വേറൊരു നമ്മളൊരു DNA എടുത്തു, നമ്മൾ വീണ്ടും അതിനെ ഒരു വേറെ ഏതോ ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്തു, നമുക്ക് കിട്ടുന്ന DNA ഇങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സ്റ്റിക്കി എൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ബ്ലണ്ട് എൻഡ് എന്ന് പറയും, ഇതിനെയാണ് നമ്മൾ സ്റ്റിക്കി എൻഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്റ്റിക്കി എൻഡിൽ നമുക്കറിയാം ഓവർ ഹാങ്ങിങ് ഉണ്ട്, അല്ലെങ്കിൽ അൺപെയർഡ് ബേസ് ഉണ്ട്, അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡഡ് റീജിയൻ ഉണ്ട് നമുക്കറിയാം, ശരിയല്ലേ? അപ്പം DNA ഫ്രാഗ്മെൻറ്റിന് ബ്ലണ്ട് എൻഡ് ആണുള്ളത്. അത് സ്റ്റിക്കി എൻഡ്, ഇത് ബ്ലണ്ട് ആണ്, ഓവർ ഹാങ് ഇല്ല. അങ്ങനെയാണെങ്കിൽ വിച്ച് സ്റ്റെപ്പ് ബിക്കംസ് മോസ്റ്റ് ഡിഫിക്കൾട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ 1 കട്ടിംഗ് DNA, കട്ട് ചെയ്യാനാണോ പാട്. പിന്നെ രണ്ടാമത്തെ ലൈഗേഷൻ എഫിഷ്യൻസി, ലൈഗേറ്റ് ചെയ്യാനാണോ പാട്, ലൈഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യാനാണോ പാട്. 3 DNA റെപ്ലിക്കേഷൻ, 4 ട്രാൻസ്ക്രിപ്ഷൻ. ബ്ലണ്ട് എൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ലൈഗേറ്റ് ചെയ്യാനാണ് പാട്, ഇല്ലേ? നമ്മളത് എവിടെയാണ്, നമ്മൾ ബ്ലണ്ട് എൻഡിൻ്റെ കാര്യമായിട്ടല്ല, സ്റ്റിക്കി എൻഡ് പഠിച്ചപ്പോൾ നമുക്കറിയാം സ്റ്റിക്കി എൻഡ് ഉണ്ടാവുന്നത് കൊണ്ട് എന്താണ് ഗുണം. നമ്മുടെ ഇൻസേർട്ട് DNA അല്ലെങ്കിൽ ഫോറിൻ DNAയിലും സ്റ്റിക്കി എൻഡ് ഉണ്ട്, അതിൻ്റെ കൂടെ വെക്ടർ DNAയിലും സ്റ്റിക്കി എൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. കാരണം സ്റ്റിക്കി രണ്ടും, അതായത് പ്ലാസ്മിഡ് DNA അല്ലെങ്കിൽ വെക്ടർ DNAയിലും സെയിം റെസ്ട്രിക്ഷൻ, ഏത് റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ടാണോ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫോറിൻ DNAയും കട്ട് ചെയ്താൽ രണ്ടുപേർക്കും ഒരേപോലത്തെ സ്റ്റിക്കി എൻഡ് വരികയും ആ സ്റ്റിക്കി എൻഡ് കൊണ്ട് നമുക്കതെന്താണ് ജോയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലേ? അങ്ങനെ പഠിച്ചിട്ടില്ലേ? സ്റ്റിക്കി എൻഡ് ഫെസിലിറ്റേറ്റ്സ് DNA ലൈഗേസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ സ്റ്റിക്കി എൻഡ് ഉണ്ടെങ്കിൽ ലിഗേസിന് കുറച്ച് എളുപ്പമാണ് പണിയെടുക്കാൻ, ആണല്ലോ. പക്ഷേ ഇവിടെ ബ്ലണ്ട് എൻഡ് ആകുമ്പോഴത്തേക്കും ലൈഗേഷൻ ചെയ്യാനുള്ള എഫിഷ്യൻസി ബുദ്ധിമുട്ടാണ്. അതെ, ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യില്ല. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ ഇവിടെ അൺപെയർഡ് ബേസിസ് ഒന്നുമില്ലല്ലോ. മറ്റൊരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ലിഗേസിന് വന്നിട്ട് എന്ത് ചെയ്യാം, ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഇല്ലേ? അപ്പോൾ എങ്ങനെയാണ്, DNA കട്ട് ചെയ്യാനാണോ പാട്? ഓൾറെഡി DNA കട്ട് ചെയ്തിട്ടാണ് ബ്ലണ്ട് എൻഡ് ഉണ്ടായിരിക്കുന്നത്, ഇനി DNA കട്ട് ചെയ്യണോ? വേണ്ട, കട്ട് ചെയ്യാനല്ല. ലൈഗേഷൻ എഫിഷ്യൻസി കുറയും. ബ്ലണ്ട് എൻഡ് ചെയ്യാറുണ്ട്, ബ്ലണ്ട് എൻഡ് വെച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസോന്യൂക്ലിയസ്, അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഫർദർ പ്രൊസീജിയർ എന്തെങ്കിലും ചെയ്യും, പിന്നെയും കാര്യം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ലൈഗേഷൻ എഫിഷ്യൻസി അല്ലേ എഫക്റ്റഡ് ആവുക. ഓക്കെ, അപ്പം കട്ടിംഗ് DNA ആണോ? അല്ല. ലൈഗേഷൻ എഫിഷ്യൻസി ആണ്. DNA റെപ്ലിക്കേറ്റ് ചെയ്യാനാണോ? നമ്മൾ പിന്നെ DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ ഇവിടെ? ഇല്ല. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ആണോ? അല്ല. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ 2. കിട്ടിയില്ലോ? അടുത്ത RNA ഇൻറ്റർഫറൻസ് റിസൾട്ട്സ് ഇൻ, വീണ്ടും ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ RNA ഇൻറ്റർഫറൻസ്, പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ നെമറ്റോഡ് റെസിസ്റ്റൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് നമുക്കൊരു RNA ഇൻറ്റർഫറൻസ് പഠിക്കാനില്ലേ? RNA ഇൻറ്റർഫറൻസ് റിസൾട്ട്സ് ഇൻ DNA റെപ്ലിക്കേഷൻ, ജീൻ സൈലൻസിങ്, പ്രോട്ടീൻ ആക്ടിവേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ ഇൻക്രീസ്. ഏതാണ് ആൻസർ വരിക? RNA ഇൻറ്റർഫറൻസ് കാരണമാണോ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്? അല്ല. RNA ഇൻറ്റർഫറൻസ് കാരണം നമുക്കറിയാം ഒരു ടാർഗറ്റ് mRNA നമ്മൾ എന്താണ് സൈലൻസ് ചെയ്ത് അതിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവാൻ സമ്മതിക്കില്ല, ഇല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു ജീൻ, ആ ജീനിൽ നിന്ന്, ജീൻ എന്ന് പറഞ്ഞാൽ DNA ആണ്, അല്ലേ? ആ ജീനിൽ നിന്ന് mRNA ട്രാൻസ്ക്രിപ്ഷൻ വഴി ഉണ്ടായി, അതിൽ നിന്ന് പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ വഴി ഉണ്ടായാൽ നമ്മൾ ഇതിനെ പറയും ജീൻ എക്സ്പ്രസ്ഡ് ആയി, ഇല്ലേ? അതേസമയം ആ ജീനിൽ നിന്ന് പ്രോട്ടീൻ, ഈ പ്രോസസ്സൊക്കെ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ടായില്ല എന്ന് വിചാരിച്ചോ, ഈ പ്രോട്ടീൻ ഉണ്ടായില്ല, അങ്ങനെയാണ് നമ്മൾ ഈ പ്രോസസ്സിനെ പറയും സൈലൻസ് ചെയ്തു. ഇതിനകത്ത് ഏതാണ് RNA ഇൻറ്റർഫറൻസിനകത്ത് ചെയ്യുന്നത്? നമ്മൾ ജീനിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടായിക്കോട്ടെ എന്നാണോ വിചാരിക്കുന്നത്? അല്ല, ഒരു ടാർഗറ്റ് mRNA നമ്മൾ അവിടെ എന്താണ് ഇൻഹിബിറ്റ് ചെയ്യുക ചെയ്യുന്നത്, എന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാവാൻ സമ്മതിക്കില്ല, ഇല്ലേ? അപ്പോൾ നമ്മൾ എന്താ സൈലൻസ് അല്ലേ ചെയ്തത്? ഒരു ജീനിനെ നമ്മൾ സൈലൻസ് ചെയ്തു. അപ്പോൾ ചിലരൊക്കെ നമ്മൾ mRNA അല്ലേ നമ്മൾ ഡീഗ്രേഡ് ചെയ്തത്? അതെ, mRNA ഡീഗ്രേഡ് ചെയ്തു. ആരുടെ mRNA ഡീഗ്രേഡ് ചെയ്തത്? ജീൻ്റെ അല്ലേ? ജീനിനെ എന്നിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിച്ചോ? ഇല്ല. അപ്പോൾ ഏതാണ് വേണ്ടത്? DNA റെപ്ലിക്കേഷൻ ആണോ? അല്ല. ജീൻ സൈലൻസിങ് അല്ലേ? പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യുവാണോ ചെയ്തത്? പ്രോട്ടീനേ ഉണ്ടായില്ല, പിന്നെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? അതല്ല. ഓക്കെ,
ട്രാൻസ്ക്രിപ്ഷൻ ഇൻക്രീസസ്. ട്രാൻസ്ക്രിപ്ഷൻ ഇൻക്രീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? RNA ഡിഫറൻസിൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ കൂടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ട്രാൻസ്ക്രിപ്ഷൻ നോർമലി നടക്കും, MRN ഉണ്ടാവും, പക്ഷേ നമ്മൾ എന്താണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ പ്രിവെൻറ്റ് ചെയ്യും, ഇല്ലേ? അപ്പം ഇതുമല്ല ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഇസ് 2, ജീൻ സൈലൻസ്. ഓക്കെ, അടുത്ത്. If gene therapy fails, likely cause. Same chapter, biotechnology applications. അല്ലേ? If gene therapy fails, gene therapy എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ADA ഡെഫിഷ്യൻസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീൻ തെറാപ്പി ഫെയിൽ ആയാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലൈക്ലി കോസ് ഈസ് DNA നോട്ട് ഇൻസേർട്ടഡ്. ചിലപ്പോൾ DNA ഇൻസേർട്ടഡ് ആയി കാണില്ല, അല്ലേ? ജീൻ നോട്ട് എക്സ്പ്രസ്, ഇൻസേർട്ടഡ് ആയി പക്ഷേ എക്സ്പ്രസ്ഡ് ആയി കാണില്ല. 3, പ്രോട്ടീൻ നോൺ ഫോംഡ്. ജീൻ എക്സ്പ്രസ്, ജീൻ ഇൻസേർട്ട് ചെയ്തു പക്ഷെ എന്താണ് പ്രോട്ടീൻ ഉണ്ടായില്ല. ഓൾ ദ എബവ്. ഏതാണ് ആൻസർ വരിക? ആലോചിച്ച് ഏതാണ് ആൻസർ വരിക? ഏതാണ് ആൻസർ വരിക? ആരൊന്നും പറയുന്നില്ല. ആൻസർ ഏതാണ് വരിക? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അവർ പറഞ്ഞേക്കുന്നത് ലിംഫോസൈറ്റ്സ് ആർ നോട്ട് ഇമ്മോർട്ടൽ, ആ ഒരു കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഒരു റീകോമിനൻ്റ് DNA ടെക്നോളജി ചെയ്യുമ്പോൾ ഇതിൽ ഏത് കേസ് വേണമെങ്കിലും വന്നേക്കാം. നമ്മൾ ജീൻ തെറാപ്പി ചെയ്യുമ്പോഴത്തേക്കും ജീൻ തെറാപ്പി ഫെയിൽ ആയാൽ ചിലപ്പം അതിന് കാരണം DNA ഇൻസേർട്ടഡ് ആയി കാണില്ല. ഇനി ഇൻസേർട്ടഡ് ആയ DNA ചിലപ്പം എക്സ്പ്രസ് ചെയ്ത് കാണില്ല. എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പ്രോട്ടീൻ ഉണ്ടായി കാണില്ല. ഇത് ഏത് വേണമെങ്കിലും അവിടെ നമുക്ക് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രോബ്ലമാണ്. അവിടെ ആ സമയത്ത് ഒരു പ്രോബ്ലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്താണ് അത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലെങ്കിൽ പെർമനൻ്റ്ലി ക്യൂർ അല്ലാത്തത് എന്തുകൊണ്ടാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അതല്ല, ജീൻ തെറാപ്പി ഫെയിൽ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞേക്കുന്നത്. ഫെയിൽ ആവുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. DNA ഇൻസേർട്ടഡ് ആവാത്തത് കൊണ്ടായിരിക്കാം, ഇൻസേർട്ടഡ് ആയ DNA എക്സ്പ്രസ്ഡ് ആവാത്തത് കൊണ്ടായിരിക്കാം, എക്സ്പ്രസ്ഡ് ആവാത്തത് കൊണ്ട് പ്രോട്ടീൻ ഉണ്ടായില്ല അതുകൊണ്ടായിരിക്കാം. ഓൾ ദ എബവ്. ഓപ്ഷൻ 4, യെസ്. അടുത്ത പറയട്ടെ. അസേർഷൻ റീസൺ ആണ്, നോക്കാം. അസേർഷൻ PCR ഫെയിൽസ് വിത്തൗട്ട് പ്രൈമേഴ്സ്. വീണ്ടും ബയോടെക്നോളജി അല്ലേ? PCR ഫെയിൽസ് വിത്തൗട്ട് പ്രൈമേഴ്സ്. ഒരു PCR നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മളൊരു DNA ഫ്രാഗ്മെൻറ്റിൻ്റെ ആംപ്ലിഫൈ ചെയ്യാൻ പോവാം, അതിൻ്റെ കോപ്പീസ് എടുക്കാൻ പോവാം. കോപ്പീസ് എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് പ്രൈമർ ഇടണം. നമ്മൾ ആ ഒരു PCR ട്യൂബ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഏത് DNA ഫ്രാഗ്മെൻ്റ് ആണോ ആംപ്ലിഫൈ ചെയ്യേണ്ടത് അത് കൊടുക്കണം. രണ്ടാമത് പ്രൈമർ കൊടുക്കണം. മൂന്നാമത് ടാഗ് പോളിമറേസ് കൊടുക്കണം. നാലാമത് ന്യൂക്ലിയോടൈഡ്സ് കൊടുക്കണം, ആണല്ലോ. പിന്നെ അതിനൊക്കെ ആക്ട് ചെയ്യാൻ ഒരു ബഫർ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പോലെ എന്തെങ്കിലും സാധനം കൊടുക്കണം. ഇത്രയും സാധനമാണ് നമ്മൾ ആ ട്യൂബിനകത്ത് വെക്കുന്നത്. PCR ഇട്ടില്ലെങ്കിൽ പ്രൈമർ ഇട്ടില്ലെങ്കിൽ PCR ഫെയിൽസ് വിത്തൗട്ട് പ്രൈമേഴ്സ്. അതാ പറഞ്ഞേക്കുന്നത്. പ്രൈമർ ഇട്ടില്ലെങ്കിൽ PCR ഫെയിൽസ്. എന്തായി? ശരിയല്ലേ? PCR നടക്കുമോ? പ്രൈമർ ഇട്ടില്ലെങ്കിൽ PCR അറിയാൻ പറ്റുമോ ഏത് ജീനാണ് ഇപ്പോൾ പോയിട്ട് എന്താണ് ആംപ്ലിഫൈ ചെയ്യേണ്ടത്, എവിടെയാണത് ബൈൻഡ്, അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ എന്താണ്? PCR ഫെയിൽസ് വിത്തൗട്ട് പ്രൈമേഴ്സ്. അസേർഷൻ ശരിയല്ലേ? അതെ. DNA പോളിമറേസ് റിക്വയർസ് എ ഫ്രീ 3'OH ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് പ്രൈമർ കൊടുത്തില്ലെങ്കിൽ എന്താണ് PCR ഫെയിൽ ആവുന്നത്? കാരണം പ്രൈമർ എന്ന് പറഞ്ഞ സാധനം അവിടെ പോയി ഇരുന്നാൽ മാത്രമേ ഒരു ഫ്രീ 3'OH വരുള്ളൂ. ആ ഫ്രീ 3'OH ഉണ്ടെങ്കിൽ മാത്രമേ DNA പോളിമറേസിന് പണി തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ DNA പോളിമറേസ് എത്ര എഫിഷ്യൻ്റ് എൻസൈം ആണെങ്കിലും ഒരു ഡ്രോബാക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞേക്കുന്നത് ആ ഡ്രോബാക്ക് നമ്മൾ ജെനറ്റിക്സ് അല്ലെങ്കിൽ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിനകത്ത് പഠിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ ഡ്രോബാക്ക്? എന്താ? എത്ര എഫിഷ്യൻ്റ് ആണെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റില്ല. ഒരു പണി ആരെങ്കിലും ചെയ്ത് വെച്ചിട്ട് ബാക്കി മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ, ഇല്ലേ? അപ്പോൾ എന്താണ്? DNA പോളിമറേസിന് ഒരു ഫ്രീ 3'OH ഗ്രൂപ്പ് വേണ്ടത് കൊണ്ടാണ് നമ്മളൊരു പ്രൈമർ ഇട്ട് കൊടുക്കുന്നത്, ആണല്ലോ. ആ പ്രൈമർ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എന്താണ്? DNA പോളിമറേസ് ഇത് ചെയ്യുമോ? PCR ചെയ്യുമോ? ഇല്ല. ആംപ്ലിഫൈ ചെയ്യുമോ? ഇല്ല. ഓക്കെ. അപ്പം DNA പോളിമറേസ് റിക്വയർസ് എ ഫ്രീ 3'OH ഗ്രൂപ്പ്. അതുകൊണ്ടാണ് PCR-നകത്ത് പ്രൈമർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് ഫെയിൽ ആവുന്നത്. ഓക്കെ. അപ്പം അസേർഷനും ശരി, റീസണും ശരി, കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ? പ്രൈമർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ PCR ഫെയിൽ ആവുന്നതിന് കാരണം DNA പോളിമറേസിന് ഒരു ഫ്രീ 3'OH വേണം, വിച്ച് ഈസ് ഗിവൺ ബൈ പ്രൈമർ. ഓക്കെ. അപ്പം ഓപ്ഷൻ 1. അടുത്ത് നോക്കാം. Which of the following combinations is incorrectly matched under stress physiology? Plant physiology ആണ് question. Which of the following combination is incorrectly matched under stress physiology? Abscisic acid, stomatal closure നമുക്കറിയാം. സ്ട്രെസ്സിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെസ് ഹോർമോൺ ആണ് അബ്സിസിക് ആസിഡ്.
സ്റ്റൊമേറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് അതിൻ്റെ ജോലി. കാരണം സ്ട്രെസ്സാണ്, വാട്ടർ സ്ട്രെസ്സാണെന്ന് വിചാരിച്ചോ, വെള്ളം ഇല്ല, ആ സമയത്ത് സ്റ്റൊമേറ്റ് തുറന്നു വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉള്ള വെള്ളം കൂടെ പോകും ഇല്ലേ. അപ്പോൾ സ്റ്റൊമേറ്റ് ക്ലോസ് ചെയ്യണം. സ്റ്റൊമേറ്റ് ക്ലോഷർ ആണല്ലോ. മാച്ച് ഉണ്ടല്ലോ. ഓക്കെ, മാച്ച് ഉണ്ട്. എത്തിലിൻ സെനസെൻസ് ആണ് അല്ലേ, റൈപ്പനിങ്ങിൻ്റെ സമയത്തും സെനസെൻസിൻ്റെ സമയത്തും ഉണ്ടാകുന്ന ഹോർമോണാണ്. അതും മാച്ച് ഉണ്ടല്ലോ. ഓക്കെ. സൈറ്റോകൈനിൻ ഡിലേ ഓഫ് ലീഫ് അബ്സിഷൻ ആണ്. ലീഫ് സെനസെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ലീഫ് അബ്സിഷൻ. സെനസെൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അബ്സിഷൻ ആണ് നടക്കാൻ പോണത് അല്ലേ. അപ്പം ന്യൂട്രിൻ മൊബിലൈസ് ചെയ്ത് സൈറ്റോകൈനിൻ എന്ത് ചെയ്യും, ഡിലേ ഓഫ് ലീഫ് സെനസെൻസിന് കാരണമാകും. അതും ശരിയാണ്. ഗിബർലിൻ ഇൻഡക്ഷൻ ഓഫ് ഡോർമൻസി ആണോ? അല്ല. ഗിബർലിൻ ഇസ് ഫോർ സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേറ്റ് ചെയ്യാനാണ് ഗിബർലിൻ വേണ്ടത്. ഡോർമൻസിയിലേക്ക് പോകാൻ എന്താ വേണ്ടത്? അബ്സസിക് ആസിഡ് ആണ് വേണ്ടത്. അപ്പം ഗിബർലിൻ ഇൻഡക്ഷൻ ഓഫ് ഡോർമൻസി അല്ല ഇവിടെ വരേണ്ടത്, ജെർമിനേഷൻ ആയിരുന്നു ഇവിടെ വരേണ്ടത്. ഡോർമൻസി വന്നത് കൊണ്ട് ഇത് തെറ്റല്ലേ. എന്നെ ചോദിച്ചേക്കുന്നത് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ഏതാണ്? ഓപ്ഷൻ 4 കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത നോക്കാം. A plant shows following features. High rate of photosynthesis, high rate of photorespiration. Photorespiration high rate ആണ്. Carbon dioxide fixation in mesophyll. Bundle sheath cells present but not functionally specialized. Which of the following is most appropriate? Rubisco has higher affinity for carbon dioxide than oxygen. Cran's anatomy is present but inactive. Glycolate metabolism is high due to oxygenation activity. PEP carboxylase is the primary carboxylating enzyme. Okay. A plant shows the following feature. High rate of photorespiration എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ അറിയാം ഏത് പ്ലാന്റാ. C3 പ്ലാന്റ് ആണോ C4 പ്ലാന്റ് ആണോ? C4 പ്ലാന്റിനകത്ത് ഫോട്ടോറെസ്പിറേഷൻ ഉണ്ടോ? ഇല്ല. C3 പ്ലാന്റ് ആണ്. അപ്പം നമുക്കറിയാം ഇതിൽ നിന്ന് കിട്ടുന്ന ക്ലൂ അതൊരു C3 പ്ലാന്റാണ്. കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഇൻ മീസോഫിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ക്ലൂവിൽ തന്നെ ഉണ്ട് C3യിലാണ്. ഇതിനകത്തുനിന്നും C3 ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം അവിടെ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ മീസോഫിൽ തന്നെയാണ് നടക്കുന്നത്. ബണ്ടിൽ ഷീറ്റ് സെൽസ് ഉണ്ട്, പക്ഷേ ഇനാക്റ്റീവാണ്. ശരിക്കും പറഞ്ഞാൽ C3ക്കും C4നും ബണ്ടിൽ ഷീറ്റ്സ് ഉണ്ട്. എവിടെയാണ് ക്രാൻസ് അനാറ്റമിയിൽ ബണ്ടിൽ ഷീറ്റിന് ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് ചോദിച്ചാൽ C4-നകത്താണ്. അപ്പോൾ അതെന്താ ഫങ്ഷണലി സ്പെഷ്യലൈസ്ഡ് അല്ലാന്ന് എഴുതിയേക്കുന്നത് എന്ന് വെച്ചാൽ C3 തന്നെ അല്ലേ. C4-നകത്ത് ബണ്ടിൽ ഷീറ്റ് സെൽസ് ഉണ്ട്, ഇറ്റ് ഇസ് ഫങ്ഷണലി സ്പെഷ്യലൈസ്ഡ് ആസ് ക്രാൻസ് അനാറ്റമിയിൽ പറയുന്ന പോലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? അപ്പോൾ റുബിസ്കോ ഹാസ് ഹയർ അഫിനിറ്റി ഫോർ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന് ഹയർ അഫിനിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ വരുമായിരുന്നോ? ഇല്ല. ഓക്സിജനോട് ഹയർ അഫിനിറ്റി വരുമ്പോഴാണ് ഫോട്ടോ റെസ്പിറേഷൻ വരിക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? നോർമൽ കേസിൽ പറയാം, പക്ഷേ ഇവർ തന്നിട്ടുണ്ട് ഹൈ റേറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ തന്നതുകൊണ്ട് നമുക്ക് പറയാം ഇപ്പോൾ കാർബൺ ഡയോക്സൈഡിന് അഫിനിറ്റി കുറവാണ് അല്ലേ. ക്രാൻസ് അനാറ്റമി ഈസ് പ്രസന്റ് ബട്ട് ഇനാക്റ്റീവ്, അത് പറയാൻ പറ്റുമോ? ബണ്ടിൽ ഷീറ്റ് സെൽസ് ഉള്ളതുകൊണ്ട് മാത്രം ക്രാൻസ് അനാറ്റമി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ക്രാൻസ് അനാറ്റമി ഇല്ല. ഓക്കെ, അപ്പം അതും തെറ്റാ. ഗ്ലൈക്കോളേറ്റ് മെറ്റബോളിസം എന്ന് വെച്ചാൽ ഏതാ? C2 അല്ലേ, C2 സൈക്കിൾ അല്ലേ ഗ്ലൈക്കോളേറ്റ് മെറ്റബോളിസം. ഈസ് ഹൈ ഡ്യൂ ടു ഓക്സിജനേഷൻ ആക്ടിവിറ്റി. അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഹൈ റേറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ എന്തുകൊണ്ടുണ്ടായി? ഓക്സിജനേഷൻ ഉണ്ടായതുകൊണ്ട്. ഓക്സിജനേഷൻ ഉണ്ടായതുകൊണ്ട് ഏത് സൈക്കിൾ ഉണ്ടായി? ഫോട്ടോ റെസ്പിറേഷൻ. എന്ന് വെച്ചാൽ C2 സൈക്കിൾ, എന്ന് വെച്ചാൽ ഗ്ലൈക്കോളേറ്റ് മെറ്റബോളിസം. അപ്പോൾ ഓപ്ഷൻ 3 അല്ലേ. പെപ് കാർബോക്സൈലേസ് C4 സൈക്കിളാണ്. C4 സൈക്കിളാണ്, C4 പ്ലാന്റ് ആണ്. C4 പ്ലാന്റ് കാര്യമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ക്ലൂസ് വന്നിട്ടുണ്ട് C3 പ്ലാന്റ് ആണെന്നുള്ളത്. അപ്പോൾ ഏതാണ്? ഇതും തെറ്റി. വായിച്ച് ഫുൾ നോക്കേണ്ട ആവശ്യം പോയില്ല. പെപ് കാർബോക്സൈലേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയില്ല എന്ന്, എന്നാലും മുഴുവൻ വായിച്ച് നോക്കണേ. പെപ് കാർബോക്സൈലേസ് ഇസ് എ പ്രൈമറി കാർബോക്സൈലേറ്റിംഗ് എൻസൈം ഇൻ C4 പ്ലാന്റ്. നമ്മളിവിടെ C3 പ്ലാന്റിനെ പറ്റി പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഇസ് 3. അടുത്ത് നോക്കാം. A mutation leads to absence of casparin strips in roots. Which consequence is most logical? Casparin strips നമുക്കറിയാം അനാറ്റമിയിലാണ് പഠിക്കാനുള്ളത്. എവിടെ? റൂട്ടിലാണ് പഠിക്കാനുള്ളത്. മോണോക്കോട്ട് റൂട്ടായാലും ഡൈക്കോട്ട് റൂട്ടായാലും എൻഡോഡേർമിസിൽ നമുക്ക് എന്താണ്? കാസ്പെറിൻ സ്ട്രിപ്സ് കാണാം, വിച്ച് സുബറിൻ ഡെപ്പോസിഷൻ ഇല്ലേ. അതെന്താണെന്നല്ലോ. മ്യൂട്ടേഷൻ ലീഡ്സ് ടു ആബ്സെൻസ് ഓഫ് കാസ്പെറിൻ സ്ട്രിപ്സ്. എന്തോ മ്യൂട്ടേഷൻ സംഭവിച്ചു, റൂട്ടിൽ കാസ്പെറിൻ സ്ട്രിപ്സ് ഇല്ലേ ഇപ്പം. അങ്ങനെയാണെങ്കിൽ വിച്ച് കോൺസിക്വൻസസ് മോസ്റ്റ് ലോജിക്കൽ? എന്ത് സംഭവിക്കും? അപ്പം നമുക്ക് എന്താ അറിയണം? കാസ്പെറിൻ സ്ട്രിപ്പിൻ്റെ ഫംഗ്ഷൻ അറിയാമെങ്കിലല്ലേ കാസ്പെറിൻ സ്ട്രിപ്പ് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് റൂട്ട് ഇതാണെങ്കിൽ
ഇതാണ് റൂട്ട്. നമ്മളിങ്ങനെ സെക്ഷൻ സെക്ഷൻ എടുക്കുന്നതിന് പകരം ഞാനിങ്ങനെ വേർട്ടിക്കലായിട്ട് കാണിച്ചേക്കാം. ഒരു റൂട്ടിനെ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് കട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് സെക്ഷൻ അല്ല കാണിച്ചിരിക്കുന്നത്, ക്രോസ് സെക്ഷൻ അല്ല കാണിച്ചേക്കുന്നത്, അല്ലാണ്ട് വേർട്ടിക്കലായിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, എപ്പിഡാമിസ് ഉണ്ട്. അപ്പോൾ ഇത് എപ്പിഡാമിസ് ആണെങ്കിൽ, ഇത് കോർട്ടെക്സ് ആണെങ്കിൽ, ഇത് എൻഡോഡേമിസ് ആണെങ്കിൽ, ഇത് പെരിസൈക്കിൾ ആണെങ്കിൽ, ഇവിടെ എന്തുണ്ട്, സൈലം ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം വെള്ളം എങ്ങനെയാണ്, ഇതുപോലെ അങ്ങോട്ടും ഉണ്ട്. അവിടുന്ന് എപ്പിഡാമിസ് ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചപ്പോൾ സ്ഥലം കൂടിയെന്നേ ഉള്ളൂ. അപ്പോൾ വാട്ടർ ഏത് വഴിയാണ് കയറുക, വാട്ടർ ഇത് വഴി എപ്പിഡാമിസ് വഴി, ഒരു റൂട്ട് ഹെയർ വഴി വാട്ടർ ഇവിടുന്ന് കയറി എപ്പിഡാമിസ് കഴിഞ്ഞു, കോർട്ടെക്സ് കഴിഞ്ഞു, എൻഡോഡേമിസ് കഴിഞ്ഞിട്ട്, എൻഡോഡേമിസ് കഴിഞ്ഞാൽ പിന്നെ എത്താൻ പോണത് ഇനി സൈലത്തിലോട്ടാണ്. പെരിസൈക്കിൾ കഴിഞ്ഞാൽ സൈലത്തിലോട്ടാണ് എത്താൻ പോണത് ഇല്ലേ. സൈലത്തിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം മുകളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. പിന്നെ അങ്ങോട്ട് പോവോ വെള്ളം ഇല്ല, മുകളിലോട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്ത് എൻഡോഡോമസ് കഴിഞ്ഞിട്ടാണ് സൈലത്തിലേക്ക് പോവുക. സൈലത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം മുകളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും ആണല്ലോ. അപ്പം എൻഡോഡോമസ് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ആക്ട് ചെയ്തേക്കാം. എന്തിനാണ് ചെക്ക് പോസ്റ്റ് പോലെ ആക്ട് ചെയ്യുന്നത് എൻഡോഡോമസ്? അതായത് പുറത്തുനിന്ന് കയറി വരുന്ന വെള്ളത്തിൽ വേണ്ടാത്തതും വേണ്ടുന്നതുമായിട്ടുള്ള മിനറൽസ് ഉണ്ടാവും. വേണ്ടാത്ത മിനറൽസിനെയൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ അവിടെ ഒരു കൺട്രോൾ വേണം. ആ ഒരു ചെക്ക് പോസ്റ്റ് ആണ്. വേണ്ടുന്ന ആൾക്കാരെ മാത്രമേ അങ്ങോട്ട് കടത്തിവിടാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ കടത്തിവിടുന്നതിനെയാണ് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ എൻഡോഡോമസിൽ ആക്ട് ചെയ്യുന്ന ആളാണ് ആര്, കാസ്പേരിയൻ സ്ട്രിപ്പ്. ഓക്കെ, കാസ്പേരിയൻ സ്ട്രിപ്പ് എൻഡോഡോമസിനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കറിയാം റേഡിയൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വോളിൽ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെയാണ് കാസ്പേരിയൻ സ്ട്രിപ്പ് ആക്ട് ചെയ്യുന്നത്. കാസ്പേരിയൻ സ്ട്രിപ്പ് അവിടെ ഇല്ല എങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാതെ ആയിരിക്കും വെള്ളം അങ്ങോട്ട് പോവുക. ഓക്കെ, സൈലത്തിന് എന്ത് സൈലത്തിലെത്തിയാലും സൈലം മുകളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് സൈലത്തിലെത്തിയാൽ സൈലം ഇത് നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ടല്ല മുകളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അതുപോലെ വെള്ളം ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും വെള്ളം ഇവിടുന്ന് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് എൻഡോഡോമസിലെത്തുമ്പോഴാണ് അവിടെ ഒരു എന്താണ് അവിടെ പറയുക, അവിടെ ഒരു കൺട്രോൾ ഉണ്ടാവുക. ഓക്കെ, അപ്പം അതാണ് കാസ്പേരിയൻ സ്ട്രിപ്സിൻ്റെ പ്രത്യേകത. ഇൻക്രീസ്ഡ് സെലക്ടിവിറ്റി ഓഫ് അയൺ അപ്ടേക്ക്. കാസ്പേരിയൻ സ്ട്രിപ്പ് ഇല്ല. കാസ്പേരിയൻ സ്ട്രിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ സെലക്ട് ചെയ്യാമെന്ന് പറയായിരുന്നു. വേണ്ട ആൾക്കാരെ മാത്രം കടത്തിവിടുന്ന ഒരു സാധനമായിട്ട് നിങ്ങൾ ആലോചിക്കുക. വേണ്ടുന്ന ആൾക്കാർ മാത്രം അങ്ങോട്ട് പോയാൽ മതി, വേണ്ടാത്ത ആൾക്കാരൊന്നും പോകണ്ടെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ സെലക്ടിവിറ്റി കൂടുവാണോ? ഇല്ല. മ്യൂട്ടേഷൻ നടന്ന് കാസ്പേരിയൻ സ്ട്രിപ്പ് പോയില്ലേ? അപ്പോൾ ഇല്ല. അപ്പോൾ ഇൻക്രീസ്ഡ് സെലക്ടിവിറ്റി അല്ല. അൺകൺട്രോൾഡ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ടു സ്റ്റീൽ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എൻഡോഡോമസ് കഴിഞ്ഞ അകത്തോട്ടുള്ളതിനെല്ലാം നമ്മൾ സ്റ്റീൽ എന്നല്ലേ വിളിക്കുക അല്ലേ. അപ്പം അൺകൺട്രോൾഡ് ആണ്. ഇനി ആർക്ക് വേണമെങ്കിലും പോകാം അങ്ങോട്ട്, അതാണ് അവസ്ഥ. അപ്പോൾ ഇതല്ലേ ശരിയല്ലേ ഇത്? കംപ്ലീറ്റ് ബ്ലോക്കേജ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ. അങ്ങനെയാണോ? വെള്ളം അബ്സോർബ് ചെയ്യാനേ പറ്റുന്നില്ല, അങ്ങനെയല്ല. വെള്ളം കൺട്രോൾ ഇല്ലാതെ അകത്തോട്ട് പോവുകയാണ് ചെയ്യുക. തെറ്റല്ലേ? എൻഹാൻസ്ഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇൻ കോർട്ടെക്സ്. അങ്ങനെയാണോ? കോർട്ടെക്സിൻ്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞത്, എൻഡോഡോമസിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഏതാണ് ആൻസർ? ഏതാണ് വരുന്നത്? ഓപ്ഷൻ 2. കിട്ടുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് why C4 plants outperform C3 plants under high temperature? ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ എന്തുകൊണ്ട് C4 പ്ലാന്റ്സ് ആണ് കൂടുതൽ ഔട്ട് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഔട്ട് പെർഫോം ചെയ്യുന്നത് C3 പ്ലാന്റ്സിനെക്കാളെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ 1, റുബിസ്കോ ആക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഓപ്ഷൻ 2, ഫോട്ടോ റെസ്പിറേഷൻ ഇസ് മിനിമൈസ്ഡ് ഡ്യൂ ടു സ്പേഷ്യൽ സെപ്പറേഷൻ. 3, ATP കൺസംഷൻ ഇസ് ലോവർ. 4, ഓൾ ദ എബവ്. ഏതാണ് ആൻസർ വരുന്നത്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് വൈ C4 പ്ലാന്റ്സ്? എന്തുകൊണ്ടാണ് C4 പ്ലാന്റ് ഹൈ ടെമ്പറേച്ചറിൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് C3 പ്ലാന്റിനെക്കാളും? ഹൈ ടെമ്പറേച്ചറിൽ C3 പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം വരാൻ പോകുന്നത് ഫോട്ടോ റെസ്പിറേഷനാണ്. പക്ഷേ C4 പ്ലാന്റിന് അവിടെ ഒരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്പേഷ്യൽ സെപ്പറേഷൻ ഉണ്ട്. ഇനീഷ്യൽ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ നടക്കുന്ന മീസോഫിലിനകത്തും പിന്നെ എന്താണ് C3 സൈക്കിൾ നടക്കുന്നത് എവിടെയാണ്? ബണ്ടിൽ ഷീറ്റ് സെൽസിനകത്തുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്പേഷ്യലി ഇത് രണ്ടും സെപ്പറേറ്റഡ് ആയതുകൊണ്ട് എന്താണ് ഇവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ മിനിമൈസ് ചെയ്ത് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും അവർക്ക് എന്താണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോൾ അതുകൊണ്ടല്ലേ നോക്കാം. റുബിസ്കോ ആക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അങ്ങനെ എന്തോ ടെമ്പറേച്ചർ കൂടുമ്പോൾ റുബിസ്കോൻ്റെ ആക്ടിവിറ്റി കൂടും, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. ഫോട്ടോ റെസ്പിറേഷൻ ഇസ് മിനിമൈസ് ഡ്യൂ ടു സ്പേഷ്യൽ സെപ്പറേഷൻ. അതല്ലേ വരുന്നത്? സ്പേഷ്യലി സെപ്പറേറ്റഡ് ആണ് അല്ലേ. ഇനീഷ്യൽ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത് മീസോഫിൽ സെല്ലിനകത്തും C3 സൈക്കിൾ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റിനകത്തും. അവിടെ രണ്ടും സ്പേഷ്യലി സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫോട്ടോ റെസ്പിറേഷൻ മിനിമൈസ് ചെയ്യാൻ C4 പ്ലാന്റ്സിന് പറ്റുന്നുണ്ട് ആണല്ലോ. അപ്പോൾ അതല്ലേ ആൻസർ വരുന്നത്. ATP കൺസംഷൻ ഇസ് ലോവർ. ATP കൺസംഷൻ ലോവർ ആയതുകൊണ്ടാണോ C4 പ്ലാന്റ്സ് ഔട്ട് പെർഫോം ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ്? ഓൾ ദ എബവ് ആണോ? അല്ല. ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
In secondary growth, if vascular cambium becomes inactive suddenly, which tissue formation stops immediately? Anatomy of flowering plants. Secondary growth in the vascular cambium inactive ആയി. Okay, vascular cambium active ആണെങ്കിൽ vascular cambium എന്താ produce ചെയ്യുക? ഇതാണ് vascular cambium എന്ന് വിചാരിക്കുക. Vascular cambium active ആയിട്ടുള്ള vascular cambium നമുക്കറിയാം towards inside cells cut off ചെയ്യും, towards outside cells cut off ചെയ്യും. Towards inside ആണെങ്കിൽ they are secondary xylem and towards outside it is secondary phloem എന്ന് നമുക്കറിയാം ആണല്ലോ. പിന്നെ അകത്തോട്ടും പുറത്തോട്ടും സെക്കൻഡറി മെഡുലറി റേസും ഉണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാസ്കുലർ cambium ഇനാക്റ്റീവ് ആയാൽ വിച്ച് ടിഷ്യൂ ഫോർമേഷൻ സ്റ്റോപ്സ് ഇമ്മീഡിയറ്റ്ലി? ഏതാ? പ്രൈമറി സൈലാണോ? അതിന് പ്രൈമറി സൈലം വാസ്കുലർ cambium ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതല്ല. സെക്കൻഡറി ഫ്ലോ ആണോ? ആ സെക്കൻഡറി ഫ്ലോ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഇതാവാം. ശരിയല്ലേ? കോർട്ടെക്സ് ആണോ? കോർട്ടെക്സ് ഉണ്ടാക്കുന്ന വാസ്കുലർ cambium ആണോ? അല്ല. പെരിഡോം ഉണ്ടാക്കുന്ന വാസ്കുലർ cambium ആണോ? അല്ല, അത് കോർ cambiumത്തിന്റെ പണിയാണ്. അതുമല്ല. അപ്പോൾ വാസ്കുലർ cambium ഇനാക്റ്റീവ് ആയാൽ വിച്ച് ടിഷ്യൂ ഫോർമേഷൻ സ്റ്റോപ്സ് ഇമ്മീഡിയറ്റ്ലി? പെട്ടെന്ന് നിൽക്കുന്നത് ഏതാണ്? സെക്കൻഡറി ഫ്ലോയം അല്ലേ? സെക്കൻഡറി ഫ്ലോയും സെക്കൻഡറി സൈലും ഓപ്ഷനിൽ സെക്കൻഡറി ഫ്ലോയം മാത്രമേ ഉള്ളത് കൊണ്ട് നമ്മളത് എഴുതുന്നു. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റ് സെക്കൻഡറി ഫ്ലോയം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഇസ് 2. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In biotechnology, a gene inserted into a vector lacks a proper promoter. What will happen? ബയോടെക്നോളജിയിൽ ഒരു ഫോറിൻ ജീൻ ഒരു വെക്ടറിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ അതിനൊരു പ്രൊമോട്ടർ ഇല്ല എങ്കിൽ എന്ത് പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ഹാപ്പൻ? പ്രൊമോട്ടർ ഇല്ല എങ്കിൽ ഓപ്ഷൻ 1 ജീൻ റെപ്ലിക്കേഷൻ സ്റ്റോപ്സ്, ഓപ്ഷൻ 2 ജീൻ ട്രാൻസ്ക്രിപ്ഷൻ വിൽ നോട്ട് occur, ഓപ്ഷൻ 3 ട്രാൻസ്ലേഷൻ ഇൻക്രീസസ്, ഓപ്ഷൻ 4 DNA ligase cannot act. ഏതാണ് ആൻസർ വരിക? പ്രൊമോട്ടർ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം യൂക്യാരോട്ടിൻ്റെ ജീനാണ് പ്രോക്യാരോട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രോക്യാരോട്ടിൽ എക്സ്പ്രഷൻ നടക്കണമെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊമോട്ടറും കൂടെ കൊടുക്കണം അല്ലേ? അപ്പോൾ പ്രൊമോട്ടർ ഇല്ല എങ്കിൽ ഏതാണ് എഫക്റ്റഡ് ആവുക? റെപ്ലിക്കേഷനും പ്രൊമോട്ടറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാണ്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലല്ലേ പ്രൊമോട്ടർ ഉള്ളത്. പ്രൊമോട്ടർ ഇല്ല എങ്കിൽ എഫക്റ്റഡ് ആവുക ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? റെപ്ലിക്കേഷൻ ആണോ? അല്ല. ജീൻ ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ ഒക്കെ ചെയ്യാത്തത് അല്ലേ? ട്രാൻസ്ലേഷൻ ഇൻക്രീസ് ചെയ്യോ പ്രൊമോട്ടർ ഇല്ലെങ്കിൽ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ട്രാൻസ്ലേഷൻ പ്രൊമോട്ടറും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. DNA ligase cannot act അങ്ങനെ ഉണ്ടോ? പ്രൊമോട്ടർ ഇല്ലാത്തതുകൊണ്ട് DNA ligase പണി എടുക്കാണ്ടിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുമല്ല ഓപ്ഷൻ. അപ്പോൾ ഏതാ വരുന്നത്? ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫീച്ചർ മോർ സ്ട്രോങ്ലി ജസ്റ്റിഫൈസ് പ്ലേസിംഗ് ജിംനോസ്പേംസ് ക്ലോസർ ടു ആൻജിയോസ്പേംസ് ദാൻ ടെറിഡോഫൈറ്റ്സ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുക. വിച്ച് ഫീച്ചർ മോർ സ്ട്രോങ്ലി ജസ്റ്റിഫൈസ് പ്ലേസിംഗ് ജിംനോസ്പേംസ് ക്ലോസർ ടു ആൻജിയോസ്പേംസ് ദാൻ ടെറിഡോഫൈറ്റ്സ്? ഓപ്ഷൻ 1 പ്രസൻസ് ഓഫ് വാസ്കുലർ ടിഷ്യൂ, ഓപ്ഷൻ 2 ഡോമിനന്റ് സ്പോറോഫൈറ്റ്, ഓപ്ഷൻ 3 റെഡ്യൂസ്ഡ് ഗാമറ്റോഫൈറ്റ് ഡിപ്പെൻഡന്റ് ഓൺ സ്പോറോഫൈറ്റ്, ഓപ്ഷൻ 4 പ്രസൻസ് ഓഫ് സീഡ്സ്. അപ്പം ജിംനോസ്പേംസിനെ എന്തുകൊണ്ട് കൂടുതലും ആൻജിയോസ്പേംസുമായിട്ട് അല്ലെങ്കിൽ ക്ലോസർ ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്നത് എന്തുകൊണ്ടാണ്? ദാൻ ടെറിഡോഫൈറ്റ്സ്. 3 പേരും വാസ്കുലർ പ്ലാന്റ്സാണ്. ജിംനോസ്പേംസും ടെറിഡോഫൈറ്റ്സും ആൻജിയോസ്പേംസും വാസ്കുലർ ടിഷ്യൂ ഉള്ള പ്ലാന്റ്സ് ആണ്, വാസ്കുലർ പ്ലാന്റ്സ് ആണ്. എന്തുകൊണ്ടാണ് പക്ഷേ ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് കൂടുതൽ ക്ലോസ്ലി റിലേറ്റഡ് അല്ലെങ്കിൽ ക്ലോസ്ലി പ്ലേസ്ഡ് എന്തുകൊണ്ടാണ്? ഓക്കെ, പ്രസൻസ് ഓഫ് വാസ്കുലർ ടിഷ്യൂ ഉള്ളത് കൊണ്ടാണോ? 3 പേർക്കും വാസ്കുലർ ടിഷ്യൂ ഇല്ലേ? ടെറിഡോഫൈറ്റ്സിനും ജിംനോസ്പേംസിനും ആൻജിയോസ്പേംസിനും വാസ്കുലർ ടിഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണോ ജിംനോസ്പേംസിനും ആൻജിയോസ്പേംസുമായിട്ട് കൂടുതൽ? അങ്ങനെയാണെങ്കിൽ ടെറിഡോഫൈറ്റ്സുമായിട്ടും കൂടുതൽ നിൽക്കണ്ടേ? ഇല്ല. അപ്പം ഇതല്ല ആൻസർ അല്ലേ? ഡോമിനന്റ് സ്പോറോഫൈറ്റ് 3 പേർക്കും ഡോമിനന്റ് സ്പോറോഫൈറ്റ് ആണുള്ളത്. അപ്പോൾ അതാണ് കാരണം? അല്ല. 3 പേർക്കും ഒരുപോലുള്ളതാണെങ്കിൽ പിന്നെ നമുക്കത് പറയാൻ പറ്റുമോ? ഇല്ല. റെഡ്യൂസ്ഡ് ഗാമറ്റോഫൈറ്റ് ഡിപ്പെൻഡന്റ് ഓൺ സ്പോറോഫൈറ്റ് 3 പേർക്കും അങ്ങനെ തന്നെ അല്ലേ? 3 പേരുടെയും ഡൊമിനൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റും 3 പേരുടെയും ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞത് എല്ലാ ടെറിഡോഫൈറ്റ്സിന് നമുക്കറിയാം അങ്ങനെ അല്ല എന്നുള്ളത്. ടെറിഡോഫൈറ്റ്സിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റും ഉണ്ട് കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഉള്ളതുകൊണ്ട്. അപ്പോൾ അതാണോ? അതുമല്ല. ഓക്കെ, പിന്നെ പ്രസൻസ് ഓഫ് സീഡ്സ് അതല്ലേ കൂടുതൽ ശരി. ഓക്കെ, റെഡ്യൂസ്ഡ് ഗാമറ്റോഫൈറ്റ് ചിലപ്പോൾ തോന്നും ടെറിഡോഫൈറ്റ്സിനകത്ത്, പക്ഷെ രണ്ടും ഉണ്ട്. ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളതും ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പം നമുക്കത് എടുക്കാൻ പറ്റില്ല. ഏതാണ്? പ്രസൻസ് ഓഫ് സീഡ്സ് എന്ന് പറഞ്ഞാൽ ടെറിഡോഫൈറ്റ്സിന് ഇല്ലാത്തൊരു ക്യാരക്ടർ അല്ലേ? ജിംനോസ്പേംസിനും ആൻജിയോസ്പേംസിനും മാത്രമുള്ള ക്യാരക്ടർ അല്ലേ? അപ്പോൾ അതല്ലേ ശരി? ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If a population shows age pyramid with a narrow base, what does it indicates? നമുക്കറിയാലോ നാരോ ബേസ് ആണെങ്കിൽ, അതായത് ബ്രോഡ് ബേസ് ആണെങ്കിൽ ഇങ്ങനെ
നാരോ എപ്പെക്സ് ആണെങ്കിൽ നമുക്കറിയാം ഇതെന്താണ്, എക്സ്പാൻഡിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ് അല്ലേ. അതേസമയം നാരോ ബേസ് എന്ന് പറയുമ്പോൾ നാരോ ബേസ് ഇങ്ങനെയാണ് പോപ്പുലേഷൻ എങ്കിൽ, നാരോ ബേസ് ആണെങ്കിൽ ഇതെന്ത് പോപ്പുലേഷനാ, ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണെന്ന് നമുക്കറിയാം അല്ലേ. റാപ്പിഡ് ഗ്രോത്ത് ആണോ കാണിക്കുന്നത്, ഡിക്ലൈനിങ് പോപ്പുലേഷനിൽ റാപ്പിഡ് ഗ്രോത്ത് ആണോ കാണിക്കുന്നത്, അല്ല, ഡിക്ലൈനിങ് പോപ്പുലേഷൻ അല്ലേ. സ്റ്റേബിൾ പോപ്പുലേഷൻ ആണോ, സ്റ്റേബിൾ പോപ്പുലേഷൻ ഇങ്ങനെയല്ല കാണിക്കുന്നത്. സ്റ്റേബിൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, പിന്നെ അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഇഫ് എ പോപ്പുലേഷൻ ഷോസ് ഏജ് പീരിയഡ് വിത്ത് നാരോ ബേസ് വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്. അപ്പോൾ ജനറലി നാരോ ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണ് എടുക്കുക. ഓക്കെ, നാരോ ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അവർ പറഞ്ഞത് യങ് ഇൻഡിവിജ്വൽസ് കുറവാണെങ്കിൽ മിക്കവാറും അത് ഡിക്ലൈൻ ചെയ്യുന്നുള്ള രീതിയിലല്ലേ പറയുന്നത്. അപ്പം ഡിക്ലൈനിങ് പോപ്പുലേഷൻ അല്ലേ. ഹൈ നേറ്റാലിറ്റി ഹൈ ബർത്ത് റേറ്റ് ആണോ, ഹൈ ബർത്ത് റേറ്റ് ആയിരിക്കും ഇവർ, അല്ല, കാണുമ്പോഴേ അവർ നാരോ ബേസ് ആയതുകൊണ്ട് ഹൈ ബർത്ത് റേറ്റും പറയാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ 2. അടുത്ത വിച്ച് സിനാരിയോ ലീഡ്സ് ടു മാക്സിമം എനർജി ലോസ്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെയാണ്. Which scenario leads to maximum energy loss? Short food chain, long food chain, grazing food chain, direct herbivory. ഏതാണ് മാക്സിമം എനർജി ലോസ് വരുന്ന എവിടെയാ? നമുക്കറിയാം ഒരു ഫുഡ് ചെയിനിലെ സ്റ്റെപ്സ് കൂടുതലാണെങ്കിൽ, ട്രോപ്പിക് ലെവൽസ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെപ്സ് കൂടുതലാണെങ്കിൽ അവിടെ ആയിരിക്കും മാക്സിമം എനർജി ലോസ് വരുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഷോർട്ട് ഫുഡ് ചെയിനാണോ മാക്സിമം എനർജി ലോസ് വരുന്നത്? അല്ല, ലോങ് ഫുഡ് ചെയിനാണ് എനർജി ലോസ് വരുന്നത് ഇല്ലേ. ഗ്രേസിങ് ഫുഡ് ചെയിൻ അങ്ങനെ എനർജി ലോസ് അങ്ങനെ കമ്പാരിറ്റീവ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഷോർട്ട് ഫുഡ് ചെയിൻ്റെ നീളം വെച്ചിട്ടാണ് നമ്മൾ എനർജി ലോസും പറയുന്നത് ഇല്ലേ. അപ്പം ഡയറക്റ്റ് ഹെർബിവോറി അങ്ങനെയും പറയാൻ പറ്റില്ല, ഒരു ബന്ധമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ലോങ് ഫുഡ് ചെയിൻ തന്നെ പറയാം. ഓക്കെ, അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ. ബണ്ടിൽ ഷീറ്റ് സെൽസ് ആൻഡ് C4 plants are adapted to ഫോട്ടോസിന്തസിസ് ആണ്. C4ന്റെ ചോദിച്ചേക്കുന്നത് ഇൻക്രീസ് ഓക്സിജൻ കോൺസെൻട്രേഷൻ. ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനാണോ അവിടെ ബണ്ടിൽ ഷീറ്റ് സെൽസ് ഉള്ളത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രിവെന്റ് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ. കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നതെന്ന് വെച്ചിട്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? റെഡ്യൂസ് ഫോട്ടോ റെസ്പിറേഷൻ ബൈ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ, എൻഹാൻസ് ട്രാൻസ്പിറേഷൻ. ഏതാ? ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടാനാണോ ബണ്ടിൽ ഷീറ്റ് സെൽസ് ഉള്ളത്? അല്ല, കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അവിടെ അങ്ങനെ ഒരു സ്പേഷ്യലി സെപ്പറേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ ശരിക്കും കാർബൺ ഡയോക്സൈഡ് കുറവായിട്ടുള്ള എൻവയൺമെൻറ്റ് ആണെങ്കിൽ പോലും റുബിസ്കോ നോക്കുമ്പോഴത്തേനും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ എന്ത് ചെയ്തേക്കുന്നത്, ബണ്ടിൽ ഷീറ്റ് സെൽസിൻ്റെ അവിടെ ഒരു അല്ലെങ്കിൽ മീസോഫിലും ബണ്ടിൽ ഷീറ്റിനുള്ള സ്പേഷ്യൽ സെപ്പറേഷൻ നടത്തിയേക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ ഏതായിരിക്കും? ഇൻക്രീസ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ആണോ? അല്ല. പ്രിവെന്റ് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ആണോ? അല്ല. റെഡ്യൂസ് ഫോട്ടോ റെസ്പിറേഷൻ ബൈ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ അല്ലേ. കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ കൂട്ടാൻ അല്ലേ, അത് എന്നിട്ട് ഫോട്ടോ റെസ്പിറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ബണ്ടിൽ ഷീറ്റ് സെൽസ് ഇൻ C4 plants അഡാപ്റ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ, എൻഹാൻസ് ട്രാൻസ്പിറേഷൻ ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ 3. അടുത്ത ഇഫ് മൈറ്റോകോൺഡ്രിയൽ ഇന്നർ മെംബ്രെയിൻ ഇസ് ഡാമേജ്ഡ് ഗ്ലൈക്കോലൈസിസ് സ്റ്റോപ്സ്. ഗ്ലൈക്കോലൈസിസ് സ്റ്റോപ്പ് ചെയ്യോ? ഗ്ലൈക്കോലൈസിസ് ഇനിയിപ്പോൾ എവിടെയാണ് നടക്കുന്നത്? ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയലിൻ്റെ ഇന്നർ മെംബ്രെയിൻ പോയെന്ന് വെച്ചിട്ട് ഗ്ലൈക്കോലൈസിസ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അത് തെറ്റാ അല്ലേ. അടുത്ത ATP സിന്തസിസ് വയ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ സ്റ്റോപ്സ്. അതെ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത് റെസ്പിറേഷനിൽ ETCയിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ATP ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും ഫോസ്ഫോറൈലേഷൻ നടന്നു. NADH-നെയും FADH-നെയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടായതുകൊണ്ടും റിഡോക്സ് റിയാക്ഷൻ നടന്നിട്ടായതുകൊണ്ടുമാണ് ATP പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATP-നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറയും ആണല്ലോ. അപ്പം മൈറ്റോകോൺഡ്രിയൽ ഇന്നർ മെമ്പറിനിലാണ് അത് നടക്കുന്നത്. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഇന്നർ മെമ്പറിൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ETC നടക്കില്ല, അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കില്ല ഇല്ലേ, ATP ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്താ ATP സിന്തസിസ് വയ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ നിന്ന് പോകും. അപ്പോൾ അത് ശരിയായിട്ട് തോന്നുന്നില്ലേ? ഓക്കെ, ക്രബ് സൈക്കിൾ സ്റ്റോപ്സ് ഇമ്മീഡിയറ്റ്ലി. ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിലാണ്. ഇന്നർ മെമ്പറൈൻ പോയെന്ന് വെച്ചിട്ട് ക്രബ് സൈക്കിളിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഹൈപ്പോത്തറ്റിക്കലി. ഓക്കെ, ഇനി അപ്പോൾ ഇതും തെറ്റല്ലേ. ഫെർമെൻറ്റേഷൻ നടക്കുന്നത് എവിടെയാ? സൈറ്റോപ്ലാസത്തിലാണ്. അപ്പോൾ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെമ്പറൈൻ പോയെന്ന് വെച്ചിട്ട് ഫെർമെൻറ്റേഷൻ പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A flower is actinomorphic,
ഹൈപ്പോഗൈനസ്, പെൻറ്റാമിറസ് ആൻഡ് സിൻകാർപ്പസ്. കുറേ ക്ലൂസ് തന്നിട്ടുണ്ട്. വിച്ച് കൺക്ലൂഷൻ ഇസ് മോസ്റ്റ് വാലിഡ്? ഓക്കെ, അങ്ങനെയൊക്കെ മോസ്റ്റ് വാലിഡ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ചിലപ്പോൾ ഒന്നിൽ കൂടുതലൊക്കെ ശരിയായിരിക്കുമോ. അപ്പോൾ അതിനകത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നോക്കണം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, കറക്റ്റായിട്ട് ഒരെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഓവറീസ് ഇൻഫീരിയർ. ആക്ടിനോമോർഫിക് പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ റേഡിയലി സിമെട്രിക്കലാണ്. ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? അവിടെ സുപ്പീരിയർ ഓവറിയാണ്. ഫ്ലവർ ഹൈപ്പോഗൈനസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു ക്ലൂ ഉണ്ട്, സുപ്പീരിയർ ഓവറിയാണ്. ഓവറി സുപ്പീരിയർ ആണെങ്കിൽ അതർ ഓർഗൻസ് എല്ലാം ഓവറിയുടെ താഴെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനല്ലേ ഹൈപ്പോഗൈനസ്, ഗൈനീഷ്യത്തിന് താഴെ നിന്നാണ് ബാക്കിയുള്ള ഓർഗൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ അല്ലെങ്കിൽ ഓവറി സുപ്പീരിയർ ആയിട്ട് ഇരിക്കുക. അപ്പോൾ പിന്നെ ഇവർ ഓവറി ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. ഫ്ലവർ ബോൾസ് ആർ അറ്റാച്ച്ഡ് എബവ് ദ ഓവറി. ഓവറി അപ്പോൾ താഴെയാന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഓവർ താഴെയാണോ? അല്ല, അവർ ഓവറി മുകളിലാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹൈപ്പോഗൈനസ് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗൈനീഷ്യത്തിൻ്റെ വെച്ചാൽ ഓവറി മുകളിലും അതിൻ്റെ താഴെ നിന്നാണ് ഓർഗൻസ് വരുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്ന ഫ്ലോറൽ ബോൾസ് അറ്റാച്ച്ഡ് എബവ് ഓവറി, അത് തെറ്റല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഓവർ താഴെയെന്നല്ലേ, ഓവർ മുകളിലാന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഓവറി സുപ്പീരിയർ, അതല്ലേ ആൻസർ. സുപ്പീരിയർ ഓവറി ഹൈപ്പോഗൈനസ്. ഇറ്റ് മസ്റ്റ് ബിലോങ് ടു മോണോകോട്ട്സ്. അങ്ങനെ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ ഇവിടെ? ഇല്ല. ട്രൈമിറസ് ആയിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് മോണോകോട്ടാണ് നമുക്കൊന്ന് ആലോചിക്കായിരുന്നു അല്ലേ. പെൻറ്റാമിറസ് വന്നിട്ടുണ്ട്, അപ്പോൾ മിക്കവാറും അത് ഡൈക്കോട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 3. അടുത്ത നോക്കാം. A toxin selectively destroys ribosomes attached to ER but not free ribosomes. Which process is affected most? അവരെന്താ പറഞ്ഞേക്കുന്നത്? നമുക്കറിയാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് മുകളിലും റൈബോസോംസ് ഉണ്ട്, റഫ് ER. ആ ERന് ഒരു ടോക്സിൻ സെലക്റ്റീവ്ലി പോയിട്ട് ആ ERൻ്റെ മുകളിലുള്ള റൈബോസോംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. സൈറ്റോപ്ലാസത്തിലുള്ള റൈബോസോംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, ഫ്രീ റൈബോസോംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും അഫക്റ്റഡ് മോസ്റ്റ്? സൈറ്റോസോളിക് എൻസൈം സിന്തസിസ്. അത് അഫക്റ്റഡ് ആവുമോ? സൈറ്റോസോളിക് എൻസൈം സിന്തസിസ് അഫക്റ്റഡ് ആവുമോ? സൈറ്റോസോളിക് എൻസൈം സിന്തസിസ് അഫക്റ്റഡ് ആവുമോ? ഇല്ല. കാരണം സൈറ്റോസോളിക് എൻസൈം സിന്തസിസ് അഫക്റ്റഡ് ആവില്ല. കാരണം സൈറ്റോസോളിലെ എൻസൈംസിന് അല്ലെങ്കിൽ റൈബോസോംസിന് പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഫ്രീ റൈബോസോംസിന് പ്രശ്നമില്ല. അപ്പോൾ ഇതല്ല. മെംബ്രെയിൻ പ്രോട്ടീൻ ഫോർമേഷൻ. മെംബ്രെയിൻ പ്രോട്ടീൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മെംബ്രെയിനിലോട്ടുള്ള പ്രോട്ടീനെ സാധാരണ റഫ് ER വെച്ച് സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീനാണ് മെംബ്രെയിനിലേക്ക് പോണത്. ഓക്കെ, അതുകൊണ്ട് സാധാരണ മെംബ്രെയിൻ പ്രോട്ടീൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്മ മെംബ്രെയിനിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻസ് എല്ലാം മിക്കവാറും വരുന്നത് എവിടുന്ന? ഈ റഫ് ER കൂടെ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീനാണ്. അപ്പോൾ ആ ERന് മുകളിലുള്ള റൈബോസോംസ് പോയി എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ പ്രോട്ടീൻ ഫോർമേഷൻ അല്ലേ അഫക്റ്റഡ് ആവുക. അപ്പോൾ ഇതല്ലേ ആൻസർ. ഗ്ലൈക്കോലൈസിസ് അഫക്റ്റഡ് ആവുമോ? റൈബോസോംസ് ERൻ്റെ പുറത്തുള്ള റൈബോസോംസ് അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ആയിട്ടുണ്ടെങ്കിൽ ഗ്ലൈക്കോലൈസിസ് അഫക്റ്റഡ് ആവുമോ? ഇല്ല. DNA റെപ്ലിക്കേഷൻ അഫക്റ്റഡ് ആവുമോ? അത് ന്യൂക്ലിയസിനകത്താണ് നടക്കുന്നത്. ന്യൂക്ലിയസിനകത്ത് DNA റെപ്ലിക്കേഷൻ നടക്കാൻ അവിടെ റൈബോസോംസിന് തൽക്കാലം ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്? Energy flow is cyclic night nutrients. Decomposers receive least energy. Energy loss occurs at every tropic level. Producers receive energy from consumers. ഏതാ? Energy flow is cyclic like nutrients. ന്യൂട്രിയൻ സൈക്ലിംഗ് നടക്കുന്നുണ്ട്. കാർബൺ സൈക്കിൾ, നൈട്രോജൻ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂട്രിയൻ സൈക്ലിംഗ് നടക്കാറുണ്ട്. എനർജി സൈക്ലിംഗ് നടക്കാറുണ്ടോ? സണ്ണിൽ നിന്ന് വരുന്ന എനർജി തിരിച്ച് സണ്ണിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പം അത് എനർജി ഫ്ലോ ഇസ് യൂണി ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കോസിസ്റ്റത്തിനകത്ത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഡികമ്പോസേഴ്സ് റിസീവ് ലീസ്റ്റ് എനർജി, അങ്ങനെ പറയാൻ പറ്റുമോ? ഓരോ ട്രോപ്പിക് ലെവലിൽ നിന്നും എനർജി ഡികമ്പോസേഴ്സിലേക്ക് പോകാം. അതുകൊണ്ട് ഡികമ്പോസേഴ്സിന് കിട്ടുന്ന എനർജി ലീസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി എനർജി ലോസ് ഒക്കോസ് അറ്റ് എവറി ട്രോപ്പിക് ലെവൽ. ഒരു ട്രോപ്പിക് ലെവലിൽ നിന്ന് വേറൊരു ട്രോപ്പിക് ലെവലിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും എനർജി ലോസ് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പ്രൊഡ്യൂസേഴ്സ് റിസീവ് എനർജി ഫ്രം കൺസ്യൂമേഴ്സ്. ഇപ്പോൾ തിരിച്ചായോ? കൺസ്യൂമേഴ്സിനാണോ പ്രൊഡ്യൂസേഴ്സിന് എനർജി കിട്ടുന്നത്? അല്ല. അപ്പം എന്താണ് നമുക്ക് പറയാം? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ആൻ ഓർഗാനിസം ഹാസ് പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ. അപ്പോൾ തന്നെ അറിയാം ബാക്ടീരിയ ആണ്. ഓക്കെ, പെർഫോംസ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ലാക്ക് PS2. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ഉണ്ട്, PS2 ഇല്ല. PS2 ഫോട്ടോ സിസ്റ്റം 2 ഇല്ല.
അങ്ങനെയാണെങ്കിൽ വിച്ച് കൺക്ലൂഷൻ ഇസ് മോസ്റ്റ് വാലിഡ്? ഇറ്റ് റിലീസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്, റിലീസ് ചെയ്യോ, ഓക്സിജൻ റിലീസ് ചെയ്യോ? PS2 ഉണ്ടെങ്കിലല്ലേ അവിടെ ഫോട്ടോലൈസിസ് നടക്കുള്ളൂ. ഫോട്ടോലൈസിസ് നടന്നാൽ മാത്രമല്ലേ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുള്ളൂ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമല്ലേ അവിടെ ഓക്സിജൻ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ ഇറ്റ് റിലീസസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ശരിയാണോ? അല്ല. ഇറ്റ് ബിലോങ്സ് ടു സൈനോബാക്ടീരിയ. സൈനോബാക്ടീരിയ ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ആളാണ് ഇല്ലേ? ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ആളാണ് ഇല്ലേ? ഓക്സിജൻ റിലീസ് ചെയ്യോ? ഇല്ല. ഓക്സിജൻ റിലീസ് ചെയ്യില്ല നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ PS2 ഇല്ല നമ്മൾ പറയുന്നുണ്ട്. ഇറ്റ് പെർഫോംസ് അനോക്സിജനിക് ഫോട്ടോസിന്തസിസ്. കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു അനോക്സിജനിക് ഫോട്ടോസിന്തസിസ് പോലെ ഇല്ലേ? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ 3. ഓക്കെ. ഇറ്റ് കനോട്ട് ഫിക്സ് കാർബൺ, അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അതൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എവല്യൂഷണറി ചേഞ്ച് മോസ്റ്റ് ഡയറക്ട്ലി റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസി ഓൺ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ? അപ്പോൾ നമുക്കറിയാം ആൽഗിയം, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പോംസ്, ആൻജിയോസ്പോംസ്. പ്ലാന്റ് കിങ്ഡത്തിൽ ഈ 5 ഗ്രൂപ്പ് പഠിക്കുന്നുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിലൊക്കെ നമുക്ക് പറയാം ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ വാട്ടർ വേണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെയിൽ ഗെമേറ്റ് ഫ്ലജലേറ്റഡ് ആണ്. മെയിൽ ഗെമേറ്റിന് സ്വിം ചെയ്ത് ഫീമെയിൽ ഗെമേറ്റിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ വെള്ളം വേണം, നെസസറി ആണ്. പിന്നെ എപ്പോഴാണ് ഇതെന്താണ് നെസസറി അല്ലാണ്ടായത്? അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വിച്ച് എവല്യൂഷണറി ചേഞ്ച് മോസ്റ്റ് ഡയറക്ട്ലി റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ? പിന്നെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നുണ്ട് സീഡ് ഫോർമേഷൻ പെട്ടെന്ന് നടക്കും. കാരണം എന്താണ്? പോളിനേഷനും ഫെർട്ടിലൈസേഷനും വാട്ടർ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലേ? അങ്ങനെ പഠിക്കുന്നുണ്ട് സീഡ് ഫോർമേഷന്. അപ്പോൾ ഏത് എവല്യൂഷണറി ചേഞ്ച് വന്നപ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വെള്ളം വേണ്ട എന്ന രീതിയിലായത്? ഏതാണ്? ഡെവലപ്മെൻറ്റ് ഓഫ് വാസ്കുലർ ടിഷ്യൂ. വാസ്കുലർ ടിഷ്യൂ വന്നതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ടെറിഡോഫൈറ്റ്സിന് വാസ്കുലർ ടിഷ്യൂ ഉണ്ടല്ലോ, എന്നിട്ടും ഫെർട്ടിലൈസേഷൻ നടക്കാൻ വെള്ളം വേണ്ടേ? അപ്പോൾ അതല്ല. ഫോർമേഷൻ ഓഫ് സീഡ്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സീഡ് വന്നപ്പോഴാണോ പറഞ്ഞത് എന്നാൽ പിന്നെ വെള്ളം വേണ്ട എന്നുള്ളത്? ഇത് അതിന് മുമ്പുള്ള കാര്യമാണ് പറയേണ്ടത് അല്ലേ? അപ്പോൾ അതല്ല. ഡെവലപ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് അല്ലേ? പോളൻ ഗ്രെയിൻസ് വന്നപ്പോഴാണ് ആ പോളിനേഷൻ നടക്കാൻ, എയറിൽ കൂടെ അല്ലെങ്കിൽ വിൻഡിൽ കൂടെ പോളിനേഷൻ നടക്കാൻ പറ്റും. പോളൻ ഗ്രെയിൻസിനകത്തെ മെയിൽ ഗെമേറ്റ് നോൺ മോട്ടൈലാണ്. അതുകൊണ്ട് എന്താണ് ഇത് പോളിനേഷൻ വഴിയാണ് പോകുന്നത് അല്ലേ? പോളൻ ഗ്രെയിൻസ് വന്നതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതാണ് ആ എവല്യൂഷണറി ചേഞ്ച്. പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്തപ്പോഴാണ് ഇനി ഫെർട്ടിലൈസേഷൻ നടക്കാൻ എന്ത് വേണ്ട? വെള്ളം വേണ്ട എന്നുള്ള രീതിയായത്. ഓക്കെ, അപ്പം ഓപ്ഷൻ 3. ഡോമിനൻസ് ഓഫ് സ്പോറോഫൈറ്റ് കാരണമാണോ? അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കണക്ഷൻ പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പം ഓപ്ഷൻ ഇസ് 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റെപ്പ് കോൺട്രിബ്യൂട്ട്സ് ഡയറക്ട്ലി ടു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ കൂടെ അത് കഴിഞ്ഞുണ്ടാവുന്ന ATP is a result of oxidative phosphorylation, not substrate level phosphorylation. അപ്പോൾ അത് തെറ്റാ അല്ലേ? പിന്നെ ഗ്ലൈക്കോലൈസിസിലും നമുക്ക് ATP ഫോർമേഷൻ കാണാം, ക്രെബ് സൈക്കിളിലും നമുക്ക് GTP അല്ലെങ്കിൽ ATP ഫോർമേഷൻ കാണാം. ഇത് രണ്ടും ഗ്ലൈക്കോലൈസിസിനകത്ത് നടക്കുന്നതും ക്രെബ് സൈക്കിളിനകത്ത് നടക്കുന്നതും സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ അല്ലേ? അപ്പോൾ ഇതല്ലേ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ആണോ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷന് കാരണം? അല്ല. കെമിയോസ്മോസിസ് ആണോ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷന് കാരണം? അല്ല. കെമിയോസ്മോസിസ് ആണോ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷന് കാരണം അല്ലേ? അപ്പോൾ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഗ്രൂപ്പ് ഷോസ് ഡോമിനന്റ് ഗാമറ്റോഫൈറ്റ് ആൻഡ് ഡിപ്പെൻഡന്റ് സ്പോറോഫൈറ്റ്? ഏതാണ്? ഇതാണോ ഡോമിനന്റ് ഗാമറ്റോഫൈറ്റ് ആണോ ഇത്? അല്ല, ഇവിടെ ഡോമിനന്റ് ആയിട്ട് വരുന്നത് സ്പോറോഫൈറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇത് തെറ്റിയില്ലേ? ബ്രയോഫൈറ്റ് ഡോമിനന്റ് ഗാമറ്റോഫൈറ്റ് അല്ലേ? അതെ. ഡിപ്പെൻഡന്റ് സ്പോറോഫൈറ്റ് അല്ലേ? അതെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അവരുടെ ഡോമിനന്റ് ഗാമറ്റോഫൈറ്റ്. ഇപ്പോൾ മോസ് പ്ലാന്റ് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് അവരുടെ ഡോമിനന്റ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് വരുന്നത്. ഇവിടെ റൈസോയിഡ്സ് ഒക്കെ ഉണ്ട് ഇല്ലേ? ഇനി ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ആയിരിക്കും അവരുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് വരുന്നത് അല്ലേ? ഡോമിനന്റ് ഗാമറ്റോഫൈറ്റ്, ഡിപ്പെൻഡന്റ് സ്പോറോഫൈറ്റിൻ്റെ പിക്ചർ അങ്ങനെ ശരിയായിട്ടില്ല, എന്നാലും അങ്ങനെ ഒരു പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഏതാണ്? ബ്രയോഫൈറ്റ് അല്ലേ ആൻസർ വരിക? ടെറിഡോഫൈറ്റിനകത്ത് ഡോമിനന്റ് ഗാമറ്റോഫൈറ്റ് ആണോ? അല്ല, ഡോമിനന്റ് സ്പോറോഫൈറ്റാ. ആൻജിയോസ്പോംസിനകത്ത് ഡോമിനന്റ് ഗാമറ്റോഫൈറ്റ് ആണോ? അല്ല, ഡോമിനന്റ് സ്പോറോഫൈറ്റ് ആണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ 2. കിട്ടുന്നില്ലേ? ഓക്കെ, അടുത്ത എംബ്രിയോസാക്കിന് പ്ലോയിഡിയാണ് ചോദിച്ചേക്കുന്നത്. ഡിപ്ലോയിഡ് ആണോ, ഹാപ്ലോയിഡ് ആണോ, ട്രിപ്ലോയിഡ് ആണോ, ടെട്രാപ്ലോയിഡ് ആണോ? എംബ്രിയോസാക്ക് എന്ന് പറയുമ്പോഴത്തേനും ആ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഹാപ്ലോയിഡ് ആൻറ്റിപോഡൽസ്, ഹാപ്ലോയിഡ് എഗ് അപ്പാരറ്റസ്, ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയായി. അങ്ങനെയാണെങ്കിൽ എല്ലാ ന്യൂക്ലിയസും ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ നമ്മളിതിനെ എന്താ പറയുക?
ഹാപ്ലോയിഡ് ആണെന്നല്ലേ പറയുള്ളൂ. എംബ്രോസാക്കിസ് ഹാപ്ലോയിഡ് എന്നല്ലേ പറയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത വൈ ആർ ഡീകമ്പോസേഴ്സ് നോട്ട് പ്ലേസ്ഡ് ഇൻ എ ഫിക്സഡ് ട്രോപ്പിക് ലെവൽ? ഓപ്ഷൻ അല്ലെങ്കിൽ ചാപ്റ്റർ ഏതാ? എക്കോസിസ്റ്റം ആണ് ചാപ്റ്റർ അല്ലേ. ഡേ ലാക്ക് എൻസൈംസ് ഇല്ലാത്തതുകൊണ്ടാണോ അവർക്ക് ട്രോപ്പിക് ലെവലിൽ പ്ലേസ് കൊടുക്കാത്തത്? ആണോ? അല്ല. പിന്നെ ദേ ഡിറൈവ് എനർജി ഫ്രം മൾട്ടിപ്പിൾ ലെവൽസ്, അതുകൊണ്ടല്ലേ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ നിന്നായാലും ഹെർബിവോഴ്സുള്ള സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ നിന്നായാലും കാർണിവോഴ്സുള്ള തേർഡ് ട്രോപ്പിക് ലെവലിൽ നിന്നായാലും ഡീകമ്പോസേഴ്സിന് അവർക്ക് എനർജി ഡിറൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ ഒരു ട്രോപ്പിക് ലെവലിലും അവരെ പ്ലേസ് ചെയ്യാത്തത്. ശരിയല്ലേ? അപ്പോൾ ഏതാ ഡിറൈവ് എനർജി ഫ്രം മൾട്ടിപ്പിൾ ലെവൽസ്? അതിൽ ആൻസർ വരിക. അടുത്ത ദേ ഡു നോട്ട് കൺസ്യൂം ഓർഗാനിക് മാറ്റർ, അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. ദേ റീസൈക്കിൾ എനർജി, അതുകൊണ്ടാണോ? അല്ല. അപ്പം ദേ ഡിറൈവ് എനർജി ഫ്രം മൾട്ടിപ്പിൾ ട്രോപ്പിക് ലെവൽസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് വൺ സ്പീഷീസ് റിലീസസ് കെമിക്കൽസ് ദാറ്റ് ഇൻഹിബിറ്റ് അനദർ വിതൗട്ട് ബെനിഫിറ്റിംഗ് ഇറ്റ് സെൽഫ്, organs and population interaction. If one species release chemicals that inhibit another without benefiting, അപ്പോൾ ഒരാളെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, മൈനസ്. വിത്തൗട്ട് ബെനിഫിറ്റിംഗ് അപ്പം 0. അങ്ങനെയാണെങ്കിൽ ഏതാ? കോമ്പറ്റീഷൻ ആണോ? കോമ്പറ്റീഷൻ മൈനസ് ആണ്. അവൻസാലിസം -0 ആണ്. പാരസിറ്റിസം +- ആണ്. മ്യൂച്വലിസം ++ ആണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? മൈനസും 0യും വരുന്നത് ഓപ്ഷൻ 2 അമെൻസാലിസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 54. ഇഫ് ഡികമ്പോസിഷൻ റേറ്റ് എക്സീഡ്സ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റിനേക്കാളും കൂടുതലാണ് ഡികമ്പോസിഷൻ എങ്കിൽ എന്ത് സംഭവിക്കും? ബയോമാസ് അക്യുമുലേറ്റ് ചെയ്യും. ഡികമ്പോസിഷൻ്റെ റേറ്റ് അവിടെ കൂടുതലാണ്, അപ്പോൾ പിന്നെ ബയോമാസ് അക്യുമുലേറ്റ് ചെയ്യോ? പ്രൈമറി പ്രൊഡക്ടിവിറ്റി കൂടുതലാണെന്ന് പറയുകയായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ബയോമാസ് അക്യുമുലേറ്റ് ചെയ്യുമെന്ന് പറയാം, അല്ലേ? ഇവിടെ പറഞ്ഞേക്കുന്ന ഡികമ്പോസിഷൻ ആണ് കൂടുതൽ. ഡികമ്പോസിഷൻ റേറ്റ് എക്സീഡ്സ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റല്ലേ? ബയോമാസ് അക്യുമുലേറ്റ് ചെയ്യോ? ഇല്ല. എക്കോസിസ്റ്റം ലൂസസ് സ്റ്റോർഡ് ഓർഗാനിക് മാറ്റർ, അതല്ലേ സംഭവിക്കുക? പ്രൈമറി പ്രൊഡക്ടിവിറ്റിനേക്കാളും കൂടുതൽ ഡികമ്പോസിഷൻ നടക്കുകയാണെങ്കിൽ അവിടെ എക്കോസിസ്റ്റം എന്ത് സംഭവിക്കും? അതിൻ്റെ ഓർഗാനിക് മാറ്റർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യാം. പ്രൊഡ്യൂസേഴ്സ് ഇൻക്രീസ് ചെയ്യോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എനർജി ഫ്ലോ റിവേഴ്സ് ചെയ്യോ ഡികമ്പോസിഷൻ റേറ്റ് കൂടുതലാണെങ്കിൽ? ഇല്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ 2. ഓക്കെ, അടുത്ത ഡ്യൂറിങ് PCR ഇഫ് പ്രൈമേഴ്സ് ആർ നോട്ട് സ്പെസിഫിക്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്രൈമേഴ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ പറയണ പ്രൈമേഴ്സ് ഉണ്ട്, പക്ഷെ ദേ സ്പെസിഫിക് അല്ല. ഒരു ജീന് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടില്ല. പ്രൈമേഴ്സ് സ്പെസിഫിക് അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഡ്യൂറിങ് PCR ഇഫ് പ്രൈമേഴ്സ് ആർ നോട്ട് സ്പെസിഫിക് എന്ത് സംഭവിക്കും? നോ DNA ആംപ്ലിഫിക്കേഷൻ ഒക്കേഴ്സ്, അതാണ് ഓപ്ഷൻ 1. മൾട്ടിപ്പിൾ അൺവാണ്ടഡ് ഫ്രാഗ്മെന്റ്സ് ആർ ആംപ്ലിഫൈഡ്, ഓപ്ഷൻ 2. DNA പോളിമറേസ് സ്റ്റോപ്സ് വർക്കിംഗ്, ഓപ്ഷൻ 3. പിന്നെ ടെംപ്ലേറ്റ് DNA is destroyed. ഏതാണ് സംഭവിക്കുക? എന്താണ് സംഭവിക്കുക അവിടെ? DNA polymerase stops working, template DNA is destroyed. എന്താ തോന്നുന്നത്? DNA ആംപ്ലിഫിക്കേഷൻ നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്രൈമേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പ്രൈമറുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം ആ DNA ചിലപ്പോൾ ഉണ്ടാവും. അവിടെ പോയിട്ട് അത് ബൈൻഡ് ചെയ്യുകയും ആംപ്ലിഫിക്കേഷൻ നടക്കുകയും ചെയ്യും. പക്ഷേ എന്താണ്? DNA ആംപ്ലിഫിക്കേഷൻ നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നടക്കുന്നുണ്ടാവും. ഓക്കെ, മൾട്ടിപ്പിൾ അൺവാണ്ടഡ് ഫ്രാഗ്മെന്റ്സ് ആർ ആംപ്ലിഫൈഡ്, അതായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം അവിടെ ഈ പ്രൈമർ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് ബൈൻഡ് ചെയ്യും. നമുക്ക് വേണ്ട സ്ഥലത്തായിരിക്കില്ല അത് പോയി ബൈൻഡ് ചെയ്യുന്നത്, എവിടെയെങ്കിലും ഒന്ന് പോയി ബൈൻഡ് ചെയ്യും. വേണ്ടാത്ത ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും ആംപ്ലിഫൈഡ് ആവുന്നത്. അപ്പോൾ അതല്ലേ ശരി? ഓക്കെ, ഇനി DNA പോളിമറേസ് സ്റ്റോപ്സ് വർക്കിംഗ്. DNA പോളിമറേസിന് എന്താണ്? പ്രൈമർ കറക്റ്റ് പ്രൈമർ ആണോ ജീൻ്റെ പ്രൈമർ ആണോ നോക്കുന്നില്ല. ഫ്രീ 3' ഉണ്ടോ അത് മാത്രം നോക്കുള്ളൂ. പ്രൈമർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഫ്രീ 3' എന്തായാലും ഉണ്ടാവും. അപ്പോൾ DNA പോളിമറേസ് എന്തായാലും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതല്ല. ടെംപ്ലേറ്റ് DNA is destroyed. പ്രൈമർ എന്താണ് സ്പെസിഫിക് അല്ലാത്തതുകൊണ്ട് ടെംപ്ലേറ്റ് DNA ഡിസ്ട്രോയിഡ് ആവാൻ ചാൻസ് ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എസ് എല്ലാവരും പറഞ്ഞ പോലെ 2. അടുത്ത നോക്കാം. If insert DNA has no compatible ends with vector. Compatible എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ചിങ്, കോമ്പാറ്റിബിൾ ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ചിങ്, കോമ്പാറ്റിബിൾ എന്നുള്ള വാക്കിനർത്ഥം മാച്ചിങ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇൻസേർട്ട് DNA എന്ന് പറഞ്ഞാൽ ഫോറിൻ DNA അല്ലെങ്കിൽ ഏലിയൻ DNA. ആ ഇൻസേർട്ട് DNAക്ക് കോമ്പാറ്റിബിൾ എൻസ് ഇല്ല, വെക്ടറുമായിട്ട് ചേരുന്ന എൻസ് ഇല്ല. സാധാരണ നമ്മൾ പറയും വെക്ടറിനെ കട്ട് ചെയ്യുമ്പോഴും
4 DNA കട്ട് ചെയ്തുകൊണ്ട് വരുമ്പോഴും സെയിം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കൊണ്ട് കട്ട് ചെയ്താൽ മാത്രമേ രണ്ടുപേർക്കും ഒരേപോലെ സ്റ്റിക്ക് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ ഇവർ രണ്ടുപേരെയും എന്താണ് ജോയിൻ ചെയ്ത് ലിഗേസിന് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായി, അവരുടെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായി DNA ലിഗേസിന് അതിനെ ലൈഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയും. ഇവർ പറഞ്ഞ വെക്ടറിനും ഇവർക്കും ഇൻസേർട്ട് DNA അല്ലെങ്കിൽ ഫോറിൻ DNAക്കും കോമ്പാറ്റബിൾ എൻഡ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലൈഗേഷൻ എഫിഷ്യൻസി ഇൻക്രീസ്. ലൈഗേഷൻ എഫിഷ്യൻസി കൂടുമോ? ഇല്ല. കോമ്പാറ്റബിൾ എൻഡ് ഉണ്ടെങ്കിലല്ലേ ഒരുമിച്ച് വരുള്ളൂ. അപ്പോൾ എന്തായാലും ലൈഗേഷൻ എഫിഷ്യൻസി കുറയേ ചെയ്യുള്ളൂ അല്ലേ? ഇൻസേർട്ട് കനോട്ട് ജോയിൻ വെക്ടർ, അതല്ലേ സംഭവിക്കാൻ പോകുന്നത്? രണ്ടുപേർക്കും സെയിം കോമ്പാറ്റബിൾ എൻഡ് ഉണ്ടെങ്കിലാണ് രണ്ടുപേരും ഒരുമിച്ച് വരിക, ഇല്ലെങ്കിൽ ഒരുമിച്ച് വരില്ല. ഇൻസേർട്ട് കനോട്ട് ജോയിൻ വെക്ടർ, ഇതല്ലേ ആൻസർ വരിക. PCR കോമ്പൻസേറ്റ്സ്, ഒന്നും പറയാനില്ല അതിനകത്ത്, ബന്ധമില്ല. ഓക്കെ. ട്രാൻസ്ഫോർമേഷൻ ഇൻക്രീസസ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇത് ചില ഓപ്ഷൻസോ ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തായിരിക്കും. അങ്ങനത്തെ 2 ഓപ്ഷനാണിത്. ഓക്കെ, അപ്പം ഓപ്ഷൻ 2. അടുത്ത, a transgenic plant produces double-stranded RNA and as a result target protein disappears because dash molecule is directly degraded due to dash. ഏതാ പ്രോസസ്? ഏകദേശം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടോ? RNA interference അല്ലേ? ട്രാൻസ്ജനിക് പ്ലാന്റ് പ്രൊഡ്യൂസസ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം RNA ഇന്റർഫറൻസ് വഴി സെൻസും ആൻഡ് സെൻസ് ഒക്കെ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? ഓക്കെ. ആൻഡ് ആസ് എ റിസൾട്ട് ടാർഗറ്റ് പ്രോട്ടീൻ ഡിസപ്പിയേഴ്സ് ബിക്കോസ്, അല്ലേ, RNA ഇന്റർഫറൻസിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടായി, അത് ടാർഗറ്റ് പ്രോട്ടീനെ എന്താണ് ഡിഗ്രേഡ് ചെയ്യും. ബിക്കോസ് ഡാഷ് മോളിക്യൂൾ ഇസ് ഡയറക്ട്ലി ഡിഗ്രേഡ്. ഇവിടെ ആരാണ് ഡിഗ്രേഡ് ആവുന്നത്? ഫസ്റ്റ് ഇത് നോക്കാം. DNA ആണോ ഡിഗ്രേഡ് ആവുന്നത്? അതോ mRNA ആണോ? അതോ tRNA ആണോ? അത് പ്രോട്ടീൻ ആണോ? നമുക്കറിയാം mRNA സ്പെസിഫിക്കലി ഡീഗ്രേഡഡ് അല്ലേ? അപ്പം ഏതാ? mRNA അല്ലേ ഇവിടെ വരേണ്ടത്? ഇസ് ഡയറക്ട്ലി ഡീഗ്രേഡഡ് ഡ്യൂ ടു, എങ്ങനെയാണ് കറക്റ്റ് mRNA പോലെ പോയിട്ട് തന്നെ എങ്ങനെയാ ഡിഗ്രേഡ് ചെയ്തത്? കാരണം നമ്മൾ RNA ഇന്റർഫറൻസിൻ്റെ സമയത്ത് ഉണ്ടാക്കിച്ച ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNAക്ക് ആരുമായിട്ട് ഈ mRNA ആയിട്ട് സീക്വൻസ് കോംപ്ലിമെൻറ്റാരിറ്റി ഉള്ളതുകൊണ്ടല്ലേ? അപ്പം വേറെ ആകെ ഈ mRNA ഉള്ളതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെ ആയെന്ന് വിചാരിക്കരുത്. സീക്വൻസ് കോംപ്ലിമെൻറ്റാരിറ്റി എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം കറക്റ്റ് mRNA തന്നെ പോയി ഡിഗ്രേഡ് ചെയ്യണമെങ്കിൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNAക്ക് എന്ത് വേണമായിരുന്നു? സീക്വൻസ് കോംപ്ലിമെൻറ്റാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് mRNA ആണ് ഡിഗ്രേഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതാണ്? ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻജിയോസ്പേംസ് ഗാമറ്റോഫൈറ്റ് ഈസ്, പറഞ്ഞോ, ഗാമറ്റോഫൈറ്റ് ഈസ് ഡോമിനൻ്റ് ആണോ? ഗാമറ്റോഫൈറ്റ് അല്ല. അപ്പം തന്നെ തെറ്റി, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. ഇനി ഗാമറ്റോഫൈറ്റ് ഇസ് റെഡ്യൂസ്ഡ് അല്ലേ? റെഡ്യൂസ്ഡും ആണ് ഡിപ്പെൻഡൻറ്റും ആണ്, ശരിയല്ലേ? ഓക്കെ. ഈക്വൽ ടു സ്പോറോഫൈറ്റ് ആണോ? അല്ല. ഗാമറ്റോഫൈറ്റ് റെഡ്യൂസ്ഡ് ആണ്. നമ്മുടെ ഫോർ എക്സാമ്പിൾ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് ഏത്? എംബ്രിയോസാക്ക്. മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് ഏത്? പോളൻ ഗ്രെയിൻ. അത് രണ്ടും റെഡ്യൂസ്ഡ് ആണ്, ഡിപ്പെൻഡൻറ്റും ആണ്, ഇല്ലേ? ആബ്സെൻ്റ് ആണോ ഗാമറ്റോഫൈറ്റ്? അല്ല. അപ്പോൾ ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ മിസ്മാച്ച്. ബ്രയോഫൈറ്റ് ഡോമിനൻറ്റ് ഗാമറ്റോഫൈറ്റ്. കുറേ ക്വസ്റ്റ്യൻ ആയല്ലേ ഇത് തന്നെ. ബ്രയോഫൈറ്റ് ഡോമിനൻറ്റ് ഗാമറ്റോഫൈറ്റ്, ശരിയാണോ? അതെ. ടെറിഡോഫൈറ്റ് ഡോമിനൻറ്റ് സ്പോറോഫൈറ്റ്, ശരിയാണോ? അതെ. ആൻജിയോസ്പേം ഇൻഡിപെൻഡൻറ്റ് ഗാമറ്റോഫൈറ്റ് ആണോ? ഇൻഡിപെൻഡൻറ്റ് ഗാമറ്റോഫൈറ്റ് ആണോ? അല്ല, ഡിപ്പെൻഡൻറ്റ് ഗാമറ്റോഫൈറ്റ് ആണ്. അപ്പോൾ ഇതല്ലേ തെറ്റ്? ആൽഗെ ഹാപ്ലോണ്ടിക് സൈഗോട്ടിക് മിയോസിസ് അല്ലേ? അതെ. അപ്പം അവർ ചോദിച്ചിരിക്കുന്നത് മിസ് മാച്ച് ചെയ്താ 1ഉം 2ഉം 4ഉം മാച്ചാണ്, 3 ആണ് മിസ് മാച്ച് വരുന്നത്. ഓക്കെ, അടുത്ത assertion reason. Assertion. Heterospory is an important step towards seed habit. സ്റ്റേറ്റ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ അതേ സ്റ്റേറ്റ്മെൻറ്റ്. ഹെട്രോസ്പോറി ഉള്ളതുകൊണ്ടാണ് ടെറിഡോഫൈറ്റ്സിൽ ഹെട്രോസ്പോറി വന്നപ്പോഴാണ് അതൊരു സീഡ് ഹാബിറ്റിന് വേണ്ടി ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയത്, പ്രിക്കഴ്സർ ഇല്ലേ? അപ്പം സ്റ്റെപ്പ് അസേർഷൻ ശരി. റീസൺ. ഇറ്റ് ലീഡ്സ് ടു ഡിഫറൻസിയേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്സ്. ഹെട്രോസ്പോറി ഉള്ളതുകൊണ്ടാണ് 2 സ്പോർ ഉണ്ടായത്, മെയിൽ സ്പോറും അല്ലെങ്കിൽ മൈക്രോസ്പോറും മെഗാസ്പോറും. അങ്ങനെ 2 സ്പോർ ഉള്ളത് കൊണ്ടാണ് 2 ഗാമറ്റോഫൈറ്റ് ഉണ്ടായത്. മൈക്രോസ്പോറിലിട്ടു മെയിൽ ഗാമറ്റോഫൈറ്റ്, മെഗാസ്പോറിലിട്ടു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണല്ലോ. അങ്ങനെ 2 ഗാമറ്റോഫൈറ്റ് ഉണ്ടായപ്പോഴാണ് അവിടെ 2 ഗമീറ്റ് ഉണ്ടായത്. 2 ഗമീറ്റ് ഉണ്ടായപ്പോഴാണ് അത് ഫ്യൂസ് ചെയ്ത് എന്താണ് സൈഗോട്ട് പിന്നെ എംബ്രിയോ അല്ലെങ്കിൽ സീഡിലേക്ക് പോയത് അല്ലേ? അപ്പം ഹെട്രോസ്പോറി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സീഡ് ഹാബിറ്റ് ആവാൻ കാരണമല്ലേ ഇറ്റ് ലീഡ്സ് ടു ഡിഫറൻസിയേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അത് വന്നതിന് ശേഷം അല്ലേ ഈ സീഡ് ഹാബിറ്റിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ അസേർഷനും ശരി, റീസണും ശരി, കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ? യെസ്. ഓക്കെ, അടുത്തത്
നെക്സ്റ്റ് വീണ്ടും ഒരു അസേർഷൻ റീസൺ. സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസസ് സ്പോർസ് ബൈ മിയോസിസ്. കറക്റ്റോ? കറക്റ്റാണോ? ട്രൂ ഓർ ഫാൾസ്? സ്പോറോഫൈറ്റ് സ്പോർസ് ഉണ്ടാക്കുന്നത് മിയോസിസ് വഴിയാണ്. ശരിയല്ലേ? ആണല്ലോ. സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡാ, സ്പോർസ് ഹാപ്ലോയിഡാ. അപ്പോൾ സ്പോറോഫൈറ്റ് സ്പോർസ് ഉണ്ടാക്കണമെങ്കിൽ മിയോസിസ് വഴിയല്ലേ നടക്കുള്ളൂ. ആണല്ലോ. അടുത്ത സ്പോർസ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. ആണല്ലോ. സ്പോർസ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. ശരിയാണ്. സ്പോർസ് നമ്മൾ ഇതിൻ്റെ കേസിലാണ് പറയുന്നത് സ്പോർസ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. കാരണം ജനറലി നോക്കുവാണെങ്കിൽ സ്പോർസ് ജനറൽ ആയിട്ടുള്ള കേസ് നോക്കിയാൽ മതി, അല്ലാത്ത കേസ് നോക്കണ്ട. സ്പോർസ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്പോർസിന് നമ്മൾ എപ്പോഴും ഹാപ്ലോയിഡ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. ഇനി എന്താണ്, ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? ജനറൽ കേസ് നോക്കിയാൽ മതി. ജനറൽ കേസിനകത്ത് ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസസ് സ്പോർസ് by meiosis because spores are always haploid. ആണോ? നേരെ തിരിച്ചു വന്നാൽ ശരിയായനെ. Spores are always haploid because sporophyte produces spores by meiosis. സ്പോറോഫൈറ്റ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിയോസിസ് വഴി ആയതുകൊണ്ടാണ് സ്പോർസ് ഹാപ്ലോയിഡ് ആയത്. നേരെ തിരിച്ചു വന്നിരുന്നെങ്കിൽ റീസൺ അസേർഷനായിട്ടും അസേർഷൻ റീസൺ ആയിട്ട് വന്നിരുന്നെങ്കിൽ അത് ശരിയായനെ. അല്ലാതെ നമുക്ക് ഇത് നേരെ തിരിച്ചാണ് വന്നേക്കുന്നത്. സ്പോറോഫൈറ്റ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിയോസിസ് വഴിയാണ്, കാരണം സ്പോർസ് ഹാപ്ലോയിഡ് ആണ്. അങ്ങനെയാണോ പറയുന്നത്? അല്ല. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അസേർഷനെ. അപ്പോൾ ഓപ്ഷൻ 2 ആണ് വരുന്നത്. ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ ഇവിടെ ജനറൽ കേസ് നോക്കിയാൽ മതി. സ്പോർസ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ് ജനറൽ കേസാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ നേരെ തിരിച്ച് വന്നിരുന്നെങ്കിൽ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയനെ. അങ്ങനെ തിരിച്ച് വരാത്തത് കൊണ്ടാണ് നമ്മൾ അത് മാറ്റിയിട്ടേക്കുന്നത്. ഓക്കെ. ഓപ്ഷൻ 2. ഓക്കെ. Dash is a type of cell division in which the number of chromosomes in the parent and daughter cells is conserved. ഏതാ ക്വസ്റ്റ്യൻ? സെൽ സൈക്കിളിലെ ക്വസ്റ്റ്യനാ. Dash is the type of cell division in which number of chromosomes in the parent and daughter cells is conserved. ഏതാണ്? മൈറ്റോസ് ആണോ മിയോസ് ആണോ? മൈറ്റോസ് ആണോ മിയോസ് ആണോ? ഹെട്രോടൈപ്പിക് ഡിവിഷൻ ആണോ? ഹെട്രോടൈപ്പിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് മിയോസിസ് തന്നെയാണ് അല്ലേ? ആൻഡ് ബോത്ത് 2 and 3. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് സെൽ ഡിവിഷനകത്താണ് നമ്പർ ഓഫ് ക്രോമസോംസ്? പേരൻറ് സെല്ലിൽ ഡിപ്ലോയിഡ് ആണെങ്കിൽ ഡോട്ടർ സെല്ലിലും അതേപോലെ കൺസേർവ് ചെയ്ത് ഡിപ്ലോയിഡ് ആക്കുന്നത് ഏതാണ്? ഏതാണ്? മൈറ്റോസിസ് അല്ലേ? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസിൽ. ഒരു ജനറേഷനിലുള്ളത് കൺസേർവ് ചെയ്ത് അപ്പുറത്തെ ജനറേഷനിൽ, പേരൻറ് ജനറേഷനിലുള്ളത് അടുത്ത ജനറേഷനിൽ കൺസേർവ് ചെയ്യപ്പെടുന്നത് മയോസിസ് വഴിയാണ്. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്നത് ഒരു പേരൻറ് സെല്ലിലുള്ളത് അടുത്ത ഡോട്ടർ സെല്ല് കൺസേർവ് ചെയ്യുന്നത് മൈറ്റോസിസ് വഴിയാണ്. ജനറേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മിയോസിസ് എഴുതാം. ഓക്കെ. അപ്പോൾ ഒരു ഹ്യൂമൻ, ആ ഹ്യൂമൻ്റെ എന്താണ് ഹ്യൂമൻ ബീങ്ങിന് ഉണ്ടാകുന്ന അടുത്ത ജനറേഷൻ ഹ്യൂമൻ ബീങ്ങിനും സെയിം അപ്പം സെയിം ക്രോമസോം നമ്പറാണ്. അത് മിയോസിസ് കാരണം. ഓക്കെ. മിയോസിസ് ആൻഡ് ഫെർട്ടിലൈസേഷൻ കാരണം. ഇവിടെ ദിസ് ഇസ് മൈറ്റോസിസ് ബിക്കോസ് സെല്ലാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. സോ ഓപ്ഷൻ 1. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ്? Lenticels permit the exchange of gases between the outer atmosphere and the internal tissue of leaf. ശരിയാണോ? Lenticels permit the exchange of gases between the outer atmosphere and the internal tissue of leaf ആണോ? അവിടെ വരെ കറക്റ്റാണ്. ലീഫ് കറക്റ്റ് ആണോ? ലീഫിലാണോ ഇതുള്ളത് ലെൻറ്റിസെൽസ് ഉള്ളത്? അല്ല, ബാർക്കിലുള്ളത്. അതുകൊണ്ട് അത് തെറ്റിപ്പോയില്ലേ? ചോദിച്ചേക്കുന്നത് തന്നെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? എന്നാലും ബാക്കിയുള്ളത് വായിക്കാം. സാപ്പ് വുഡ് ഇസ് ഇൻവോൾവ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ലീഫ്. അല്ലേ? സാപ്പ് വുഡ് അല്ലേ ഫങ്ഷണൽ ആയിട്ടുള്ളത്? അത് കറക്റ്റ് അല്ലേ? സ്പ്രിംഗ് വുഡ് ഇസ് ലൈറ്റർ ഇൻ കളർ ആൻഡ് ഹാസ് എ ലോവർ ഡെൻസിറ്റി. ആണല്ലോ. സ്പ്രിംഗ് വുഡ് ലൈറ്റ് കളറാണ്, ലോവർ ഡെൻസിറ്റി ആണ്. ഓട്ടം വുഡ് ഡാർക്കർ ആണ്, ഹയർ ഡെൻസിറ്റി ആണ്. ഇതെല്ലാം ശരിയാണ്. അപ്പം എന്താ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 ആണ്, കാരണം അവിടെ ബാർക്ക് എന്ന് വേണമായിരുന്നു വരാൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇവന്റ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രോഫേസ് 1? പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1 അസോസിയേറ്റ് ചെയ്യാത്തത് ഏത്? സിനാപ്സിസ്. സിനാപ്സിസ് നടക്കുന്നത് സൈഗോട്ടീൻ ഓഫ് പ്രോഫേസ് 1. അപ്പോൾ അത് കറക്റ്റ് ആൻസർ ആണോ? നോട്ട് അസോസിയേറ്റഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കൈറ്റീൻ ഓഫ് പ്രോഫേസ് 1 ആണ്. ഓക്കെ. അടുത്ത, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ ഡിപ്ലോട്ടീൻ ഓഫ്, ഡിപ്ലോട്ടീൻ അല്ലോ, ഡയകൈനസിസ് ഓഫ് പ്രോഫേസ് 1. ബൈവാലൻസ് സെപ്പറേഷൻ. ബൈവാലൻസ് സെപ്പറേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബൈവാലൻസ് സെപ്പറേഷൻ നിങ്ങൾക്ക് 2 സ്ഥലത്ത് കാണാം. ഡിപ്ലോട്ടീനിലും കാണാൻ പറ്റുമായിരിക്കും
അനാഫേസ് 1-ലും കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, ബൈവാലൻസ് സെപ്പറേഷൻ. അപ്പോൾ ഡിപ്ലോട്ടീനിൽ അവർ പറഞ്ഞ ബൈവാലൻസ് സെപ്പറേഷൻ ഇസ് ജസ്റ്റ് ഡ്യൂ ടു സിനാപ്റ്റോണമൽ കോംപ്ലക്സിന് ഡിസൊല്യൂഷൻ. അതിനെ നമുക്ക് ബൈവാലൻസ് സെപ്പറേഷൻ ആയിട്ട് എടുക്കണ്ട. ജസ്റ്റ് ഹോമോലോഗസ് ക്രോമസോംസ് ഇത്ര നേരം സിനാപ്റ്റോണമൽ കോംപ്ലക്സ് ഇരിക്കുന്നത് കൊണ്ട് അടുത്തടുത്തിരിക്കുകയായിരുന്നു. അത് പോയപ്പോഴത്തേക്കും അവർക്കൊരു സെപ്പറേഷൻ ഉണ്ട്. ബൈവാലൻസ് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് മുഴുവൻ പറയണം. ഇപ്പോൾ വെറുതെ ബൈവാലൻസ് സെപ്പറേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തിൻ്റെ കൂടെയാണ് പോവുക? അനാഫേസ് 1-ൻ്റെ കൂടെയാണ് പോവുക. കാരണം അവിടെയാണ് ശരിക്കും ബൈവാലൻറ്റിനെ സ്പിൻഡിൽ ഫൈബേഴ്സ് സെപ്പറേറ്റ് ചെയ്യുക. ഡിപ്ലോട്ടീനിൽ പറഞ്ഞ ബൈവാലൻസ് സെപ്പറേഷൻ നടുക്കുള്ള സിനാപ്റ്റോണൽ കോംപ്ലക്സ് ജസ്റ്റ് പോയതുകൊണ്ട് അവർ തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ മാറി എന്നുള്ളതേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതാണ് ഇത്? അനാഫേസ് 1-ലാണ് നടക്കുന്നത്. അപ്പോൾ പ്രോഫേസ് 1-ൽ നടക്കാത്തത് ഏതെന്നല്ലേ ചോദിച്ചേക്കുന്നത്? അപ്പോൾ ഓപ്ഷൻ 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് എ റിക്വയർഡ് സെൽ ഡ്യൂറിങ് DNA ടെക്നോളജി? റീകോമിനന്റ് DNA ടെക്നോളജിൻ്റെ സമയത്ത് നമുക്ക് ഏത് സെൽസ് ആണ് വേണ്ടത്? ഓൾ ട്രാൻസ്ഫോംഡ് സെൽസ്, എല്ലാ ട്രാൻസ്ഫോംഡ് സെൽസും ആണോ നമുക്ക് വേണ്ടത്? അതോ only cells that are both transformants and recombinants? Okay, only cells that are both transformants and non-recombinants, only cells that are both non-transformants and recombinants. ഏതാണ്? ട്രാൻസ്ഫോമൻ്റ് ആയിരിക്കണം പ്ലസ് റീകോമിനൻറ്റും ആയിരിക്കണം അല്ലേ? റീകോമിനൻറ്റ് നമ്മൾ വെറുതെ പറഞ്ഞാലും അതിൻ്റെ അർത്ഥം റീകോമിനൻറ്റ് ട്രാൻസ്ഫോമൻ്റ് എന്നുള്ളതാണ്. എന്നാലും റീകോമ്പിനൻ്റ് ചിലപ്പോൾ ട്രാൻസ്ഫോംഡ് ആയിരിക്കും, പക്ഷേ റീകോമ്പിനൻ്റ് DNA ആയിരിക്കില്ല അതിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയും ഓൾ ട്രാൻസ്ഫോമൻസ് നമുക്ക് വേണ്ട. കാരണം ആ ട്രാൻസ്ഫോമൻറ്റിനകത്ത് നോൺ റീകോമ്പിനൻറ്റും ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ട്രാൻസ്ഫോമൻറ്റും ആയിരിക്കണം റീകോമ്പിനൻറ്റും ആയിരിക്കണം. ഓക്കെ, ഇതിനകത്ത് ട്രാൻസ്ഫോമൻറ്റ് കുഴപ്പമില്ല, നോൺ റീകോമ്പിനൻ്റ് അല്ല വേണ്ടത്. ഇതിനകത്ത് നമുക്ക് നോൺ ട്രാൻസ്ഫോമൻറ്റ് അല്ല വേണ്ടത്, ട്രാൻസ്ഫോമൻറ്റ് ആണ് വേണ്ടത്. അപ്പം ഓപ്ഷൻ 2. അടുത്ത, ഈച്ച് ക്രോമസോം ഇൻ മെറ്റാഫേസ് ഓഫ് മൈറ്റോസിസ് കണ്ടെയ്ൻ ഡാഷ് ക്രോമാറ്റിഡ്സ് ആൻഡ് ഡാഷ് DNA മോളിക്യൂൾസ്. ഓക്കെ, ജസ്റ്റ് ഒരു മെറ്റാഫേസ് വരച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ മെറ്റാഫേസ് വരയ്ക്കുന്നത്? മെറ്റാഫേസിലുള്ള ക്രോമസോംസ് ഇങ്ങനെയല്ലേ നടുക്ക് വന്ന് അലൈൻ ചെയ്യുക അല്ലേ? ആദ്യം G1 ഇങ്ങനെയാണെങ്കിൽ, G1-ൽ ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അത് S-ൽ ഇങ്ങനെയാവും അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. G1-ൽ ഇങ്ങനെ 2 ക്രോമസോം ആണെങ്കിൽ S-ൽ ഇങ്ങനെയാവും. S-ൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് G2-ലും ഇരിക്കുക, പ്രോഫേസിലും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക. ഇനി മെറ്റാഫേസ് ആകുമ്പോഴത്തേനും ആ 2 ക്രോമസോംസ് ഇങ്ങനെ വന്ന് നടുക്കിരിക്കും ആണല്ലോ. എന്നിട്ട് ചോദിച്ചേക്കാം ഈച്ച് ക്രോമസോം ഇൻ മെറ്റാഫേസ്. ഒരു ക്രോമസോം, ഈച്ച് ക്രോമസോം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ ക്രോമസോമിന് എടുത്താൽ മതി. ഈച്ച് ക്രോമസോം ഇൻ മെറ്റാഫേസ് ഓഫ് മൈറ്റോസിസ് കണ്ടെയ്ൻസ് എത്ര ക്രോമാറ്റിഡ്? 2 ക്രോമാറ്റിഡ്. എത്ര DNA മോളിക്യൂൾ? ഒരു ക്രോമാറ്റിഡിനകത്ത് ഒരു DNA മോളിക്യൂൾ. അപ്പോൾ ഓപ്ഷൻ വിൽ ബി 2 അല്ലേ? ഒരു ക്രോമാറ്റിഡിനകത്ത് ഒരു DNA മോളിക്യൂൾ, 2 ക്രോമാറ്റിഡിനകത്ത് 2 DNA മോളിക്യൂൾ. ഓപ്ഷൻ 1 ആണ് വരിക. ഓക്കെ, അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോം? ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോം, സെൽ സൈക്കിളിനെ കുറിച്ചാണ്. ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോമിൻ്റെ കാര്യത്തിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചേക്കുന്നത്. ദേ സെപ്പറേറ്റ് ഡ്യൂറിങ് അനാഫേസ്. അനാഫേസ് 1-ൻ്റെ സമയത്തല്ലേ സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോം? അനാഫേസ് 2-ൻ്റെ സമയത്ത് സെപ്പറേഷൻ ഓഫ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഏതാ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അല്ലേ? ദേ ആർ പ്രസന്റ് ഇൻ ബോത്ത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സെൽസ്. ആണോ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോം ഹാപ്ലോയിഡിലും ഡിപ്ലോയിഡിലും ഉണ്ടോ? ഹോമോലോഗസ് പെയർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അത് ഒരു ഡിപ്ലോയിഡ് സെൽ എന്ന് പറയുമ്പം നമുക്ക് എന്താണ് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു ഡിപ്ലോയിഡ് സെൽ എങ്ങനെ ഉണ്ടായി? ഫാദറിൻ്റെ കയ്യിൽ നിന്ന് വന്ന സെറ്റും ഉണ്ട്, മദറിൻ്റെ കയ്യിൽ നിന്ന് വന്ന സെറ്റും ഉണ്ട്. ഫാദറിൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു സെറ്റിലെ ഒരു ക്രോമസോമിനെ കണ്ടാൽ മദറിൻ്റെ കയ്യിൽ നിന്ന് വന്ന സെറ്റിലെ ഒരു ക്രോമസോമിനെ പോലെ തന്നെ ഇരിക്കും. ഇത് രണ്ടിനെയും കൂടെയാണ് നമ്മൾ പെയർ എന്ന് പറയുന്നത്. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഒരൊറ്റ സെറ്റേ ഉള്ളൂ. ഡിപ്ലോയിഡ് എന്ന് പറയുമ്പം 2 സെറ്റ് ഉണ്ട്. 2 സെറ്റിലെ ഓരോ ക്രോമസോമുകൾ കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അതിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹാപ്ലോയിഡ് സെൽസിലുണ്ടോ? ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോം ഹാപ്ലോയിഡ് സെൽസിലുണ്ടോ? ഇല്ല. ഏതിൽ മാത്രമേ ഉള്ളൂ? ഡിപ്ലോയിഡ് സെൽസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതല്ലേ തെറ്റ്? എന്താ ചോദിച്ചേക്കുന്നത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 2 അല്ലേ? ഓക്കെ, അടുത്തത് ദേ അണ്ടർഗോ ക്രോസിംഗ് ഓവർ ഡ്യൂറിങ് പാക്കൈറ്റിൻ ഓഫ് മിയോസിസ് 1. അതേ ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ ഇടയിൽ പാക്കൈറ്റീനിൽ മിയോസിസ് 1-ൻ്റെ പ്രോഫേസ് 1-ൻ്റെ പാക്കൈറ്റീനിൽ എന്ത് നടക്കുന്നു? ക്രോസിംഗ് ഓവർ നടക്കുന്നു. പിന്നെ ദേ ആർ ഐഡൻറ്റിക്കൽ ഇൻ സൈസ് ആൻഡ് അപ്പിയറൻസ്. അതും ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ ഇസ് 2. അടുത്തത് നോക്കാം. ട്രാൻസ്ജീനിക് ആനിമൽസ് ദാറ്റ് പ്രൊഡ്യൂസ് useful biological products can be created by the introduction of portion of dash which codes for a particular product. എന്താണ് കൊടുക്കുന്നത്? റീകോമിനന്റ് DNA ടെക്നോളജിയിൽ നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ബയോളജിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്? പ്രോട്ടീൻ ആണോ കൊടുക്കുന്നത്?
പ്രോട്ടീനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ പ്രോട്ടീനാണോ കൊടുക്കേണ്ടത്? അല്ല, നമ്മൾ എന്താ കൊടുക്കേണ്ടത്? DNA അല്ലേ കൊടുക്കുന്നത്? DNA എന്ന് പറഞ്ഞാൽ ജീനല്ലേ കൊടുക്കുന്നത്? അതായത് ബോത്ത് 2 and 3. 2 വരാം, പക്ഷേ ജീനും കൂടെ ആവാം. അതൊരു ജീനായിരിക്കും, ഒരു പ്രത്യേക പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനായിരിക്കും, എന്ന് വെച്ചാൽ DNA ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 അല്ലേ വരിക? ബോത്ത് 2 and 3 അല്ലേ വരിക? ഓക്കെ, അടുത്ത ആഫ്റ്റർ മൈറ്റോസിസ് ദ എമൗണ്ട് ഓഫ് DNA വിൽ ബി. മൈറ്റോസിസ് കഴിയുമ്പോൾ എമൗണ്ട് ഓഫ് DNA ആണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ്? ഡബിൾ ചെയ്യുമോ? മൈറ്റോസിസ് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തായിരുന്നോ പേരൻറ് സെൽ അത് തന്നെയല്ലേ ഡോട്ടർ സെല്ലിന് ഉണ്ടാവുക അല്ലേ? അപ്പം ഡബിൾ ചെയ്യുമോ? ഇല്ല. സെയിം ആസ് ദാറ്റ് ഓഫ് G1. പിന്നെ സെയിം ആസ് S phase റെഡ്യൂസ്ഡ് ബൈ ഹാഫ്. എങ്ങനെയാണ് വരിക? After mitosis, the amount of DNA will be പോർഷൻ ഓഫ് എന്ന് ചോദിച്ചുകൊണ്ടാണോ? പോർഷൻ ഓഫ് എന്ന് പറയുമ്പോഴും നമ്മൾ DNA-ൻ്റെ ഹോൾ DNA-ൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ജീനിൻ്റെ എന്നുള്ള രീതിയിലേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2 and 3 വരാം. ആ പോർഷൻ ഓഫ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഏത് വരണം എന്നുള്ളതാണോ ചോദിക്കുന്നത്? പോർഷൻ ഓഫ് എന്ന് പറയുമ്പം ആ DNA-ൻ്റെ ഒരു പോർഷൻ അല്ലേ, അങ്ങനെയാണോ? വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഇവിടെ ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫ് പോർഷൻ ഓഫ് DNA-യും ജീനും ഒരു രീതി കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ബോത്ത് 2 and 3 കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പോർഷൻ ഓഫ് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്താണ് എക്സാക്ട് ആൻസർ ഈ പറഞ്ഞ പോലെ തന്നെ DNA എക്സാക്ട്ലി അങ്ങനെ ചോദിക്കുവാണെങ്കിൽ DNA-ൻ്റെ ഒരു പോർഷൻ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ശരിയാ. അങ്ങനെ ആ ഒരു പോയിന്റ് പോർഷൻ ഓഫ് എന്ന് ഇവിടെ ചോദിച്ചത് കൊണ്ട് ജീനിൻ്റെ പോർഷൻ അല്ലല്ലോ, DNA-ൻ്റെ പോർഷൻ അല്ലേ കൊടുക്കുന്നതെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ശരി, അങ്ങനെ ആലോചിക്കുന്നതിൻ്റെ തെറ്റൊന്നുമില്ല കേട്ടോ. അടുത്ത ആഫ്റ്റർ മൈറ്റോസിസ് ദ എമൗണ്ട് ഓഫ് DNA വിൽ ബി. ഇതെന്തായിരിക്കും? ഡബിൾഡ് ആയിരിക്കോ? സെയിം ആസ് ദാറ്റ് ഓഫ് G1 ആയിരിക്കോ? സെയിം ആസ് S phase ആയിരിക്കോ? റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ആയിരിക്കോ? ഡബിൾ ആവോ? മൈറ്റോസിസ് കഴിയുമ്പോഴത്തേക്കും പേരൻസിനെക്കാളും ഡബിൾ ആവോ? ഇല്ല. പിന്നെ സെയിം ആസ് ദാറ്റ് ഓഫ് G1. സെയിം ആസ് ദാറ്റ് ഓഫ് G1 അല്ലേ? സെയിം ആസ് ദാറ്റ് ഓഫ് G1 അല്ലേ? കാരണം പേരൻസ് സെൽ എന്ന് പറഞ്ഞാൽ G1 ഉള്ളതാണ്. ആ G1 എന്താണോ അത് കഴിയുമ്പോൾ അത് തന്നെയല്ലേ M കഴിയുമ്പോഴും വരുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? സെയിം ആസ് ദാറ്റ് ഓഫ് G1. ഓക്കെ, സെയിം ആസ് S phase ആണോ? S phase ഡബിൾ ആയി, അത് തന്നെ ആയിരിക്കും M കഴിയുമ്പോഴും വരുന്നത്? അല്ല. റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ആണോ? റെഡ്യൂസ്ഡ് ബൈ ഹാഫ് മിയോസ് ആയിരുന്നെങ്കിൽ വന്നേനെ. ഇത് മൈറ്റോസ് ആയതുകൊണ്ട് സെയിം ആസ് ദാറ്റ് ഓഫ് G1 തന്നെ വരിക. ഒരു പേരൻറ് സെൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അതിൻ്റെ G1 ആണ്. അപ്പോൾ G1 ആലോചിച്ചാൽ മതി. ഓക്കെ. Gametogenesis in haploid organisms is by ഗാമറ്റോജെനസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹാപ്ലോയിഡ് ഓർഗാനിസം, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ N ആണല്ലോ. ഗമീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗമീറ്റ് ഏതാ? ഗമീറ്റും N ആണ്. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ് ഉണ്ടാക്കണമെങ്കിൽ മൈറ്റോസ് ആണോ മിയോസ് ആണോ അവിടെ നടക്കേണ്ടത്? മൈറ്റോസിസ് ആണ് നടക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ വിൽ ബി ഏതായിരിക്കും? ഓപ്ഷൻ 1. ഓക്കെ. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഓർഗാൻസ് ആണെങ്കിൽ ഗാമറ്റോജെനസിസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഏതായിരിക്കും ഡിവിഷൻ വരിക? മിയോസ് ആയിരിക്കും വരിക. Okay. Identify the incorrect statement regarding use of RNA interference for creating transgenic tobacco resistant to melodigine incognitia. Okay. ഏതാണ് നമ്മൾ RNA interference-ന്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. Agrobacterium tumefaciens was used to transform the plant cells. ഇല്ലേ? Using agrobacterium vectors, nematode specific genes were introduced into plant എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടില്ലേ? ഓക്കെ. അടുത്ത ഡബിൾ സ്റ്റാൻഡേർഡ് RNA വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പ്ലാന്റ് സെൽസ്. നമ്മൾ പ്ലാന്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡബിൾ സ്റ്റാൻഡേർഡ് RNA അല്ല, നമ്മൾ ജീനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെമറ്റോഡ് സ്പെസിഫിക് ജീനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? അപ്പം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചേക്കുന്നത്? ഇതല്ലേ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത് കറക്റ്റ് ആണോ? ഡബിൾ സ്റ്റാൻഡേർഡ് RNA പ്ലാന്റ് ഉണ്ടാക്കി, പക്ഷേ ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല. ഓക്കെ. പിന്നെ ഓൾ mRNAs ഓഫ് ദ നെമറ്റോഡ് വാസ് സൈലൻസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA. അതാണോ? നെമറ്റോഡിൻ്റെ എല്ലാ RNA നമ്മൾ സൈലൻസ് ചെയ്തോ അതോ സ്പെസിഫിക് mRNA മാത്രമേ സൈലൻസ് ചെയ്യുള്ളൂ? സ്പെസിഫിക് mRNA അല്ലേ സൈലൻസ് ചെയ്യുന്നത്? ഓക്കെ. അപ്പം ഓൾ mRNAs എന്ന് പറയുന്നത് തെറ്റല്ലേ? ഈ ഓൾ mRNA സ്പെസിഫിക് mRNA സൈലൻസ് ചെയ്യും. അപ്പം ഓൾ mRNAs തെറ്റാണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? എന്താ ചോദിച്ചേക്കുന്നത്? ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് യൂസ് ഓഫ് RNA ഇൻറ്റർഫറൻസ്. ഏതാണ്? ബോത്ത് 2 and 3. ഓപ്ഷൻ 4 ആണ് വരുന്നത്. സോറി, ഓപ്ഷൻ 4 ആണ് വരുന്നത്. ഓക്കെ. ഓക്കെ. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെഷൻ സാർ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, താങ്ക് യു.
Hi students, welcome back. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ നീറ്റ് സീരീസ് റാങ്ക് റവല്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ രണ്ടാമത്തെ സെഷനിലേക്ക് പോവാണ്. ഫിസിക്സ് ഓൾ യൂണിറ്റ് ആണ്. നമുക്കൊന്നുമില്ല, ഡയറക്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലേക്കും ഡയറക്റ്റ്ലി പോവാം, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, 2 concentric shells having radius r and 2r, charges q1 and q2 and potentials 3 volt and v respectively. Now the outer shell is earthed. Then അപ്പോൾ ഔട്ടർ ഷെല്ല് എർത്ത് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ അവിടെ കീനോട്ട് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പൊട്ടൻഷ്യൽ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ എർത്ത് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ട കാര്യം, എർത്തഡ് കണ്ടക്ടർ ഏതാണോ, എർത്തഡ് കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഷുഡ് ബി 0 ആയിട്ട് മാറും. അപ്പോൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം അവർ പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഒന്ന് പോയാം. എന്താ കോൺസെപ്റ്റ് പറയുന്നത്? 2 കോൺസെൻട്രിക് ഷെൽസ് ഉണ്ട്. ഹിയർ ഇറ്റ് ഈസ്. 2 കോൺസെൻട്രിക് ഷെൽസ് ഉണ്ട്. ഒരാളുടെ റേഡിയസ് 6 ആണ്, ദിസ് വൺ. ഇയാളുടെ റേഡിയസ് 6 ആണ്, ഇയാളുടെ റേഡിയസ് 2r ആണ്. ഇത് 6 എന്ന് പറയുന്ന റേഡിയസും ഇത് 2r എന്ന് പറയുന്ന റേഡിയസും ആണെന്ന് അവർ പറയുന്നു. ചാർജ് q1 ആൻഡ് q2 ആണ്. അപ്പോൾ ഇന്നർ വൺ ഹാവിങ് ദ ചാർജ് q1ഉം ഔട്ടർ വണ്ണിൻ്റെ ചാർജ് q2ഉം കൊടുത്തിട്ടുണ്ട്. ഇന്നർ വണ്ണിൻ്റെ പൊട്ടൻഷ്യൽ 3 വോൾട്ട് ആണെന്നും ഔട്ടർ വണ്ണിൻ്റെ പൊട്ടൻഷ്യൽ വി ആണെന്നും, 3 വോൾട്ട് അല്ല 3v ആണെന്നും ഔട്ടർ വണ്ണിൻ്റെ പൊട്ടൻഷ്യൽ വി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്നിട്ട് സെക്കൻഡ് കേസിൽ അവർ പറയുന്നത് ഔട്ടർ ഷെല്ല് എർത്ത് ചെയ്യണമെന്നാണ്. ഔട്ടർ ഷെല്ലിനെ, അപ്പോൾ സെക്കൻഡ് കേസ് ഇതാണ്, ഇയാളെ എർത്ത് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഇയാൾ എർത്ത് ചെയ്യുമ്പം ഇതിൻ്റെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആവും. ഇയാൾ എർത്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആവും. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആകുമ്പോൾ അതിൻ്റെ ചാർജ് മാറി, അതിൻ്റെ ചാർജ് മാറിയിട്ട് സംതിങ് ഇയാളുടെ ചാർജ് ഞാൻ തൽക്കാലം Q' ആകും. പക്ഷേ അകത്തത്തെ ആളുടെ ചാർജ് റിമെയിൻ സെയിം ആണ്. പക്ഷേ പുറത്തത്തെ ആൾ എർത്ത് ചെയ്യും, പൊട്ടൻഷ്യൽ 0 ആക്കാൻ വേണ്ടി ചാർജിന് ഓറിയൻറ്റേഷൻസ് വരും. അപ്പോൾ ഇയാളുടെ ചാർജ് ആഫ്റ്റർ എർത്തിങ് ദ സെക്കൻഡ് സ്ഫിയർ ഷുഡ് ബി സീക്വൽ ഞാൻ തൽക്കാലം Q' എന്ന് വിളിച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കേസിന് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനകത്തുള്ള സ്ഫിയറിനെ എ എന്നും പുറത്തുള്ള സ്ഫിയറിനെ ബി എന്നും വിളിച്ചാൽ അകത്തുള്ള സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ അത് 1/4πε0 ഇൻറ്റു അതിൻ്റെ ചാർജ് Q1 റേഡിയസ് r പ്ലസ് ഈ സർഫേസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ഫിയറിൻ്റെ അകത്തുള്ള സർഫേസ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ സ്ഫിയർ കാരണം എയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 1/4πε0 രണ്ടാമത്തതിൻ്റെ ഇൻസൈഡ് പോയിൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തേതിൻ്റെ ഇൻസൈഡ് പോയിൻ്റ് ആയതുകൊണ്ട് രണ്ടാമത്തെ ചാർജ് അതിൻ്റെ പോയിൻ്റ് എയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ രണ്ടാമത്തെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അതിനോട് ഈക്വൽ ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ 2r എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു ആണ് അകത്തത്തെ പൊട്ടൻഷ്യൽ, അത് 3 വോൾട്ട് ആണ്. ദാറ്റ്സ് ഇറ്റ്. അത് 3 വോൾട്ട് ആണ്. 3 വോൾട്ട് അല്ല 3v ആണ്. അപ്പോൾ 1/4πε0 Q1/r പ്ലസ് 1/4πε0 പുറത്തുള്ള Q2/2r ഇസ് ഈക്വൽ ടു 3v. സിമിലർലി പുറത്തത്തെ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ ഈ പുറത്തത് എ എന്ന് പറയുന്ന സ്ഫിയറിൻ്റെ വെളിയിലുള്ള പോയിൻ്റ് ആയതുകൊണ്ട് അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ 1/4πε0 Q1/2r പ്ലസ് 1/4πε0 രണ്ടാമത്തതിൻ്റെ സർഫേസ് ആണ്, അത് Q2 ഡിവൈഡഡ് ബൈ 2r ആണ്, അത് v ആണെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഞാൻ ഇതിനൊന്ന് 2 ഇക്വേഷൻസ് കിട്ടിയില്ലേ, ആ 2 ഇക്വേഷൻസിന് ഞാനൊന്ന് സോൾവ് ചെയ്യുമ്പം ഈ 2 ഇക്വേഷനെ ഞാനൊന്ന് മൈനസ് ചെയ്യുവാണെങ്കിൽ 1/4πε0 Q2/2r കോമൺ അല്ലേ, അത് 0 ആയി പോയില്ലേ. ബാക്കി ഇത് സോൾവ് ചെയ്യുമ്പോൾ 1/4πε0 ഇൻറ്റു Q1 കോമൺ ആണ്. ബാക്കി ഇവിടെ ഒരു 1/r മൈനസ് 1/2r വരും. ഷുഡ് ബി ഈക്വൽ ടു 3v മൈനസ് v 2 ഇൻറ്റു v വരും. ദാറ്റ്സ് ഇറ്റ്, 2 ഇൻറ്റു v വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1/r മൈനസ് 1/2r അല്ലേ, അപ്പോൾ അത് 1/4πε0 ഇൻറ്റു Q1 ഇൻറ്റു ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദസ് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2r വരും, ഇസ് ഈക്വൽ ടു 2 വോൾട്ട് വരും. ദാറ്റ്സ് 2 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ 1/4πε0 ഇൻറ്റു Q1/rനെ എനിക്ക് എത്ര വിളിക്കാം, 2 അപ്പുറത്തേക്ക് പോയല്ലേ, 4 ടൈംസ് v വരും, 4v വരും. അപ്പോൾ ഇത് 1/4πε0 ഇൻറ്റു Q1/rൻ്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടി, 4v എന്നുള്ളൊരു ആൻസറിലേക്ക് കിട്ടി. ഓക്കെ, അതെൻ്റെ ആൻസർ അവിടെ കിടന്നോട്ടെ. അത് ഫസ്റ്റ് കേസിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻസറാണ്. ഇവിടെ രണ്ടാമത്തെ ആളെ പുറത്തത്തെ ആളെ എർത്ത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ 0 അല്ലേ. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇതാണ് നമ്മുടെ എ എന്നുള്ള സ്ഫിയർ, ഇതാണ് ബി എന്നുള്ള സ്ഫിയർ. പൊട്ടൻഷ്യൽ അറ്റ് ബി 0 ആവണം. എർത്തഡ് കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ 0 ആവണം. അപ്പോൾ എർത്തഡ് കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ 0 ആകണമെങ്കിൽ നമ്മൾ അയാളൊന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ പൊട്ടൻഷ്യലിനെ. അത് 1/4πε0 ഇൻറ്റു
അകത്തുള്ള ആളുടെ ചാർജ് ബൈ പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ അത് 1/4πε0 ഇൻറ്റു അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് Q'/2r = 0 ആണ്. ഇതൊന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് Q' എന്ന് പറയുന്ന ചാർജ് -Q1 എന്ന് കിട്ടും. വെട്ടിപ്പോകാനുള്ള വെട്ടിപ്പോയി, സോൾവ് ചെയ്യാനുള്ള സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ Q' = -Q1 എന്ന് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അർത്ഥം ഇത് ഔട്ടർ സർഫേസ് എർത്ത് ചെയ്ത് കഴിയുമ്പം ഔട്ടർ പോയിന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് അകത്തുള്ളതിൻ്റെ നെഗറ്റീവ് ചാർജാണ്, അത് -Q1 ആണെന്ന് മനസ്സിലായി. ആ സമയത്ത് പുറത്തെ ആളുടെ പൊട്ടൻഷ്യൽ എന്തും കിട്ടി, എർത്തിൻ്റെ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് 0 കിട്ടി. ദാറ്റ്സ് ഇറ്റ്. എങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെൽസ്, പൊട്ടൻഷ്യൽ ഓഫ് ദി ഇന്നർ ഷെല്ല്, പൊട്ടൻഷ്യൽ ഓഫ് കോമൺ സെൻറ്റർ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം എയുടെ പൊട്ടൻഷ്യൽ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എർത്ത് ചെയ്തതിന് ശേഷം. അതിൽ എയുടെ പൊട്ടൻഷ്യൽ കാണുമ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ ആഫ്റ്റർ എർത്തിങ് ദ ഔട്ടർ സ്ഫിയർ = 1/4πε0 ഇൻറ്റു അകത്തത്തെ ചാർജ് ബൈ റേഡിയസ് പ്ലസ് 1/4πε0 ഇൻറ്റു പുറത്തത്തെ ചാർജ് ആരാണ്, -Q1 / 2r ആണ്. -Q1 / 2r ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 കോമൺ അല്ലേ, ബാക്കി ഇത് 1/r മൈനസ് 1/2r എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 ഇൻറ്റു 1/2r വരും. 1/2r വരും. ഇതിൽ 1/4πε0 Q1/r എനിക്ക് അവിടെ എത്ര കിട്ടിയിട്ടുണ്ട്, 1/4πε0 Q1/r = 4v അല്ലേ. അപ്പോൾ ഇവിടെ 1/4πε0 Q1/r 4v ആണെങ്കിൽ ബൈ ഒരു 2 കൂടി ഇല്ലേ, ദാറ്റ്സ് ഈക്വൽ ടു 2 വോൾട്ട് 2v എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? അപ്പോൾ ഔട്ടറിനെ എർത്ത് ചെയ്ത് കഴിയുമ്പോൾ ഇന്നർ വണ്ണിൻ്റെ പൊട്ടൻഷ്യൽ എനിക്ക് 2 വോൾട്ട് എന്ന് കിട്ടി. അത് ഓപ്ഷൻസിൽ ഡീറ്റെയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഓഫ് ഇന്നർ ഷെൽ വിൽ ബിക്കം 2v. ഇപ്പോൾ ഇന്നർ വണ്ണിൻ്റെ പൊട്ടൻഷ്യൽ 2v ആയിട്ട് മാറി. ദാറ്റ്സ് ഇറ്റ്, 2v ആയി. മനസ്സിലായോ? ഔട്ടറിനെ എർത്ത് ചെയ്തുകൊണ്ട് ഔട്ടറിൻ്റെ പൊട്ടൻഷ്യൽ 0 വോൾട്ടായിട്ട് മാറി. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇയാൾ എർത്ത് ചെയ്തതിന് ശേഷം ഇത് സർഫേസിലെ പൊട്ടൻഷ്യൽ എനിക്ക് എത്ര കിട്ടി, 2v കിട്ടി. അപ്പോൾ ഈ അകത്തുള്ള വണ്ണിൻ്റെ ഇന്നർ പോയിൻറ്റ്സ് എവിടെ എടുത്താലും, പിന്നെ സെൻട്രൽ കോമൺ സെൻറ്റർ എടുത്താൽ ഇവിടുത്തെ പോയിന്റിലും അത് 2 വോൾട്ടായിട്ട് മാറും. ഇവിടെ 3 അല്ല, ആഫ്റ്റർ എർത്തിങ് അത് 2 വോൾട്ടായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് പൊട്ടൻഷ്യൽ ഇന്നർ വോൾട്ട് 2 വോൾട്ട്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസോ, ഇത് 2 വോൾട്ട് ഇത് 0 വോൾട്ട് അല്ലേ. ഇപ്പോൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും 2 വോൾട്ടാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെല്ലിൽ കുറയോ കൂടോ എന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, 3v. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 3v - v എത്രയാണ്, 2 വോൾട്ടാണ്. അപ്പോൾ ആദ്യത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 വോൾട്ടാണ്. ആഫ്റ്റർ എർത്തിങ് ഇത് 2 വോൾട്ട് ഇത് 0 വോൾട്ട് അല്ലേ. അപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് കിട്ടുന്നത്, 2v വോൾട്ട് 2v തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഇവിടെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നുമില്ല കുറയുന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും ഓക്കെ പോയി. തേർഡ് വൺ, പൊട്ടൻഷ്യൽ ഓഫ് ദി ഇന്നർ ഷെൽ ബിക്കം 2 വോൾട്ട് ഓക്കെയാണ്. പൊട്ടൻഷ്യൽ ഓഫ് കോമൺ സെൻറ്റർ വിൽ ബിക്കം 2.5 വോൾട്ട് അല്ല. ഇത് എർത്തതിന് ശേഷം കോമൺ സെൻറ്ററിലെ പൊട്ടൻഷ്യലും എയുടെ സർഫസിലെ പൊട്ടൻഷ്യലും സെയിം ആണ്. അപ്പോൾ കോമൺ സെൻറ്റർ വന്നാലും പൊട്ടൻഷ്യൽ എത്രയേ കിട്ടുള്ളൂ, 2 വോൾട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് തേർഡ് വൺ ആണ്, ഓപ്ഷൻ 3 ആയിരിക്കും. മനസ്സിലായോ? യെസ്. സെക്കൻഡ് വൺ, എ thermodynamic process is shown in the figure. In the process AB, 500 joule of heat are added, and the process BD, 150 joule of heat are added on. The change in the internal energy in the process ABD ആണ് ചോദ്യം. ABD എന്ന് പറയുന്ന പ്രോസസ്സ് ആക്ച്വലി ഡയഗ്രം നോക്കിയാൽ മനസ്സിലായി. ഇതാണ് A to B and B to D. ഈ ഒരു പ്രോസസ്സിലാണ് അവർ ചോദിക്കുന്നത്. A മുതൽ B വഴി D വരെയാണ്. അപ്പോൾ അവിടെ ഇൻറ്റേർണൽ എനർജി കാണാൻ നമുക്കറിയാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൺസിഡറേഷൻ ചെയ്യാം. ഡെൽറ്റ Q = ഡെൽറ്റ U + ഡെൽറ്റ W ആണ്. The total amount of the heat given to the system should be equal to, അത് രണ്ട് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ചിന് വേണ്ടിയിട്ടും രണ്ട് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ച് ഡെൽറ്റ U കണ്ടുപിടിക്കണം. അതിന് ഹീറ്റ് ആൻഡ് വർക്ക് ഡൺ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡയറക്റ്റ്ലി തരുന്നുണ്ട്. നോക്കിക്കാം, AB എന്ന് പറയുന്ന പ്രോസസ്സിൽ 500 ജൂൾ ഓഫ് ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ABയിൽ 500 ജൂൾ ഓഫ് ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. BDയിൽ 150 ജൂൾ ഓഫ് ഹീറ്റും ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ മൊത്തം ആ സിസ്റ്റത്തിന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആഡഡ് ടു ദ ഗ്യാസ് ആണ്. ദർഫോർ ഹീറ്റ് ഗിവൺ ഷുഡ് ബി എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ദാറ്റ്സ് ഈക്വൽ ടു 500 + 150 650 ജൂൾ ആണ്. അപ്പോൾ ടോട്ടലി നമ്മൾ ആ സിസ്റ്റത്തിന് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഫ്രം എ ടു ഡി ഇസ് ഈക്വൽ ടു പ്ലസ് 650 ജൂൾ വരും. അത് കിട്ടി. ഈ രണ്ടാമത്തെ വർക്കാണ്. വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ ഡബ്ല്യു കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ഏതാണ്? എ ബി ആണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിൽ എ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ദിസ് ഇസ് വോളിയം, പി വി ഗ്രാഫാണ്. എ ടു ബി ആണ്. അപ്പോൾ ഇവിടെ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാകും വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എ നിന്ന് ബിയിലേക്കുള്ള പ്രോസസ്സ് വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എ ബി എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ ഐസോകോറിക് ആണ്. ഐസോകോറിക് പ്രോസസ്സാണ്. ദാറ്റ്സ് ഇറ്റ്, ഐസോകോറിക്. ഐസോകോറിക് പ്രോസസ്സിൽ ആര് കോൺസ്റ്റൻ്റ് ആണ്? വോളിയം കോൺസ്റ്റൻ്റ് ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വർക്ക് ഡൺ ഷുഡ് ബി ഈക്വൽ ടു 0 ആണ്. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഫ്രം എ ടു ബി വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഷുഡ് ബി ഈക്വൽ ടു 0 ബിക്കോസ് ഓഫ് ഐസോകോറിക് പ്രോസസ്സാണ്. രണ്ടാമത്തെ പ്രോസസ്സ് ആരാണ്? ബി ഡി ആണ് രണ്ടാമത്തെ പ്രോസസ്സ്. ഗ്രാഫിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സിൽ ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള പ്രോസസ്സിൽ ആരാ കോൺസ്റ്റൻറ്റ്? പ്രഷറാണ് കോൺസ്റ്റൻറ്റ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വർക്ക് ഡൺ ഫ്രം ബി ടു ഡി കണ്ടുപിടിക്കാൻ ആ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. ഐസോബാറിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആണ്. ഇപ്പോൾ ബിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇസ് ഈക്വൽ ടു 6 × 10⁻⁴ ആണ് ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. ഫൈനൽ വോളിയം 6 × 10⁻³ ഇനീഷ്യലി 2 × 10⁻³ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം 4 × 10⁻³ ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 240 ജൂൾ വരും. 240 ജൂൾ. ഇതാണ് രണ്ടാമത്തെ വർക്ക് ഡൺ ഫ്രം എ ടു ഡി. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് ഷുഡ് ബി ഈക്വൽ ടു 0 + 240 അല്ലേ? ഇപ്പോൾ നെറ്റ് വർക്ക് ഡൺ 240 ജൂൾ. അതും പോസിറ്റീവാണ്. നമുക്ക് കിട്ടിയ ആൻസർ പോസിറ്റീവ്. ഇതാണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ. അപ്പോൾ വർക്ക് ഡണ്ണും കിട്ടി, ഡെൽറ്റ ക്യൂ നമുക്ക് കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഡെൽറ്റ ക്യൂ വർക്ക് ഡണ്ണും കിട്ടിയാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ ഡെൽറ്റ ക്യൂ 650 ആണ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് വർക്ക് ഡൺ എന്ന് പറയുന്നത് 240 ആണ്. 240. അപ്പോൾ ഡെൽറ്റ യു ഷുഡ് ബി ഈക്വൽ ടു 650 - 240 എന്നുള്ള ആൻസർ വരികയല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 410 ജൂൾ എന്ന് കിട്ടിയല്ലേ? കിട്ടുന്ന ആൻസർ പോസിറ്റീവ് അല്ലേ? കാരണം 650 നിന്ന് 240 മൈനസ് കിട്ടുന്ന ആൻസർ ഷുഡ് ബി എ പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ ഡെൽറ്റ യു പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ അർത്ഥം ഇൻറ്റേർണൽ എനർജി ഷുഡ് ബി ഇൻക്രീസസ് ആണ്. കാരണം ഡെൽറ്റ യു എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി പോസിറ്റീവ് കിട്ടിയാൽ കൂടും, ഇപ്പോൾ ടെമ്പറേച്ചർ കൂടും. ഡെൽറ്റ യു നെഗറ്റീവ് കിട്ടിയാൽ ടെമ്പറേച്ചർ കുറയും, ഇൻറ്റേർണൽ എനർജി കുറയും എന്നാണ്. നമുക്ക് കിട്ടിയ ആൻസർ പോസിറ്റീവ് ആണ്. അപ്പോൾ 410 ജൂൾ അറ്റ് ഇൻറ്റേർണൽ എനർജി വിൽ ഇൻക്രീസസ് ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. മനസ്സിലായോ? നെക്സ്റ്റ്. യെസ്. The density of a material in CGS system is density ആണ്. D is equal to 4 gram per centimeter cube ആണ്. CGSൽ ഡെൻസിറ്റി. CGS എന്ന് പറയുമ്പോൾ അർത്ഥം എന്നാണ്? യെസ്, ദ യൂണിറ്റ് ഓഫ് ദ മാസ്. എസ് യൂണിറ്റിൽ കിലോഗ്രാം ആണെങ്കിൽ CGSലേക്ക് ഗ്രാം എടുക്കും. അത് മീറ്റർ, സെൻറ്റിമീറ്റർ അല്ലേ? മീറ്റർ ക്യൂബ്. ഇപ്പം ലെങ്ത്തിൻ്റെ യൂണിറ്റ് എസ് യൂണിറ്റിൽ മീറ്റർ ആണെങ്കിൽ അത് CGSലേക്ക് സെൻറ്റിമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ CGSൽ ദ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ദാറ്റ്സ് ഈക്വൽ ടു 4 gram per centimeter cube ആണ്. ഇൻ എ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇൻ വിച്ച് ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് 10 സെൻറ്റിമീറ്ററും യൂണിറ്റ് ഓഫ് മാസ് 100 ഗ്രാമും ആക്കുമ്പോൾ ആ ഡെൻസിറ്റിയുടെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും യൂണിറ്റ് കൺവേർഷൻ്റെ കേസിൽ N1 U1 ന്യൂമറിക്കൽ വാല്യൂൻ്റെ അതിൻ്റെ യൂണിറ്റ് ഈസ് ഈക്വൽ ടു N2 U2 ആണ്. ഇപ്പം യൂണിറ്റ് കൺവേർഷൻ്റെ കേസിൽ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഇതാണ്. N1 ന്യൂമറിക്കൽ വാല്യൂ. കാരണം യൂണിറ്റ് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ന്യൂമറിക്കൽ വാല്യൂസിന് ചേഞ്ച് വരും. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തൊരു യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ അതിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് 1 gram എന്ന് പറയുന്നതിനെ 100 gram ആക്കിയിട്ടും സെൻറ്റിമീറ്റർ ക്യൂബ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതിനെ 10 സെൻറ്റിമീറ്റർ ആക്കി മാറ്റണം. അപ്പം അതിന് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ തൽക്കാലം 4 gram ഉണ്ട്. അപ്പോൾ ഇയാളൊരു 100/100 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. വ്യത്യാസമൊന്നും വരികയില്ല. 100 മുകളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എളുപ്പത്തിൽ ചെയ്യാൻ ഇങ്ങനെ മതി.
ഡിവൈഡഡ് ബൈ അവിടെ ആരും കൂടിയുണ്ട്, ഒരു സെൻറ്റിമീറ്റർ ക്യൂബ് കൂടി കണക്കിലുണ്ട്. അത് 1 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ, അതിനെ 10 ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ ദ ക്യൂബ് ആക്കി മാറ്റി. 10 ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ ദ ക്യൂബ് ആക്കി മാറ്റി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ദിസ് വൺ ഷുഡ് ബി ഈക്വൽ ടു 4/100 ഇൻറ്റു 100 gram divided by 4/100 into 100 gram divided by 1/10 cube, 1/10 the cube into centimeter cube, 10 centimeter cube ആവും. That's it. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള യൂണിറ്റ് ആയിട്ട് മാറി 100 ഗ്രാമിലും 10 സെൻറ്റിമീറ്റർ ക്യൂബിലാക്കി മാറ്റണം എന്ന കണ്ടീഷൻ പറയുന്നത്. പിന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഈ 1/10 ക്യൂബ് മുകളിലേക്ക് വരുമ്പോൾ 10⁻³ ആയിട്ട് മാറി. അപ്പോൾ യൂണിറ്റ് നോക്കുമ്പോൾ യൂണിറ്റ് ആരായിട്ട് മാറി, 100 gram ബൈ 10 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നുള്ള യൂണിറ്റിലേക്ക് അയാൾ കൺവേർട്ടഡ് ആയി. ഇതാണ് നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ് ഓഫ് കൺവേർഷൻ. അപ്പോൾ ഫൈനലി ഇനീഷ്യലി നമ്മുടെ യൂണിറ്റ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ ഫൈനലി നമ്മുടെ യൂണിറ്റ് 100 gram ബൈ 10 സെൻറ്റിമീറ്റർ ക്യൂബ് ആയിട്ട് മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ യൂണിറ്റിൻ്റെ കറസ്പോണ്ടിങ്ങളുടെ ന്യൂമറിക്കൽ വാല്യൂ ഇപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ ആ ന്യൂമറിക്കൽ വാല്യൂ സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ആരാണ്, 4 ഇൻറ്റു 10⁻³ ബൈ 100ന് 10 സ്ക്വയർ വരും. 10 സ്ക്വയർ 10 ക്യൂബിൽ അങ്ങ് പോയി. ദാറ്റ്സ് ഈക്വൽ ടു 4 ഇൻറ്റു 10 40 വരും അല്ലേ, 40 വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിനെ 100 ഗ്രാമായി 10 സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ 40 ആയിട്ട് മാറും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഓപ്ഷൻ സെക്കൻഡ് വണ്ണാണ് നമ്മുടെ ആൻസറായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാമെന്ന് മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്. At what altitude will the value of the acceleration due to gravity be half of its value at the surface of the earth? Gravitation. ശരിയല്ലേ, ഗ്രാവിറ്റേഷനുള്ള കോൺസെപ്റ്റാണ്. അറ്റ് ഏത് ഹൈറ്റിലാണ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹാഫ് ഓഫ് ഇസ് വാല്യൂ അറ്റ് ദ സർഫേസ് ആയിട്ട് മാറുന്നു എന്നാണ് ചോദ്യം. ഇപ്പോൾ സർഫേസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gm/r ആണ്. g ഇൻറ്റു ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R. റേഡിയസ് ഓഫ് ദ എർത്ത്, റേഡിയസ് ഓഫ് ദ മാസ് g. അപ്പോൾ ഹൈറ്റിലേക്ക് പോകണം അല്ലേ, ഹൈറ്റിലേക്ക് പോകണം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എത്തുമ്പോൾ g ഡാഷ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു gm ഡിവൈഡഡ് ബൈ r പ്ലസ് h സ്ക്വയർ ആണ്. h ഈസ് ദ ഹൈറ്റ് ഫ്രം ദി എർത്ത് സർഫേസ് ആണ്. r റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. h എന്ന് പറയുന്നത് എർത്ത് സർഫസിൽ നിന്ന് ഏത് പോയിന്റ് വരെയാണോ അവിടേക്കുള്ള ഹൈറ്റിനാണ് നമ്മൾ h ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ h ഹൈറ്റ് ഓഫ് ദ പോയിന്റ് ഫ്രം ദി സർഫേസ് ഓഫ് ദി എർത്ത് ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഈ g ഡാഷ് ആർക്ക് പകുതി ആവണം, ജിയുടെ പകുതി ആവണം എന്നാണ്. അപ്പോൾ ഞാനിതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ഇക്വേഷൻസിന് അല്ലേ. അപ്പോൾ g ഡാഷ് ഡിവൈഡഡ് ബൈ g, ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുന്നു ലെറ്റ്സിൽ. അപ്പോൾ g ഡാഷ് ഡിവൈഡഡ് ബൈ g ചെയ്യുന്നു. ഇപ്പോൾ g ഡാഷ് ഡിവൈഡഡ് ബൈ g ചെയ്യുന്ന സമയത്ത് അത് ഷുഡ് ബി ഈക്വൽ ടു ആര് വരും, gm ഡിവൈഡഡ് ബൈ r പ്ലസ് h ദ സ്ക്വയർ ഡിവൈഡഡ് ബൈ g അല്ലേ. ഇപ്പം റെസിപ്രോക്കൽ എടുക്കണ്ടേ, ദറ്റ് ഇസ് r ഡിവൈഡഡ് ബൈ gm വരും. ഡിവൈഡഡ് ബൈ gm/r മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ റെസിപ്രോക്കൽ ചെയ്താൽ പോരെ. ഇവിടെ ആര് വെട്ടിപ്പോയി, gm വെട്ടിപ്പോയി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ g ഡാഷ് ആരാവണം എന്ന് പറയുന്നത്, ഹാഫ് ഓഫ് ഇസ് വാല്യൂ അറ്റ് ദ സർഫേസ് അല്ലേ. ഇപ്പോൾ g ഡാഷ് g/2 ആയി. ഇപ്പോൾ g/2 ബൈ g is equal to r ഡിവൈഡഡ് ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ ആയി. r ഡിവൈഡഡ് ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ ആയിട്ട് മാറി. ക്ലിയർ? സോറി, gm/r സ്ക്വയർ ആണ്, gm/r സ്ക്വയർ. ഫൈൻ, r സ്ക്വയർ. ഇത് r സ്ക്വയർ ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ ആയിട്ട് മാറി. ദാറ്റ്സ് ഇറ്റ്. r സ്ക്വയർ ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ ആയിട്ട് മാറി. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ ചെയ്യുമ്പോൾ gg വെട്ടിപ്പോയല്ലോ, ദാറ്റ്സ് ഈക്വൽ ടു gg വെട്ടിപ്പോയി. അപ്പോൾ r ഡിവൈഡഡ് ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/√2 ആയിട്ട് മാറും. കാരണം അത് 1/2 ആയിട്ട് വരും, അത് 1/√2 ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, h എന്നുള്ള ഹൈറ്റ് എത്ര എന്നാണ് ചോദ്യം. പിന്നെ എനിക്ക് ഇതിൻ്റെ സ്ക്വയർ പോയിട്ടുണ്ട്, സ്ക്വയർ കളഞ്ഞു. r/r പ്ലസ് h ഇസ് ഈക്വൽ ടു 1/√2. അപ്പോൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് r പ്ലസ് h ഇസ് ഈക്വൽ ടു √2 ടൈംസ് r ആയിട്ട് വരും. നമുക്ക് h അല്ലേ ചോദ്യം. h ഇസ് ഈക്വൽ ടു √2 r മൈനസ് r വരത്തില്ലോ. ദാറ്റ്സ് ഈക്വൽ ടു r കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിയുമ്പോൾ ബാക്കി √2
2 മൈനസ് 1 വരും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ g/2 ആകാൻ എടുക്കുന്ന ഹൈറ്റ് ഈസ് ഈക്വൽ ടു √2 മൈനസ് 1 ഇൻറ്റു r എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ദാറ്റ്സ് നമുക്ക് ഓപ്ഷൻ 4th ആണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ? ദിസ് ഈസ് ഫൈൻ. നെക്സ്റ്റ് വൺ. Yes, fine. The water falls from a height of 60 meter at the rate of 15 kilogram per second to operate a turbine. The losses due to the frictional force are 10% of its energy. Then how much power is generated by the turbine? Now, water falls from a height of 60 meter. Now, height h is equal to 60 meter. The rate mass by time dm by dt is equal to 15 kilogram per second ആണ് to operate a turbine. The loss due to the frictional force are 10% of its energy. ഇപ്പോൾ 10% of energy friction കാരണം ലോസ് ചെയ്യുന്നുണ്ട്. Then how much power is generated by the turbine? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നാണ് വാട്ടർ താഴേക്ക് വീഴുന്നത്. ഇവിടെ നിന്നാണ് വാട്ടർ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ടർബൈൻ ഉണ്ടാവുക. ഈ ഹൈറ്റൊക്കെ അവർ തന്നിട്ടുണ്ട് എച്ച്. മനസ്സിലായോ? അപ്പോൾ താഴെ വീഴുന്ന സമയത്ത് ഇവിടെയുള്ള കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ എനർജി താഴെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അതാണ് ടർബൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക. പക്ഷെ അവിടെയുള്ള മുഴുവൻ എനർജിയും താഴെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ആവുന്നുണ്ടോ? ഇല്ല. കാരണം അത് വീഴുന്ന സമയത്ത് 10% ഓഫ് എനർജി ഫ്രിക്ഷൻ കാരണം ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ എത്തുമ്പോൾ ഉള്ള എനർജി ഈസ് ഈക്വൽ ടു 10% ഓഫ് മുകളിലുള്ള MGH ആണ്. ദാറ്റ്സ് ഇറ്റ്. മുകളിലുള്ള MGH ആണ്. അപ്പോൾ എനർജി എന്ന് പറയുന്ന ആൾ 10% ലോസ് ആകുമെങ്കിൽ ഒബ്വിയസ്ലി പവറും 10% ലോസ് ആവും. കാരണം ഇവിടെ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ താഴെ കിട്ടേണ്ട പവർ എന്താണ്? ഈ മൊത്തം എനർജിയും കൊടുക്കുന്ന പവർ അല്ലേ? അപ്പോൾ എത്ര എനർജിയാണോ ലോസ് ചെയ്യുന്നത് അത്ര പവർ അല്ലേ ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ പവർ ലോസ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു ആരാണ്? 10% ഓഫ് ഇനീഷ്യൽ പവർ. ഇപ്പോൾ ഇയാളുടെ താഴെ വീഴുമ്പോൾ എനർജി ലോസ് ഇല്ലായിരുന്നെങ്കിൽ ടോട്ടൽ പവർ ഷുഡ് ബി ഈക്വൽ ടു m ഇൻറ്റു GH ബൈ ടൈം ആണ്. ആക്ച്വലി പെർ സെക്കൻഡിലാണ് ചെയ്യുന്നത്. പെർ സെക്കൻഡിൽ ചെയ്താൽ മതി. ടീക്ക് 1 സെക്കൻഡ് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ അർത്ഥം MGH/T വേണമെങ്കിൽ ഇത് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി എനർജി 10% കുറച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പവർ കണ്ടുപിടിച്ചിട്ട് 10% ഡിക്രീസ് ചെയ്ത് ഫൈനൽ ആൻസർ ടിക്ക് ചെയ്താലും മതി. ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോണേ. ഇനീഷ്യലി ഒരു എനർജി ലോസ് ഇല്ലായിരുന്നെങ്കിലുള്ള പവർ ഗിവൺ ടു ദ ടർബൈൻ ഈസ് ഈക്വൽ ടു മാസ് ബൈ ടൈം എന്ന് പറയുന്നത് 15 ആണ് ഇൻറ്റു G10 ആണ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആക്ച്വലി 60 മീറ്റർ ആണ്. 60 മീറ്റർ. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈക്വൽ ടു 15 ഇൻറ്റു 6 90 ദെൻ 00 ഇത്രയും വാട്ട് വരും. ഇതാണ് പവർ. ഒരു ലോസും ഇല്ലായിരുന്നെങ്കിലുള്ള പവറാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 10% ഓഫ് ഹിസ് എനർജി ഓൾറെഡി ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ ഇതിൻ്റെ 10% ലോസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ 10% കാണുമ്പോൾ 10% ഓഫ് 9000 വാട്ടല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 9000. ശരിയാണോ? അപ്പം 00 പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 900 വാട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത്രയും പവർ ലോസ് ചെയ്യും. മനസ്സിലായി? ഇത്രയും പവർ ആക്ച്വലി ലോസ്ഡ് ആകുന്നില്ല. ഇപ്പോൾ എനർജി ലോസ് ആകുന്നുണ്ട്, അത്രയും പവർ ആക്ച്വലി ലോസ് ആവാം. അപ്പം ഒബ്വിയസ്ലി ഒരു എനർജി ലോസ് ഇല്ലായിരുന്നെങ്കിൽ 9000 ആണ്. പക്ഷെ അത്രയും എനർജി 900 വാട്ട് പവർ ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി റിമൈനിങ് പവർ ഷുഡ് ബി ഈക്വൽ ടു 9000 മൈനസ് 900 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 8100 അല്ലേ? ഇത്രയും വാട്ടാണ്. ദാറ്റ്സ് ഈക്വൽ ടു 8.1 കിലോ വാട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. 8.1 കിലോ വാട്ട് വരും. മനസ്സിലായോ? അപ്പോൾ അതിനർത്ഥം 8.1 കിലോ വാട്ട് എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 1 ആയിട്ടുണ്ട്. ദിസ് ഇസ് ഫൈൻ. അപ്പോൾ ഹൗ മച്ച് പവർ ഈസ് ജനറേറ്റഡ് ബൈ ദ ടർബൈൻ? ദാറ്റ്സ് ഈക്വൽ ടു 8.1 കിലോ വാട്ട് എന്നുള്ള ഫസ്റ്റ് വൺ നമ്മുടെ ആൻസറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ? നെക്സ്റ്റ്. യെസ്. എ സർക്കുലർ ഡിസ്ക് with a groove along its diameter
പ്ലേസ്ഡ് ഹൊറിസോണ്ടലി. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇത് വെർട്ടിക്കലി അല്ല പ്ലേസ് ചെയ്തേക്കണേ, വെർട്ടിക്കൽ സർഫസിലല്ല, ഒരു ടേബിളിൻ്റെ ടോപ്പിലാണ് ഡിസ്ക് വെച്ചേക്കണം. ഹൊറിസോണ്ടലി എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ സർഫേസിലാണുള്ളത്. അപ്പോൾ ഡയഗ്രാം കൺഫ്യൂഷൻ അടിക്കരുത്. വെർട്ടിക്കലി എനിക്ക് ബോർഡിൽ അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ, പക്ഷെ അത് ആക്ച്വലി വെർട്ടിക്കലല്ല, ഹൊറിസോണ്ടലാണ്. ആക്ച്വലി ഹൊറിസോണ്ടലാണ്. ഇങ്ങനെ ദിസ് ഈസ് എ സർക്കുലർ ഡിസ്ക് വിത്ത് എ ഗ്രൂവ് എലോങ് ഇസ് ഡയമീറ്ററാണ്. ഗ്രൂവ് എലോങ് ഇസ് ഡയമീറ്ററിലാണ്. ഇങ്ങനെ എലോങ് ദ ഡയമീറ്റർ ചെറിയൊരു ഗ്രൂവ് ഇവിടെ കിടപ്പുണ്ട്. ഞാനതിനെ ഇച്ചിരി വലുതാക്കി വരയ്ക്കുന്നു. ദിസ് ഈസ് ദ ഗ്രൂവ് എലോങ് ദ ഡയമീറ്റർ is placed horizontally. A block of mass 1 kilogram is placed as shown. ഇതിനകത്ത് ഒരു ബ്ലോക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ദിസ് ഈസ് ഹിയർ ഇറ്റ് ഈസ്. The coefficient of friction between the block and all the surfaces of groove is contact is mu is equal to. ഇപ്പോൾ coefficient of friction ഉണ്ട്, എല്ലാ സർഫസിലുണ്ട്. ഈ എല്ലാ സർഫസും എവിടെയൊക്കെ സർഫസ് ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഈ ഗ്രൂവായിട്ട് ഒരു പോയിന്റിൽ കോണ്ടാക്ട് വരും. അതേപോലെ ഇത് ടേബിൾ സർഫസിലായതുകൊണ്ട് ഇതിൻ്റെ ബേസിൽ ഒരു കോണ്ടാക്ട് വരും. ഇത് ടേബിൾ സർഫസ് ഹൊറിസോണ്ടലി ആണ്. അപ്പോൾ ഇതിൻ്റെ ടേബിൾ സർഫസിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ട്, ഈ ഗ്രൂവിൻ്റെ ഫ്രിക്ഷൻ ഉണ്ട്, രണ്ട് ഫ്രിക്ഷൻ ഉണ്ട്. ദ ഡിസ്ക് ഹാസ് എൻ ആക്സലറേഷൻ ഓഫ് 25 m/s². ഇങ്ങോട്ടാണ് ഡിസ്ക് മൂവ് ചെയ്യുന്നതാണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങോട്ടാണ് ഡിസ്ക് മൂവ് ചെയ്യുന്നത് 25 m/s². ദ ഡിസ്ക് ഹാസ് എൻ ആക്സലറേഷൻ ഓഫ്, ഓക്കെ ഫൈൻ, ദ ആക്സലറേഷൻ ഓഫ് ദ ബ്ലോക്ക് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്ക് ആണ് ചോദ്യം. വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്ക് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഡിസ്ക് നോക്കുമ്പോഴുള്ള ആക്സലറേഷൻ ഓഫ് ദി ബ്ലോക്ക് ആണ് ചോദ്യം. അപ്പം ഡിസ്ക് ആണ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഡിസ്ക് ആണ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്ക് ഓൾറെഡി ആക്സലറേറ്റഡ് ആണ്, ഡിസ്ക് ആണ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഇതിന് മനസ്സിലായിട്ടുണ്ട്, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണ്. ഒബ്സർവിങ് പോയിന്റിന് ഒരു ആക്സലറേഷൻ ഉണ്ട്, അത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ട് മാറി. നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുമ്പം അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ബ്ലോക്കിന് നമുക്കൊരു സ്യൂഡോ ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ സ്യൂഡോ ഫോഴ്സ് എന്ന് പറയുമ്പം നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്നാണ്. ഇപ്പോൾ സ്യൂഡോ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ദ ആക്സലറേഷൻ ഓഫ് ദ ഫ്രെയിം ആണ്. ഫ്രെയിം മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പം സ്യൂഡോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു ഫ്രെയിം മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്യൂഡോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ആരാണ്? ബ്ലോക്കിൻ്റെ മാസ് 1 kilogram ആണ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ദ ഫ്രെയിം ആണ്. ആക്സലറേഷൻ ഓഫ് ദ ഫ്രെയിം 25 m/s² ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു ആ സ്യൂഡോ ഫോഴ്സിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 25 Newton വരും. ദാറ്റ്സ് ഈസ് സ്യൂഡോ ഫോഴ്സിൻ്റെ വാല്യൂ 25 Newton വരും. ഇപ്പോൾ ഇവിടെ മാസുള്ള ബ്ലോക്കിൽ സ്യൂഡോ ഫോഴ്സ് ബിക്കോസ് ഓഫ് ദ ഫ്രെയിം നോക്കുന്നത് ഡിസ്കിൽ നിന്നാണ്. ഡിസ്ക് ഫ്രെയിം നോക്കുമ്പോൾ ഇതിൻ്റെ സ്യൂഡോ ഫോഴ്സ് ഗ്രൗണ്ട് നോക്കുമ്പോൾ ആക്സലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് ബോഡിയുടെ മാസ് ഇൻറ്റു ഫ്രെയിമിൻ്റെ ആക്സലറേഷൻ ആണ്. അത് 1 kilogram ഇൻറ്റു 25. 1 kilogram ആണ് ബ്ലോക്കിൻ്റെ മാസ്. ബ്ലോക്ക് ഓഫ് മാസ് 1 kilogram ആണ് ഇൻറ്റു 25. ഇപ്പോൾ 25 Newton വരും. മനസ്സിലായോ? ഇനി ഇയാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ 25 Newton ഞാൻ 2 കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. കാരണം എന്തായാലും ഈ ഗ്രൂവിനകത്തുകൂടി മാത്രമേ ആരും മൂവ് ചെയ്യുള്ളൂ, ബ്ലോക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ 25 Newton ആണ് ഈ ഗ്രൂവിന് ഈ ഒരു ഫ്രെയിമിൽ നിന്ന് കിട്ടുന്ന ഫോഴ്സ് എങ്കിൽ ഈ ഗ്രൂവിൻ്റെ ഞാൻ ഇതിനെ 2 കമ്പോണൻ്റാക്കി മാറ്റുമ്പോൾ ആ 25 ഒരു കമ്പോണൻ്റ് അലോങ് ദ ഗ്രൂവ് ഇങ്ങനെയും ഒരു കമ്പോണൻ്റ് പെർപെൻഡിക്കുലർ ഈ ഡയറക്ഷനിലും വരും. ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യന് പറയുന്നുണ്ട് ദിസ് ആംഗിൾ ഷുഡ് ബി ഈക്വൽ ടു തീറ്റയാണ്. ഈ ആംഗിൾ തീറ്റയാണ്. ഇത് തീറ്റയാണെങ്കിൽ ദിസ് വൺ ഷുഡ് ബി, ഈ ആംഗിൾ തീറ്റയാവും. ശരിയല്ല? ആ ആംഗിൾ തീറ്റയാവും. പി ഡയറക്ഷനിലെ ഫോഴ്സ് 25 കോസ് തീറ്റ കമ്പോണൻ്റ് ആണ്. ഇപ്പോൾ ഇത് 25 കോസ് തീറ്റ വരും. 25 കോസ് തീറ്റ വരും. 25 കോസ് കമ്പോണൻ്റ് ആണ്. കോസ് തീറ്റ 4/5 ആണ്. അപ്പോൾ അത് 25 4/5. ദാറ്റ്സ് ഈക്വൽ ടു 20 Newton. ശരിയല്ലേ? 20 Newton. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഒരു 20 Newton ഫോഴ്സ് ആക്ട് ചെയ്യും. ഇനി അതിൻ്റെ ഈ കമ്പോണൻ്റ് ഫോഴ്സ് ഈക്വൽ ടു 25 സൈൻ തീറ്റ കമ്പോണൻ്റ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആക്ട് ചെയ്യും. സൈൻ തീറ്റ 3/5 അല്ലേ? അപ്പോൾ 25 3/5 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 15 Newton ഫോഴ്സ് ആക്ട് ചെയ്യും. ഇത് 15 Newton ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ 15 Newton വരും. ഓക്കെ, ഞാൻ സ്യൂഡോ ഫോഴ്സിന് 2 കമ്പോണൻ്റ് ആക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് കൂടാതെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കിക്കേ. ഈ ഫ്രെയിം എന്ന്
മിക്കവാറും ഈ ഗ്രൂപ്പിൻ്റെ ഈ ഒരു സർഫേസിലാണ് ഇയാൾ കോൺടാക്ട് വരാനുള്ള പോസിബിലിറ്റി. കാരണം സ്യൂഡോ ഫോഴ്സിൻ്റെ കോൺസെപ്റ്റാണ്. കാരണം ഇയാൾ ആക്സലേഷൻ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് മെയിൻലി കോൺടാക്റ്റിൽ വരുന്നത് പിറകിലുള്ള സൈഡിലാണ്. അപ്പോൾ അവിടുന്ന് നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. ആ നോർമൽ റിയാക്ഷൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ആ നോർമൽ റിയാക്ഷനെ ഞാൻ N1 എന്ന് വിളിച്ചു. N1. ദാറ്റ്സ് ഇറ്റ്. 2, ഇത് ഹൊറിസോണ്ടൽ സർഫസിലായതുകൊണ്ട് തന്നെ ഈ താഴത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ടേബിൾ സർഫസിലാണെങ്കിൽ ഈ ലോവർ സർഫസിൽ നിന്ന് ഒരു നോർമൽ റിയാക്ഷൻ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി ഈ ഗ്രൂവ് ഇവിടെ കൊടുക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഞാൻ F1 എന്ന് വിളിച്ചു. F1 ഗ്രൂവ് കൊടുക്കുന്ന ഫ്രിക്ഷനാണ് F1. ഇപ്പോൾ ഗ്രൂവിൻ്റെ നോർമൽ റിയാക്ഷൻ വരുന്നത് N1 ആണ്. ഈ ഡയറക്ഷനിലും മൂവ്മെൻ്റ് ഇല്ല. ഈ ഡയറക്ഷനിൽ പാർട്ടിക്കിളിന് മൂവ്മെൻ്റ് ഇല്ല. ഇതിലൂടെ മാത്രമേ പാർട്ടിക്കിൾ മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ നോർമൽ റിയാക്ഷൻ N1 എന്ന് പറയുന്ന ആക്ച്വലി ആർക്ക് ഈക്വലാണ്? 25 sin തീറ്റയ്ക്ക് ഈക്വലാണ്. അപ്പോൾ N1 എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ എനിക്ക് 15 ന്യൂട്ടൺ വരും. ദാറ്റ്സ് ഇറ്റ്. N1 എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ ബേസിക്കലി 25 sin തീറ്റയാണ്. അപ്പോൾ അതെനിക്ക് 15 ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂവിൻ്റെ സൈഡ് അവിടെ കൊടുക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് പിറകോട്ട് F1 ഷുഡ് ബി ഈക്വൽ ടു F1 ആരാണ്? മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ N1 ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മ്യൂ അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മ്യൂ ഈക്വൽ ടു 2/5 ആണ്. അപ്പോൾ 2/5 ഇൻറ്റു അവിടുത്തെ നോർമൽ റിയാക്ഷൻ 15 വരും. ദാറ്റ്സ് ഈക്വൽ ടു 6 ന്യൂട്ടൺ വരും. അപ്പോൾ ഗ്രൂവിൻ്റെ സൈഡ് അവിടെ ഉണ്ടാക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് എത്ര കിട്ടി? 6 ന്യൂട്ടൺ വരും. അപ്പോൾ ഈ ഫ്രിക്ഷൻ 6 ന്യൂട്ടൺ ആണ് ആക്ച്വലി. ദാറ്റ്സ് ഇറ്റ്. 2, ഇതൊരു ടേബിൾ സർഫസിലായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ താഴെ ഒരു ടേബിൾ സർഫസ് ഉണ്ട്, അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ നോർമൽ റിയാക്ഷൻ വെളിയിലേക്കാണ്, ഇങ്ങോട്ടാണ് നോർമൽ റിയാക്ഷൻ വരിക. കാരണം ഹൊറിസോണ്ടൽ സർഫസ് ആണ്, ഇവിടെയാണ് കോണ്ടാക്ട്, ഇവിടെയാണ് ബോഡി ഉള്ളത്, അവിടെ നോർമൽ റിയാക്ഷൻ മുകളിലോട്ടാണ്. പക്ഷേ ആ സമയത്ത് അതിന് ഓപ്പോസിറ്റ് താഴേക്ക് അതിൻ്റെ വെയിറ്റ് mg ആണ്. ഇപ്പോൾ ഹൊറിസോണ്ടൽ സർഫേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് ഇങ്ങനെയാണ് ഗ്രൂവിലൂടെ പോകുന്നത്. അവിടെ നോർമൽ റിയാക്ഷൻ വരും, അതിൻ്റെ വെയിറ്റ് താഴേക്ക് വരും. അപ്പോൾ ആ നോർമൽ റിയാക്ഷൻ അതിൻ്റെ വെയിറ്റ് mg ആണ്. ആ ടേബിൾ സർഫസിൻ്റെ സൈഡ് നോക്കുമ്പോൾ നോർമൽ റിയാക്ഷൻ വെളിയിലേക്ക്, mg താഴേക്ക്. കാരണം ഇത് ഹൊറിസോണ്ടൽ സർഫേസിലാണ്. അവിടെ ടേബിൾ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് തന്നെയല്ലേ. ആ ഫ്രിക്ഷനെ ഞാൻ F2 എന്ന് വിളിച്ചു. ടേബിൾ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷനെ ഞാൻ F2 എന്ന് വിളിച്ചു. അപ്പോൾ F2 എന്ന് പറയുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ F2 ഷുഡ് ബി ഈക്വൽ ടു താഴത്തെ ഹൊറിസോണ്ടൽ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷനാണ്. അത് മ്യൂ ഇൻറ്റു mg ആണ്. അവിടുത്തെ നോർമൽ റിയാക്ഷൻ mg ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2/5 ഇൻറ്റു m 1 ഇൻറ്റു 10 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 4 ന്യൂട്ടൺ ആണ്. ദാറ്റ്സ് ഇറ്റ്. 4 ന്യൂട്ടൺ. ഹൊറിസോണ്ടൽ സർഫസ് അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ 4 ന്യൂട്ടൺ വന്നില്ലേ. അപ്പോൾ ഈ F2 ഈക്വൽ ടു ആക്ച്വലി 4 ന്യൂട്ടണും ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഫ്രിക്ഷൻ, ടേബിൾ സർഫസിൻ്റെ ഫ്രിക്ഷൻ ആൻഡ് സ്യൂഡോ ഫോഴ്സ്, ഇതല്ലാതെ വേറൊരു ഫോഴ്സും അവിടെ ആക്ട് ചെയ്യുന്നില്ല. കാരണം പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്, വെർട്ടിക്കലി മൂവ് ചെയ്യുന്നില്ല. വെർട്ടിക്കലി മൂവ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റി കൂടെ ആക്ട് ചെയ്യും. പക്ഷേ അവിടെ വെർട്ടിക്കൽ മോഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഹൊറിസോണ്ടൽ സർഫേസിൽ മാത്രം മൂവ്മെൻറ്റ്. ഇത്രയും ഫോഴ്സസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. എങ്കിൽ നമുക്കറിയേണ്ടത് ഈ പറയുന്ന ഗ്രൂവിലൂടെ വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്ക് ഇയാൾ മൂവ് ചെയ്യുന്ന ആക്സലറേഷൻ ഞാൻ A എന്ന് വിളിച്ചു. എങ്കിൽ ലോസ് ഓഫ് മോഷൻ്റെ കോൺസെപ്റ്റിൽ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്താൽ പോരെ. ദാറ്റ്സ് ഈക്വൽ ടു ആലോചിച്ച് നോക്കിക്കേ. ഇയാളുടെ നെറ്റ് ഫോഴ്സ് m ഇൻറ്റു A ആണ്. m ഇൻറ്റു A ദിസ് ഈക്വൽ ടു ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 20 മൈനസ് ഓഫ് ഓപ്പോസിങ് ഫോഴ്സ് 6ഉം 4ഉം അല്ലേ. ഇപ്പോൾ 6+4. കാരണം ഈ ഗ്രൂവിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഈ ഡയറക്ഷനിലെ ഫോഴ്സ് 20 ന്യൂട്ടൺ ആണ്. ഓപ്പോസിങ് 6ഉം 4ഉം ആണ്. അപ്പോൾ ഓപ്പോസിങ് ഫോഴ്സ് മൊത്തത്തിൽ 6+4 10 ന്യൂട്ടൺ വരും. ഈ ഡയറക്ഷനിൽ 20 ന്യൂട്ടൺ ആണ്. അപ്പോൾ 20 മൈനസ് 10 ആണ് നെറ്റ് ഫോഴ്സ്. ആ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു ഇയാളുടെ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ദാറ്റ് ഇസ് m ഇൻറ്റു A ഇസ് ഈക്വൽ ടു 10 വരും. 20 മൈനസ് 10. അപ്പോൾ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 10 മാസ് അല്ലേ. അയാളുടെ മാസ് 1 അല്ലേ. അപ്പോൾ ഇയാളുടെ ആക്സലറേഷൻ 10 m/s² എന്നുള്ള ആൻസറായിട്ട് വരികയല്ലേ. അപ്പോൾ ആൻസർ 10 m/s² എന്നുള്ള ആൻസറിലേക്ക് എത്തും. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ആൻസർ 10 m/s² വരികയല്ലേ. ദാറ്റ് ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. 10 m/s² നമ്മുടെ ആൻസറായിട്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ? ലോസ് ഓഫ് മോഷൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. ഓക്കെ, ഫൈൻ, ഗുഡ്. നെക്സ്റ്റ് വൺ. യെസ്. In a photoemissive cell with exciting wavelength lambda, the fastest electron has speed v ആണ്. The exciting wavelength is changed to 3 λ/4. Then the speed of the fastest emitted electron will be എന്നാണ് ചോദ്യം. ശരിയല്ലേ? That's it. ആദ്യത്തെ കേസിൽ സ്പീഡ് v ആണ്. അപ്പോൾ അയാളുടെ റിലീസിങ് കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ കൈനറ്റിക് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി 12mv² അല്ലേ.
അത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് യെസ് ഫൈൻ എച്ച് സി ബൈ ലാംഡ മൈനസ് വേവ് ലെങ്ത് ലാംഡയാണ് മൈനസ് യെസ് വർക്ക് ഫംഗ്ഷൻ ഡബ്ല്യു നോട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനീഷ്യൽ കേസിൽ എച്ച് സി ബൈ ലാംഡ വർക്ക് ഫംഗ്ഷൻ മാത്രമല്ല അയാൾക്ക് ഒരു കൈനറ്റിക് എനർജി എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്, എക്സ്ട്രാ സ്പീഡ് കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഗിവൺ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ആണ് കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ മൈനസ് ഡബ്ല്യു നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റൻ നമുക്ക് കിട്ടും. ഇതാണ് ഫസ്റ്റ് കേസ്. ഇപ്പോൾ ഇവിടെ എനിക്ക് എച്ച് സി ബൈ ലാംഡ ഈസ് ഈക്വൽ ടു യെസ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു നോട്ട് എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ് കേസിൽ എനിക്ക് ഇങ്ങനൊരു ഇക്വേഷൻ വേണം കിട്ടും. ശരിയല്ലേ? സെക്കൻഡ് കേസ് എന്താ പറയുന്നത്? ഇഫ് ദ എക്സൈറ്റിംഗ് വേവ് ലെങ്ത് ഈസ് ചേഞ്ച്ഡ് ടു 3 ലാംഡ ബൈ 4 ആക്കി മാറ്റി. ആ സമയത്ത് സ്പീഡ് ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എമിറ്റഡ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സെക്കൻഡ് കേസിൽ വേവ് ലെങ്ത് മാറ്റുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ സെക്കൻഡ് കേസിൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആ സമയത്തുള്ള വെലോസിറ്റി ഞാൻ സ്പീഡിനെ വി ഡാഷ് എന്ന് വിളിച്ച് വി ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ മാറി, ലാംഡ 3 ലാംഡ ബൈ 4 ആയി, 3 ലാംഡ ബൈ 4 ആയി മൈനസ് ഡബ്ല്യു നോട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. ഇയാൾ എനിക്ക് ആക്ച്വലി ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ 4/3 എച്ച് സി ബൈ ലാംഡ എന്ന് എഴുതിക്കൂടെ മൈനസ് ഡബ്ല്യു നോട്ട് ആവും. ശരിയാണോ? അതായത് 3/4 4/3 എച്ച് സി ബൈ ലാംഡ മൈനസ് ഡബ്ല്യു നോട്ട് ആവും. ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തു. ദാറ്റ്സ് ഇറ്റ്. മോഡേൺ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി ആ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. ഫസ്റ്റ് ഇക്വേഷനെ രണ്ടാമത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. എനിക്കിവിടെ ഹാഫ് എം വി ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു ദിസ് വൺ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു നോട്ട് മൈനസ് ഡബ്ല്യു നോട്ട് എന്ന് എഴുതിക്കൂടെ. ആലോചിച്ച് നോക്കിയേ. 4/3 ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു നോട്ട് മൈനസ് ഡബ്ല്യു നോട്ട് എന്ന് എഴുതിക്കൂടെ. ഇങ്ങനെ ഇക്വേഷനായിട്ട് മാറും. ഇപ്പോൾ എന്തായാലും ഇത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അയാളുടെ വാല്യൂ 4/3 ടൈംസ് യെസ് 4/3 സ്പീഡാണ്. അപ്പോൾ അത് കണ്ടുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വെലോസിറ്റി ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 4/3 ദ റൂട്ട് അല്ലേ, കാരണം ഇത് വി സ്ക്വയർ ആണ്. അപ്പോൾ 4/3 ടൈംസ് ആണ് ആക്ച്വലി കൂടുന്നത്. അപ്പോൾ V1 എന്ന് പറയുന്ന വെലോസിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4/3 റൂട്ട് ഓഫ് 4/3 ടൈംസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ ഗ്രേറ്റർ ദാൻ 4/3 റേസ് ടു 1/2 ടൈംസ് റൂട്ടായിട്ട് മാറും. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ്. യെസ്, 3 bulbs of 4 watt, 60 watt and 100 watt are connected in series to a constant source of 200 volt. Which of the following statement is true എന്നാണ്. 40 വാട്ട് ബൾബിനാണ് ബ്രൈറ്റ്നസ് കൂടുതൽ, 100 വാട്ടിനാണോ 60 വാട്ടിനാണോ ഓൾ ദ ബൾബ്സിന് ഒരേ ബ്രൈറ്റ്നസ് ആണ്, പക്ഷേ സീരീസ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ തൽക്കാലം 3 ബൾബ്സ് ആണുള്ളത്. ദിസ് വൺ ഫസ്റ്റ് ബൾബ്, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഇത് 40 വാട്ട്, ഇത് 60 വാട്ട്, ഇത് 100 വാട്ടാണ്. ഇത് ഒരു സപ്ലൈ വോൾട്ടേജ് 200 വോൾട്ടിന് അക്രോസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കണേ. 200 വോൾട്ടിന് അക്രോസ് സീരീസ് ആയിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എന്നാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ സാധാരണ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ ബൾബിന് ഓരോ ബൾബിൻ്റെയും പവർ റേറ്റഡ് പവറാണ് തന്നേക്കണം. റേറ്റഡ് പവർ തരുന്ന കൂട്ടത്തിൽ അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് കൂടി തരാറുണ്ട്. ഇപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ക്വസ്റ്റ്യൻ ആക്ച്വലി ഇപ്പോൾ ഓരോ ബൾബിൻ്റെയും റേറ്റഡ് പവറും റേറ്റഡ് വോൾട്ടേജും തരേണ്ടതാണ്. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൽ ഇതേപോലെ അവർ ഒരു ബൾബിൻ്റെ പവർ റേറ്റഡ് പവേഴ്സ് മാത്രം തരികയും എന്നാൽ റേറ്റഡ് വോൾട്ടേജ് തരാതിരിക്കുകയും ചെയ്താൽ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടാൽ നമുക്ക് തൽക്കാലത്തെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എന്താണോ നമ്മളവിടെ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 200 വോൾട്ട് അത് ഓരോന്നിൻ്റെയും റേറ്റഡ് വോൾട്ടേജ് ആയിട്ട് തൽക്കാലം പരിഗണിക്കുക. അപ്പോൾ ഇതിൻ്റെ റേറ്റഡ് വോൾട്ടേജും ഇതിൻ്റെയും റേറ്റഡ് വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് എന്താണോ അത് തന്നെയാണെന്ന് വിചാരിക്കുക. ഇനി സീരീസ് കോമ്പിനേഷൻ. സീരീസ് ആയതുകൊണ്ട് തന്നെ ഈ സീരീസ് കോമ്പിനേഷനിൽ ഓരോ ബൾബിൽ കൂടിയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണ്.
ദാറ്റ്സ് ഇറ്റ്. അതാണ് സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത. കറണ്ട് ഫ്ലോയിങ് ത്രൂ ഓൾ ദ ബൾബ് ഷുഡ് ബി സെയിം ആവും. കറണ്ട് സെയിം ആണെങ്കിൽ ഡെലിവേർഡ് പവർ എന്ന് പറയുന്നത് ആരാണ്? ഒരു പവർ ഡെലിവേർഡ് ടു ദ ബൾബ് ഈസ് ഈക്വൽ ടു ആക്ച്വലി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി. പക്ഷെ കറണ്ട് എല്ലാ ബൾബിൽ കൂടിയും സെയിം ആയതുകൊണ്ട് ഡെലിവേർഡ് പവർ എന്ന് പറയുന്നത് എപ്പോഴും ആ ബൾബിൻ്റെ റെസിസ്റ്റൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ബൾബുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഏതിനാണ് പവർ ഡെലിവേർഡ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ഏതിനാണ്, അല്ലെങ്കിൽ ഏത് ബൾബിനാണോ റെസിസ്റ്റൻസ് കൂടുതൽ, റെസിസ്റ്റൻസ് കൂടിയ ബൾബിനാണ് പവർ ഡെലിവേർഡ് കൂടുതൽ. അതാണ് സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത. എങ്കിൽ നമുക്ക് അടുത്ത ലക്ഷ്യം പവർ ഡെലിവേർഡ് ആർക്കാണ് കൂടുതൽ എന്ന് അറിയണമെങ്കിൽ റെസിസ്റ്റൻസ് ആർക്കാണ് കൂടുതൽ എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ റെസിസ്റ്റൻസ് ആർക്കാണ് കൂടുതൽ, അതാണ് അടുത്ത ചോദ്യം. അതിനാണ് ഒരു ബൾബിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റേറ്റഡ് വോൾട്ടേജും റേറ്റഡ് പവറും തന്നാൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ റേറ്റഡ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ബൈ റേറ്റഡ് പവർ ആണ്. ദാറ്റ്സ് ഇറ്റ്. റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് കാണാൻ റേറ്റഡ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ബൈ റേറ്റഡ് പവർ ചെയ്യണം. ഇവിടെ എല്ലാത്തിനും റേറ്റഡ് വോൾട്ടേജ് സെയിം സപ്ലൈ വോൾട്ടേജൊക്കെ എടുത്ത് കഴിയുമ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റഡ് പവർ ആണ്. ദാറ്റ്സ് ഇറ്റ്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റഡ് പവർ ആണ്. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ പവർ ഡെലിവേർഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റഡ് പവർ ആയിട്ട് മാറും. കാരണം പവർ ഡെലിവേർഡ് റെസിസ്റ്റൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, റെസിസ്റ്റൻസ് റേറ്റഡ് പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ പവർ ഡെലിവേർഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റഡ് പവർ എന്നുള്ള കണ്ടീഷനിലേക്ക് വന്നു. ഇപ്പോൾ ഒരു ബൾബിന് ഡെലിവർ ചെയ്യുന്ന പവർ എൻ്റെ റേറ്റഡ് പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി? കമ്പയർ ചെയ്താൽ മതി. നോക്കിക്കേ, ഏറ്റവും പവർ കൂടിയ ആളാണ് ചോദ്യം. ബ്രൈറ്റ്നെസ് ഏറ്റവും കൂടിയ ആളെന്ന് പറയുമ്പോൾ റേറ്റഡ് പവർ ഏറ്റവും കുറഞ്ഞ ആളാണ്. ഈ 4 പവറിൽ റേറ്റഡ് പവർ ഏറ്റവും കുറവ് 40 വാട്ടിനാണ്. അപ്പോൾ 40 വാട്ട് ബൾബിനാണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നെസ് വരിക. ഫസ്റ്റ് ഓപ്ഷൻ ആൻസറായി. 100 വോൾട്ടിനാണ് മാക്സിമം ബ്രൈറ്റ്നെസ്, തെറ്റാണ്. 60 വാട്ടിന് തെറ്റാണ്, എല്ലാ ബൾബിനും കിട്ടത്തുമില്ല. അപ്പോൾ 40 വാട്ട് ബൾബ് ഗ്ലോസ് ദ ബ്രൈറ്റസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ. The moment of inertia of the disk about an axis tangential and parallel to its surface B I ആണ്. ഒരു ഡിസ്ക് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഹിയർസ് എ ഡിസ്ക്. യെസ്. The moment of inertia of the disk about an axis tangential and parallel. About an axis ടാൻജൻഷ്യൽ ആൻഡ് പാരലൽ ആണ്. ഇങ്ങനെ, ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഞാൻ ഡിസ്കിന് ഇങ്ങനെ കെപ്റ്റ് ചെയ്തേക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ഡിസ്കിന് പാരലായിട്ടുള്ള ടാൻജൻഷ്യൽ ആക്സിസ് ആണ് എടുത്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് ഈക്വൽ ടു ഐ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഐ ആരാണ് ആക്ച്വലി? 5/4 mr² അല്ലേ. ഡിസ്കിൻ്റെ ടാൻജൻഷ്യൽ ആക്സിസ് പാരലൽ ടു ഈ സർഫേസ് ആണെങ്കിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ 5/4 mr² ആണ്. അപ്പോൾ ഇത് ആക്ച്വലി 5/4 mr² ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഫസ്റ്റ് കേസ് ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇൻ എ സെക്കൻഡ് കേസ്, then what will be the moment of inertia about the axis tangential but perpendicular to the surface ആണ്. അപ്പോൾ അതേ ഡിസ്ക്കാണ് ദിസ് വൺ. പക്ഷേ ടാൻജൻഷ്യൽ ആക്സിസ് പെർപെൻഡിക്കുലർ സർഫേസ് ആവണം. ദിസ് വൺ ടാൻജൻഷ്യൽ ആക്സിസ് ആണ്, പെർപെൻഡിക്കുലർ ടു ദ സർഫേസ് ആണ്. ആക്ച്വലി സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ ഡാഷ് എന്ന് വിളിച്ചത് ഷുഡ് ബി സീക്വൽ നമുക്കറിയാം 3/2 mr² ആണ്. അതും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് കേസിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു 3/2 mr² കിട്ടി. ഇപ്പോൾ സെക്കൻഡ് കേസിൽ 3/2 mr² ആണ്. ഫസ്റ്റ് കേസിൽ അത് 5/4 mr² ആയി. നമുക്കത് ഐൻ്റെ ടേമിൽ മതി. അപ്പോൾ ഐ ഡാഷ് ബൈ ഡിവൈഡ് ചെയ്ത് നോക്കി ആൻസർ ആയില്ലേ. അപ്പോൾ ഐ ഡാഷ് ഡിവൈഡഡ് ബൈ ഐ ഷുഡ് ബി ഈക്വൽ ടു 3/2 mr² ഡിവൈഡഡ് ബൈ 5/4 mr² ആണ്. mr² പോയില്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 3/2 ഇൻറ്റു 4/5 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 6/5. അപ്പോൾ ഐ ഡാഷ് ഷുഡ് ബി ഈക്വൽ ടു 6/5 ഐ എന്ന് കിട്ടും.
ദാറ്റ്സ് ഇറ്റ്. 6/5 I എന്ന് വരും. അപ്പോൾ 6/5 I എന്ന് പറയുമ്പോൾ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ 1 അല്ലേ? അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ റൊട്ടേഷണൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ജനറലി അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള റിസൾട്ടൻ്റ് ആണ് ആക്ച്വലി. ഒരു ഡിസ്കിൻ്റെ ടാൻജൻഷ്യൽ ആക്സിസ് അതൊന്ന് ഡിസ്കിന് പാരലായിട്ട് വരുമ്പോൾ ഒന്ന് ഡിസ്കിന് പെർപെൻഡിക്കുലറായിട്ട് വരുമ്പോഴുള്ള കേസുകളാണ്. ആ രണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ കമ്പാരിസൺ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് വൺ നമ്മുടെ ആൻസറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ? നെക്സ്റ്റ്, യെസ്, എ സൈക്ലിക് പ്രോസസ് A, B, C, D is shown in the PV diagram. Which of the following curve represents the same process ആണ്? അപ്പോൾ താഴത്തേൽ PT ഗ്രാഫ് എല്ലാം PT ഗ്രാഫാണ്. പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ് ചോദ്യം. അതിൽ ABCD എന്നുള്ള പ്രോസസ്സിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഈ BC ഐസോതെർമൽ ആണ് എന്ന് പറയണേ. ദിസ് ഇസ് ഐസോതെർമൽ. ഇത് ഐസോതെർമൽ ആണ്, കാരണം ഇതും ഐസോതെർമലാണ്. ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷനും ഒന്ന് ഐസോതെർമൽ കംപ്രഷനുമാണ്. കാരണം എന്തുകൊണ്ടാണ് ഐസോതെർമൽ എന്ന് പറയുന്നതെന്നറിയോ? കാരണം നമുക്കറിയാം അഡിയബാറ്റിക് കേസിൽ അഡിയബാറ്റിക്കിൻ്റെ ഗ്രാഫും ഐസോതെർമൽ ഗ്രാഫും ഈക്വലാണ്. അപ്പം രണ്ടിൻ്റെ ഷേപ്പ് ആക്ച്വലി ഈക്വലാണ്. അപ്പോൾ അത് ഷേപ്പ് കണ്ടുകൊണ്ട് നമുക്ക് ഏത് പ്രോസസ്സാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഐസോതെർമൽ എന്ന് പറയണം. പിന്നെ ഇവിടെ ഒരു പോസിബിലിറ്റി ഉള്ളത് അത് പറഞ്ഞില്ലേ നമുക്ക് ആൻസർ ടിക്ക് ചെയ്യാമെന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇവിടെ ടെമ്പറേച്ചർ നോക്കിക്കേ, PT ഈ പ്രോസസ്സുകളിൽ രണ്ട് ഐസോതെർമൽ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഐസോബാറിക്കാണ്. AB എന്ന് പറയുന്ന പ്രോസസ്സ് ഐസോബാറിക്കാണ്. CD ഐസോകോറിക്കാണ്, കാരണം ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ CD ഐസോകോറിക്കാണ്, AB ഐസോബാറിക്കാണ്. പിന്നീട് ഇവിടുത്തെ പ്രോസസ്സിൽ എന്തായാലും രണ്ട് ഐസോതെർമൽ എന്തായാലും വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ BCയും ഈ DAയും എന്തായാലും ഐസോതെർമൽ മാത്രമേ ആകത്തുള്ളൂ. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ആൻസർ പറയാം. പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ രണ്ട് പ്രോസസ്സ് ഐസോതെർമൽ ആണെന്ന് കൂടി അവർ പറയും. ഇപ്പോൾ ഇവിടെ പ്രോസസ്സുകൾ നോക്കുമ്പോൾ ഓരോ പ്രോസസ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കിയേ. AB ഐസോബാറിക്കാണ്. AB എന്ന് പറയുന്ന പ്രോസസ്സ് ഐസോബാറിക്കാണ്. ഇനി BC ഐസോതെർമലാണ്. ഐസോതെർമൽ മാത്രമല്ല എക്സ്പാൻഷൻ കൂടിയാണ്, വോളിയം കൂടുകയാണ്. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷനാണ്. CD എന്ന് പറയുന്ന പ്രോസസ്സ് ഐസോകോറിക്കാണ്. അപ്പോൾ CD എന്ന് പറഞ്ഞ പ്രോസസ്സ് ഐസോകോറിക് ആയതുകൊണ്ട് അവിടെ വോളിയം ഷുഡ് ബി എ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് DA എന്ന് പറയുന്ന പ്രോസസ്സ് എഗെയിൻ ഐസോതെർമൽ ആണ്. ഐസോതെർമൽ മാത്രം പറയേണ്ട, അത് കംപ്രഷൻ കൂടിയാണ്. അപ്പോൾ നമുക്കവിടെ വേണ്ടത് പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BCയിലും DAയിലും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ BCയിലും DAയിലും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. എല്ലാ ഗ്രാഫിലും അത് തന്നെയാണ്. എല്ലാ ഗ്രാഫിലും ADയിലും അല്ലേ, DAയിലും ഇറ്റ്സ് ഫൈൻ. ഇവിടേക്ക് വോളിയം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ തന്നേക്കണം. ബാക്കി നോക്കണം. AB ഐസോബാറിക്കാണ്. അപ്പോൾ ഇവിടെ AB ഐസോബാറിക് അല്ല, അപ്പോൾ ഇത് വരികയില്ല, അതെന്തായാലും വരികയില്ല. അപ്പോൾ AB ഐസോബാറിക്കാണ്. ഓക്കെ. CD ഐസോകോറിക്കാണ്. CD ഐസോകോറിക് ആകണമെങ്കിൽ PT ഗ്രാഫ് അല്ലേ, PVC = NRT അല്ലേ, PVC = NRT ആണ്. അപ്പോൾ ഐസോകോറിക് വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ P പ്രപ്പോർഷണൽ ടു T ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ P പ്രപ്പോർഷണൽ ടു T. അതിൻ്റെ അർത്ഥം എന്താണ്? P പ്രപ്പോർഷണൽ T. അപ്പോൾ ഐസോകോറിക് പ്രോസസ്സിൽ PT ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആവണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആരാണ്? CD ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണോ? അല്ല. അപ്പോൾ അതും ആൻസർ അല്ല. അപ്പോൾ CD പാസിംഗ് ത്രൂ ഒറിജിൻ ആയിരിക്കണം. അപ്പോൾ ഇത് ഓക്കെ. ഈ രണ്ട് ഗ്രാഫിൽ ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കോൺസെപ്റ്റുകളും അപ്ലിക്കബിളായി. ഇനി നമുക്ക് വേണ്ടത് ടെമ്പറേച്ചറിൻ്റെ കേസാണ്. ഇവിടെ A നിന്ന് Bയിലേക്ക് വരുമ്പോൾ പ്രഷർ ഓക്കെ, വോളിയം കൂടുന്നു എന്നാണ്. A നിന്ന് Bയിലേക്ക് പ്രഷർ ഓക്കെ, വോളിയം കൂടുന്നു. പക്ഷേ A നിന്ന് Bയിലേക്ക്, കാരണം എയറോ മാർക്ക് ഇങ്ങോട്ടാണ്, അതുകൊണ്ട് നോക്കണം, എയറോ മാർക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ A നിന്ന് Bയിലേക്ക് പ്രഷർ കോൺസ്റ്റൻറ്റ്, വോളിയം ഇൻക്രീസസ് ആണ്. ഇപ്പോൾ ഒരു പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് വോളിയം ഇൻക്രീസ് ചെയ്താൽ ടെമ്പറേച്ചർ ഒബ്വിയസ്ലി കൂടിയേ പറ്റുള്ളൂ. കാരണം PVC = NRT ആണ്. ഇവിടെ പ്രഷർ കോൺസ്റ്റൻറ്റ്, വോളിയം കൂടണം, അപ്പോൾ ടെമ്പറേച്ചർ കൂടിയേ പറ്റൂ. അപ്പോൾ AB എന്ന് പറയുന്ന പ്രോസസ്സിൽ ടെമ്പറേച്ചർ കൂടണം. ഇവിടെ AB എന്ന് പറയുന്ന പ്രോസസ്സിൽ ടെമ്പറേച്ചർ കൂടുകയാണ്. പക്ഷേ ഇവിടെ A നിന്ന് Bയിലേക്കല്ല, B നിന്ന് Aയിലേക്കാണ് പ്രോസസ്സ്. B നിന്ന് Aയിലേക്കല്ലല്ലോ, A നിന്ന് Bയിലേക്കാണല്ലോ പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് തെറ്റാണ്. അപ്പോൾ ആൻസർ എന്തായാലും ഫസ്റ്റ് ഓപ്ഷനേ വരുള്ളൂ. നമുക്ക് ഇത് ഓരോന്നും ചെക്ക് ചെയ്തുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫുകളെ നെഗ്ലക്റ്റ് ചെയ്തെടുക്കുക. ബാക്കി ഏതാണോ വരുന്നത് നമ്മുടെ ആൻസറാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് അതിൻ്റെ തെർമോഡൈനാമിക്സിൻ്റെ ആൻസറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുക.
ഒരു ഗിവൺ ഗ്രാഫിനെ അതിൻ്റെ പ്രോസസ്സുകൾ നോക്കിയിട്ട് മറ്റൊരു ഗിവൺ ആക്സിസ് ഉള്ള ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യുക. അമ്മരൊരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ചെയ്തേക്കണേ. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? നെക്സ്റ്റ് വൺ. Here it is. Yes. An uncharged metal ball is placed in the uniform electric field of a plane capacitor. Which of the following correctly represents the electric field lines of the ball? ഇവിടെ മെറ്റൽ ബോളാണ്. മെറ്റൽ ബോൾ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടികളൊന്ന് മനസ്സിലേക്ക് വരണം. ഒന്ന് ഒരു കണ്ടക്ടിങ് ബോഡിയുടെ അകത്ത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവരുത്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടിങ് ബോഡി ഈസ് ഓൾവേസ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ കണ്ടക്ടിങ് ബോഡിയുടെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ കണ്ടക്ടിങ് ബോഡിക്ക് അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കേസ്. അപ്പോൾ ഓക്കെ, അതെല്ലാം ഓക്കെ ഒബേ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും അതിനകത്തും എന്തില്ല, ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടിങ് ബോഡിക്കകത്ത് വരച്ചിട്ടില്ല. അപ്പോൾ ആ കൺസെപ്റ്റ് 3 പേർക്കും അപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇസ് ഓൾവേസ് ഇൻ്റർസെക്റ്റ് ദി കണ്ടക്ടിങ് സർഫേസ് പെർപെൻഡിക്കുലർലി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അകത്ത് വരയ്ക്കരുത്, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും കണ്ടക്ടിങ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും കണ്ടക്ടിങ് സർഫസിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓക്കെ ഫൈൻ, ഈ ഒരു കൺസെപ്റ്റിലല്ല ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടിങ് സർഫസിന് പെർപെൻഡിക്കുലർ ആണോ? ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടിങ് സർഫസിന് പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ ഇത് തെറ്റാ. അടുത്തതിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കിക്കേ, എല്ലാം കണ്ടക്ടിങ് സർഫസിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇതും തെറ്റാ. ഇതിൽ നോക്കിക്കേ, എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ എത്തുമ്പോൾ സമയത്ത് അത് എലോങ് ദി നോർമലായിട്ട് റേഡിയസിലേക്ക് പോകുന്നുണ്ടോ, എല്ലാം കൂടി കൺവേർജ് ചെയ്യുന്നതിൻ്റെ സെൻറ്ററിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്താൽ. അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ സർഫസിന് നമുക്ക് എന്ത് പറയാം, നോർമലാണ്. അപ്പോൾ ആ രണ്ട് കോൺസെപ്റ്റ് ഓർത്താൽ മതി. ഒന്ന്, കണ്ടക്ടിങ് ബോഡിയുടെ അകത്ത് കൂടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പാടില്ല എന്നുള്ള കോൺസെപ്റ്റ്. രണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇസ് ഓൾവേസ് ഇൻ്റർസെക്റ്റ് ദി കണ്ടക്ടിങ് സർഫേസ് പെർപെൻഡിക്കുലർലി. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള കണ്ടക്ടിങ് ബോഡിക്ക് അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ കോൺസെപ്റ്റുകളിൽ വരുന്ന ആൻസർ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ. യെസ്. A 12.5 electron volt electron beam is used to bombard gases hydrogen at room temperature. It will emit, okay fine, must atomnuclear ആണല്ലേ. ഇപ്പോൾ 2 lines in the Lyman series and 1 line in the Balmer series എന്നൊക്കെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം അറിയാലോ, എനർജി എന്ന് പറയുന്ന ആൾ ആക്ച്വലി ഈക്വൽ ടു hc/λ ആണ്. എനർജിയാണ് തന്നേക്കണേ. അപ്പോൾ വേവ് ലെങ്ത് ഷുഡ് ബി ഈക്വൽ ടു hc/E വരുമല്ലേ. എനർജിയാണ് അവർ തന്നേക്കണം ആക്ച്വലി ഈക്വൽ ടു, ശരിയല്ലേ. ദാറ്റ്സ് ഈക്വൽ h is equal to 6.62 into 10 raised to 34, ശരിയല്ലേ, is equal to 34 into c സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, is equal to 3 into 10 raised to 8 ഡിവൈഡഡ് ബൈ എനർജി തന്നിട്ടുണ്ട് 12.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്, 1.6 into 10 raised to -19 വരും. ഇതാണ് ആക്ച്വലി വേവ് ലെങ്ത് നമുക്ക് കിട്ടുക. അത്ര എനർജി വരുമ്പോൾ അത്രയും വേവ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ വേവ് ലെങ്ത് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇത് സോൾവ് ചെയ്തിട്ട് അയാളുടെ വേവ് ലെങ്ത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, ശരിയല്ലേ. അപ്പോൾ ഇയാളുടെ വേവ് ലെങ്ത് കണ്ടെത്തുന്ന സമയത്ത് 6.62 into 3 ഡിവൈഡഡ് ബൈ 12.5 എസ് ഡിവൈഡഡ് ബൈ 1.6 വരും. ദാറ്റ്സ് ആക്ച്വലി ഈക്വൽ ടു 0.993 ഇൻറ്റു പവർ നോക്കിക്കേ. ഇത് പ്ലസ് വരുമ്പോൾ 34 -34 + 19 15 -15 into 8 വരും. ദാറ്റ്സ് ഈക്വൽ ടു -7 10 raised to -7. ഇത് ആക്ച്വലി 993 into 10 raised to -10 എഴുതിക്കൂടെ. ദാറ്റ്സ് ഈക്വൽ ടു 993 ആങ്സ്ട്രോം വരും. ഇതാണ് അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ കോൺസെപ്റ്റ് കിട്ടി. വേവ് ലെങ്ത് നമുക്ക് ആ എമിഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ലൈൻസ് ഓഫ് സ്പെക്ട്രം ആണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ. അതെങ്ങനെ കാണും? ഇക്വേഷൻ നമുക്കറിയാം, 1/λ is equal to r into 1/n1² minus 1/n2² ആണ് കോൺസെപ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. 1/λ is equal to r into 1/n1² minus 1/n2² ആണ്. ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. ദാറ്റ്സ് ഈക്വൽ ടു 1/what is λ 993 into 10 raised to -10 വരും. ഇസ് ഈക്വൽ ടു ആ റിബൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് വാല്യൂ എത്രയാണ്?
0.97 into 10 raised to 7 ആണ് ഇൻറ്റു 1 by n1 1 ആണ് മൈനസ് 1 by n2 കണ്ടുപിടിച്ചാൽ മതി. സെറ്റ് n2 കണ്ടുപിടിച്ചാൽ മതി. ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ n2ൻ്റെ വാല്യൂ നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കണം. ശരിയല്ലേ? n2ൻ്റെ വാല്യൂ n2 സ്ക്വയർ ആണ്. n2 സ്ക്വയറിൻ്റെ വാല്യൂ ആക്ച്വലി കണ്ടുപിടിക്കണം. സെറ്റ് ഇത് n2 സ്ക്വയർ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഷുഡ് ബി ഈക്വൽ ടു n2ൻ്റെ വാല്യൂ 3 വരും. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ n2ൻ്റെ വാല്യൂ 3 വരും. 3 മീൻസ് വാട്ട്? 3 എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ താഴെ 3 സ്റ്റേറ്റ്സ് ആണ്. ഇപ്പോൾ n1 n2 n3. n1 is equal to 1, n2 n3. That's it. 3 എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ 2 ലൈമൺ സീരീസസ് വരും അല്ലേ? ലൈമൺ സീരീസസ് 2 എണ്ണം വരും. ദാറ്റ് ഈസ് n2 to n1 ആൻഡ് n3 to n1. ഇപ്പോൾ 2 ലൈമൺ സീരീസസ് കിട്ടും. ദെൻ n3 to n2 ശരിയല്ലേ? ഒരു ബാൾമർ സീരീസും വരും. 2 എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ 2 ലൈമൺ സീരീസ്, 2 ലൈൻസ് ഇൻ ദ ലൈമൺ സീരീസ് ആൻഡ് 1 ലൈൻസ് ഇൻ ദി ബാൾമർ സീരീസ് വരും. ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ. ഫസ്റ്റ് വൺ നമ്മുടെ ആൻസർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ക്ലിയർ. നെക്സ്റ്റ് വൺ. Yes. A boat takes 2 hours to travel 8 km and back in still water. If the velocity of water is 4 km per hour, then the time taken for going upstream 8 km and coming back എന്നാണ് ചോദ്യം. അപ്പോൾ ഓൾറെഡി റിവർ ഫ്ലോ അല്ലേ? റിവർ ഫ്ലോ, വെലോസിറ്റി ഓഫ് റിവർ ഫ്ലോ അവർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 4 km per hour ആണ്. ഇനി ഇവിടെ ഒരു ബോട്ട് സ്റ്റിൽ വാട്ടറിൽ 8 കിലോമീറ്റർ ഹവേഴ്സ് ടു ട്രാവൽ 8 കിലോമീറ്റർ ആൻഡ് ബാക്ക് ഇൻ സ്റ്റിൽ വാട്ടർ 2 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ ബോട്ട് എത്രയാണ്? വെലോസിറ്റി ഓഫ് ദ ബോട്ട് എന്ന് പറയുന്നത് അയാൾ ട്രാവൽ ചെയ്യുന്ന മൊത്തം ഡിസ്റ്റൻസ് നോക്കിക്കേ. 2 hours ടു ട്രാവൽ 8 കിലോമീറ്റർ ആൻഡ് ബാക്ക് ഇൻ സ്റ്റിൽ വാട്ടർ ആണ്. 8 കിലോമീറ്റർ ആണ് മൊത്തം ട്രാവൽ. ഇപ്പം ടോട്ടൽ ട്രാവൽ ചെയ്യുന്നത് 16 കിലോമീറ്റർ ആണ് ബൈ 2 hours ആണ്. അപ്പോൾ അയാളുടെ വെലോസിറ്റി 2 km per hour വരും. ദാറ്റ്സ് ഇറ്റ്. 2 hours ടു ട്രാവൽ 8 കിലോമീറ്റർ ആൻഡ് ബാക്ക് ഇൻ സ്റ്റിൽ വാട്ടർ. 8 കിലോമീറ്റർ പോയി തിരിച്ച് വരാൻ 2 മണിക്കൂർ എടുത്തുന്ന ബോട്ടിൻ്റെ വെലോസിറ്റി 8 km per hour എന്ന് വരും. ആൻഡ് ദാറ്റ് ഓഫ് ദി വാട്ടറിൻ്റെത് 4 km per hour ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? റിവർ ഫ്ലോ ഇങ്ങോട്ടാണ് റിവർ ഫ്ലോ എന്ന് വിചാരിക്കുക. ദാറ്റ്സ് ഇസ് വി ആർ. അയാളൊരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സംവെയർ ഇവിടുന്ന് അയാൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് പോയിന്റ് എ ആണ്. അവിടുന്ന് അയാൾ അപ്വേർഡ് ഡയറക്ഷൻസിലേക്ക് പോകണം. അപ്പോൾ ആദ്യത്തെ കേസിൽ അയാളുടെ വെലോസിറ്റി അപ്വേർഡ് ഡയറക്ഷൻസിലാണ്. അപ്വേർഡ് ഡയറക്ഷനാണ് ആര് വരിക? വി ബി വരിക. ഇത് ബി വരെ പോയി. ആ ബി വരെ പോകുന്നത് അപ്സ്ട്രീം 8 കിലോമീറ്റർ മുകളിലോട്ട് പോകണം. അപ്പോൾ ഇയാൾ മുകളിലോട്ട് പോകുമ്പോൾ റിവർ ഫ്ലോ ആക്ച്വലി താഴേക്കല്ലേ? അപ്പോൾ അയാൾ മുകളിലോട്ട് പോകാൻ എടുക്കുന്ന ടൈം ഓഫ് അപ്വേർഡ് ഡയറക്ഷനിലെ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് 8 ഡിവൈഡഡ് ബൈ വെലോസിറ്റി റിലേറ്റീവ് ആണ്. റിലേറ്റീവ് വെലോസിറ്റി ആരാണ്? ഇയാൾ മുകളിലോട്ട് പോകുമ്പോൾ വി ആർ താഴേക്കല്ലേ? അപ്പോൾ വി ബി എത്രയാണ്? 8 - 4 വരും. 8 - 4 വരും. ഈക്വൽ ടു 8/4 ഇസ് ഈക്വൽ ടു 2 hour എടുക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അപ്വേർഡ് 8 കിലോമീറ്റർ പോകണമെങ്കിൽ ദ ഷുഡ് ബി ടേക്സ് 2 hour ആണ്. 2 hour. ഇൻ സെക്കൻഡ് കേസ് ഹി റിട്ടേൺസ് ബാക്സ് ഫ്രം ബി ടു എ. അയാൾ തിരിച്ച് ബിയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് വരണം. ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് വി ബി. സെക്കൻഡ് കേസിൽ ഇങ്ങോട്ടാണ് വി ബി വരിക. ദാറ്റ്സ് ഇറ്റ്. വി ബി. അപ്പോൾ അയാളെ ആര് ഹെൽപ്പ് ചെയ്യും? റിവർ താഴേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യണം ആക്ച്വലി. ഇപ്പോൾ ഡൗൺവേർഡിൽ ടൈം ടേക്കൺ ഷുഡ് ബി ഈക്വൽ അതേ ഡിസ്പ്ലേസ്മെൻറ്റ് ബട്ട് വി ബി പ്ലസ് വി ആർ ആണ് ആക്ച്വലി ആഡ് ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 8/12 ആണ്. ശരിയാണോ? 8 വെലോസിറ്റി ആഡ് ചെയ്യുമ്പോൾ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 + 4 12 ഇസ് ഈക്വൽ ടു 2/3. 2/3 hour വരും. 2/3 hour വരും. 2/3 hour മീൻസ് വാട്ട്? ഇൻറ്റു 60 40 minute. ശരിയല്ലേ? ഇൻറ്റു 60 40 minute. അപ്പം 2 hour and 40 minute. 2 hour and 40 minute. മൊത്തത്തിൽ 2 മണിക്കൂർ 40 മിനിറ്റ് എന്നുള്ള ആൻസറിലേക്ക് വരും. ഓപ്ഷൻ 2 നമ്മുടെ ആൻസറായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ?
യെസ്, വൺ ഡയമെൻഷണൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റാണ് കേട്ടോ. യെസ്. നെക്സ്റ്റ്, if an ideal junction diode presence illa is connected as shown, then the value of the current I കണ്ടുപിടിക്കണം. ഇത് +3 ഫോർവേഡ് ബയാസ് ആണ് ഉറപ്പിക്കണം. ഫോർവേഡ് ബയാസ് ആണ്, കാരണം ഇവിടെ +3, ഇവിടെ -+1 ഉള്ളൂ. ഇപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ 1നേക്കാളും ചെറുതാണ്, ഇവിടെ ഹയർ പൊട്ടൻഷ്യലാണ്. ദഫോർ ഷുഡ് ബി ഫോർവേഡ് ബയാസ് ആണ്. കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. ഇത് ഐഡിയൽ ഡയോഡ് ആയതുകൊണ്ട് ദ ഡയോഡ് റെസിസ്റ്റൻസ് ക്യാൻ ബി കൺസിഡർഡ് ടു ബി 0. ഡയോഡ് റെസിസ്റ്റൻസ് ഇല്ല, ഐഡിയൽ ഡയോഡ് എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ദ കറണ്ട് ആണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ ഈയൊക്കെ റെസിസ്റ്റൻസ് ഇല്ല, ഇവിടെ 200 ആണ്, ഇവിടെ +3, ഇവിടെ 1 വോൾട്ട്. ദഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഷുഡ് ബി ഈക്വൽ ടു 3 - 1 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 2 വോൾട്ട്. ദാറ്റ്സ് ഇറ്റ്. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി 2 വോൾട്ടായി. ശരിയാണോ? 2 വോൾട്ടായി. എങ്കിൽ കറണ്ട് അല്ലേ ചോദ്യം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി. ഇപ്പോൾ കറണ്ട് കാണാനുള്ള കോൺസെപ്റ്റ് എന്താ? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്താൽ പോരെ. ദാറ്റ്സ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ, ഇയാൾക്ക് റെസിസ്റ്റൻസ് ഇല്ല, 200 ഓം മാത്രമേ ഉള്ളൂ, അപ്പോൾ റെസിസ്റ്റൻസ് 200 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/100 വരും. ദാറ്റ്സ് ഈക്വൽ ടു 0.01 ആംപിയർ വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 0.01 ആംപിയർ എന്നുള്ള തേർഡ് ഓപ്ഷൻ നമ്മുടെ ആൻസറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. Yes, next. Here it is. The time period of T of a drop of liquid of density D, radius R, vibrating under surface tension S, is given by the formula T is equal to root of D A R raised to B S raised to C. A is equal to 1, C is equal to -1, then the value of B എത്രയാണെന്നാണ് ചോദ്യം ചോദിച്ചേക്കണേ. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ആണല്ലേ. എയുടെയും സിയുടെയും വാല്യൂ തന്നു, ബിയുടെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചേക്കണേ. ദാറ്റ്സ് ഇറ്റ്. നമുക്കറിയാം ടി ഇസ് ഈക്വൽ അവർ തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് D raised to A, R raised to B, S raised to C ആണ്. ഞാൻ സ്ക്വയർ ചെയ്താലോ. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി റേസ് ടു എ ആർ റേസ് ടു ബി എസ് റേസ് ടു സി എഴുതാം. ഓക്കെ, ഇത് ടൈമാണ്, ടൈം പീരീഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് എഴുതുമ്പോൾ ടി വരും. ടി മാത്രമേ ഉള്ളൂ, അപ്പോൾ ടിയുടെ സ്ക്വയർ, ഡയമെൻഷൻ ഓഫ് ടി, ടി സ്ക്വയർ. അപ്പോൾ അത് ഡെൻസിറ്റിയാണ്. ഡി ഡെൻസിറ്റി മാസ് ബൈ വോളിയമാണ്. ഇപ്പോൾ ഡെൻസിറ്റി ഡയമെൻഷൻ എഴുതുമ്പോൾ മാസ് ബൈ വോളിയം, എൽ റേസ് ടു -3 ദ ഹോൾ റേസ് ടു എ വരും. ദാറ്റ്സ് ഇറ്റ്. ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി മാസ് ബൈ വോളിയമാണ്, ML റേസ് ടു -3 റേസ് ടു എ വരും. ദെൻ R റേഡിയസ് ആണ്. റേഡിയസിൻ്റെ ഡയമെൻഷൻ L മാത്രമല്ലേ, അപ്പോൾ എൽ റേസ് ടു ബി വരും. റേഡിയസ് L ആണ്, എൽ റേസ് ടു ബി വരും. എസ് സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ MT -2 ആണ്, അത് റേസ് ടു സി വരും. MT റേസ് ടു -2 റേസ് ടു സി വരും. ശരിയാണോ? ഇപ്പോൾ ഡയമെൻഷൻ അനാലിസിസിലേക്ക് എത്തി. ഇനി പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ M ഇല്ലല്ലോ, അപ്പോൾ എമ്മിൻ്റെ പവർ 0 ആണ്. സീക്വൽ ടു ഇവിടെ എമ്മിൻ്റെ പവർ എ വരും പ്ലസ് സി വരും. ഇവിടെ എമ്മിൻ്റെ പവർ സി ആണ്, ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണ്. അപ്പോൾ A + C = 0 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. രണ്ട് ടൈമിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യണം. അതിന് മുന്നേ എല്ലിൻ്റെ പവർ ഇക്വേറ്റ്. എൽ ഇവിടെ ഇല്ലല്ലോ, ഇപ്പോൾ എല്ലിൻ്റെ പവർ ഇവിടെ 0 ആണ്. സീക്വൽ ടു ഇവിടെ എല്ലിൻ്റെ പവർ -3A, ഇവിടെ എല്ലിൻ്റെ പവർ +B, ഇവിടെ എല്ലില്ല. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. അപ്പോൾ -3A + B = 0. അതാണ് എല്ലിൻ്റെ പവറിൻ്റെ ഇക്വേഷൻ വരിക. ടിയുടെ പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടി ഉണ്ടല്ലോ, അപ്പോൾ 2 ഇവിടെ ടി ഇല്ല, അവിടെ ടി ഉണ്ട്, അത് -2C. ടിയുടെ പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 അവിടെ -2C മാത്രമേ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ -1 കിട്ടി. അത് തന്നെയാണ് അവർ ക്വസ്റ്റ്യനിൽ പറയുന്നത്, സിയുടെ വാല്യൂ -1 ആണ്. ആ സിയുടെ വാല്യൂ -1 ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ A + -1 = 0 അല്ലേ, അപ്പോൾ A = 1 ആണ്. അത് തന്നെയാണ് രണ്ടാമതും പറയുന്നത്, എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 1 ആണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കേ,
0 is equal to -3 into 1 plus b അല്ലേ? അപ്പോൾ b is equal to എത്ര വരും? 3 വരണ്ടേ? ദാറ്റ്സ് ഇറ്റ്. b is equal to 3 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തേർഡ് വൺ നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ബിയുടെ വാല്യൂ 3 വരും. ദാറ്റ്സ് ഇറ്റ്. യൂണിസൺ ഡയമെൻഷണൽ ക്വസ്റ്റ്യൻ ആണ്, ഡയമെൻഷൻ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് വൺ. യെസ്. എ സിമ്പിൾ പെൻഡുലം അറ്റാച്ച്ഡ് ടു ദ സീലിംഗ് ഓഫ് എ സ്റ്റേഷനറി ലിഫ്റ്റ്. ഫസ്റ്റ് കേസ് ആണ്. സീലിംഗ് ഓഫ് എ സ്റ്റേഷനറി ലിഫ്റ്റ് ഹാസ് എ ടൈം പീരീഡ് ഓഫ് ടി ആണ്. ഇപ്പോൾ ഒരു സ്റ്റേഷനറി ലിഫ്റ്റ് ഉണ്ട്, റെസ്റ്റിലുള്ള ലിഫ്റ്റാണ്. അതിൻ്റെ സീലിങ്ങിൽ ഒരു സിമ്പിൾ പെൻഡുലം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ പെൻഡുലം റെസ്റ്റിലുള്ള ലിഫ്റ്റിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദിസ് വൺ റെസ്റ്റിലാണ്. ഇപ്പോൾ ഇയാളുടെ മാസ് എം ആണെങ്കിൽ ദ ഓൺലി ഫോഴ്സ് ആക്ടിങ് ഈസ് നെറ്റ് ഫോഴ്സ് എം ജി, ഗ്രാവിറ്റിയാണ്. അപ്പോൾ ആകെ ജി ആക്ട് ചെയ്യുന്നത് ജി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് ടി ആണെങ്കിൽ ദ ഷുഡ് ബി ഈക്വൽ ടു 2π√L/g ആണ്. 2π√L/g. ദാറ്റ്സ് ഇറ്റ്. അതാണ് ആദ്യത്തെ ടെൻഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി ദ ഡിസ്റ്റൻസ് y കവേർഡ് ബൈ ദ ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ് വേരീസ് വിത്ത് ദ ടൈം ആസ് y = t². അപ്പോൾ സെക്കൻഡ് കേസിൽ ഇയാൾ മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി സെക്കൻഡ് കേസാണ് പറയുന്നത്, മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് y = t² എന്ന് പറയുന്ന റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട വൈയുടെ വാല്യൂ പ്രൊപ്പോർഷണൽ ടു t² ആയിട്ടാണ്. അപ്പോൾ y പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ y = t². സെക്കൻഡ് കേസിൽ അയാൾ മുകളിലോട്ട് മൂവ് ചെയ്യുവാണ്. ആക്ച്വലി ദാറ്റ്സ് ഇറ്റ്. ദ ഡിസ്റ്റൻസ് y കവേർഡ് ബൈ ദ ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ് വേരീസ് വിത്ത്. അപ്പോൾ അപ്വേർഡ് വേരീസ് വിത്ത് ആണെങ്കിൽ ഇയാൾ മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് y t² പ്രൊപ്പോർഷണൽ ആണെങ്കിൽ വെലോസിറ്റി = ആരാണ് എന്നാലോചിച്ച് നോക്കി. വെലോസിറ്റി = ആരാണ്? dy/dt ആണ്. ആക്ച്വലി dy/dt ദാറ്റ്സ് ഈക്വൽ ടു 2t വരും. 2t വരും. അപ്പോൾ ആക്സലറേഷൻ = 2 വരും. 2 m/s² ആണ്. ഈ 2 m/s² = g/5 അല്ലേ? ഇപ്പോൾ ലിഫ്റ്റ് അപ്വേർഡ് ഡയറക്റ്റ് ചെയ്യുന്ന ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, g/5 ആണ്. ഇപ്പോൾ ഇയാൾക്ക് മുകളിലോട്ടൊരു ആക്സലറേഷൻ ഉണ്ട് a. ആ സമയത്ത് ഇയാൾ മുകളിലോട്ട് ആക്സലറേറ്റ് സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഇതിൽ ആക്ട് ചെയ്യുന്ന ഇഫക്റ്റീവ് ജി ഷുഡ് ബി ഈക്വൽ ടു g+a അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു g+a ആരാണ്? g/5 ആണ്. ദാറ്റ്സ് ഇതാണ് ഇപ്പോഴത്തെ ഇഫക്റ്റീവ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അത് g+a വരും. a അവിടെ g/5 കിട്ടി. അപ്പോൾ g+g/5 എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നു. എങ്കിൽ ആ സമയത്തുള്ള പുതിയ ടൈം പീരീഡ് എത്രയാണ്? ദാറ്റ്സ് ഈക്വൽ ടു 2π × L/g എഫക്റ്റീവ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2π √L/ പറഞ്ഞ g+g/5 അല്ലേ? g+g/5 സോൾവ് ചെയ്യുമ്പോൾ അത് 6g/5 വരും. 6g/5 വരും. ക്ലിയർ? ദാറ്റ് ഇസ് t' is equal to ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിയാൽ √5/6. ശരി, √5/6. √5/6 വരും പുറത്തെടുത്ത്. ബാക്കി 2π √L/g. ഈ 2π √L/g ആദ്യത്തെ ടൈം പീരീഡ് ആണ്. അപ്പോൾ √5/6 ഇൻറ്റു ഇനീഷ്യൽ ടൈം പീരീഡ് t വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ സമയത്ത് അയാളുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് √5/6 ഇൻറ്റു t എന്നുള്ള സെക്കൻഡ് ഓപ്ഷനാണ് നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുക. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. ഫൈൻ. നെക്സ്റ്റ് വൺ. യെസ്, അഗെയിൻ കറണ്ടിലെ ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസ് കോമ്പിനേഷൻസ് ആണ്. ദ നെറ്റ്വർക്ക് ഷോൺ ഈച്ച് റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു R ആണ്. ദെൻ ദി ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് D ആണ് ചോദ്യം. ഇതാണ് A, ഇതാണ് D. ദാറ്റ്സ് ഇറ്റ്. അവയ്ക്കിടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ചോദ്യം. ഫൈൻ. നമുക്ക് ആക്ച്വലി ആ ഡയഗ്രത്തെ, അപ്പം ഇങ്ങനൊരു ചെരിച്ചുള്ള ഡയഗ്രാം ആയതുകൊണ്ട് ഞാൻ തൽക്കാലം അയാളൊന്ന് റീഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ദിസ് ലൈക്ക് ദിസ്. ഇത് ഞാൻ A ആയിട്ട് എടുത്തു, ഇത് ഞാൻ B ആക്കി എടുത്തിട്ടുണ്ട്. ഇത് B അല്ലല്ലോ, A D ആണ്, സോറി, A D ആക്കി എടുത്തിട്ടുണ്ട്. ദിസ് ഇസ് എ D ആൻഡ് ദിസ് ഇസ് B ആൻഡ് ദിസ് ഇസ് ആക്ച്വലി C ആണ്. അപ്പോൾ എല്ലാ സൈഡിലും A to B ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ആക്ച്വലി ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് പറയുന്നുണ്ട്. ആൻഡ് ഹിയർ ഇസ് ഓൾസോ റെസിസ്റ്റൻസ് ഇസ് ദ
എല്ലാം ഐഡൻറ്റിക്കൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ വാല്യൂസ് കൺസിഡർ ടു ബി 6 ആണ്. ദാറ്റ്സ് ഇറ്റ്. പല സൈഡും വരച്ചു. അതുകൂടാതെ അതിന് ഡയഗണൽസ് ഉണ്ട്. ആക്ച്വലി ഡയഗണൽസ് ഉണ്ട്. ശരിയല്ല, ഡയഗണൽസ് ഉണ്ട്. എങ്ങനെ ഡയഗണൽസ് വരിക? ഹിയർ ഇറ്റ് ഈസ്. ഇവിടെ റെസിസ്റ്റൻസ് ഡയഗണലി ദിസ് വൺ, സിയിൽ നിന്ന് ഡയഗണലി റെസിസ്റ്റൻസ് ഇങ്ങനെ, ദാറ്റ്സ് ഇറ്റ്. ബി ഡി എന്നുള്ള ഡയഗണലും ആൻഡ് എ സി എന്നുള്ള ഡയഗണലും. ദിസ് ഈസ് ഓൾ ദ റെസിസ്റ്റേഴ്സ് ആർ ബിക്കം 6 ആണ്. ഇയാൾ ഞാനൊന്ന് ജസ്റ്റ് വെർട്ടിക്കൽ പ്ലേസ്മെൻറ്റ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണ്ടത് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഡി ആണ്. റെഫറൻസ് പോയിൻ്റ് എ, ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ കറണ്ട് എൻ്റർ ചെയ്യും, ഇത് ലോവർ പൊട്ടൻഷ്യൽ ഇവിടുന്ന് കറണ്ട് ലീവ് ചെയ്യും. ഈ രണ്ട് റെഫറൻസ് പോയിൻറ്റുകൾക്കിടയിൽ ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ശരിയല്ലേ? അപ്പം അത് കാണാൻ സിമെട്രിക്കൽ കോൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി. പെർപെൻഡിക്കുലർ ആക്സിസ് സിമെട്രി യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് റെഫറൻസ് പോയിൻറ്റ്സ് എയും ബിയും, ഇതാണ് എയും ബിയും, ഇങ്ങനെയാണ്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആക്സിസ് എടുക്കുമ്പോൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു പെർപെൻഡിക്കുലർ ആക്സിസ്, കറണ്ട് ഫ്ലോവിന് പെർപെൻഡിക്കുലറായിട്ട്. ഈ പെർപെൻഡിക്കുലർ ആക്സിസ് വരുന്ന സമയത്ത് എലോങ് ദ പെർപെൻഡിക്കുലർ ആക്സിസ് സർക്യൂട്ടിന് 2 ഐഡൻറ്റിക്കൽ പാർട്ട് ഉണ്ടോ നോക്കിയേ. ഞാൻ ആ സർക്യൂട്ടിനെ കറണ്ട് ഫ്ലോവിന് പെർപെൻഡിക്കുലറായിട്ടൊരു ആക്സിസ് എടുത്ത് ഡിവൈഡ് ചെയ്തപ്പോൾ എലോങ് ദിസ് ആക്സിസ് ഈ ഒരു സർക്യൂട്ടിന് 2 പോർഷൻസ് ഉണ്ടാവണം. ഈ 2 പോർഷൻസ് മീൻസ് ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻസ് ആൻഡ് റൈറ്റ് സൈഡിലുള്ള പോർഷൻസ് സിമെട്രിക്കൽ ആകണം. സിമെട്രിക്കൽ ആകണം മീൻസ് മിറർ ഇമേജ് ആയിരിക്കണം. കാരണം ഞാനിവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ടിൻ്റെ പക്ക മിറർ ഇമേജ് എനിക്ക് ഈ ഒരു സൈഡ് കിട്ടണം. കറക്റ്റാണ്, ഇതിന് മിറർ ഇമേജ് ആണ് ദിസ് വൺ. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ അവിടെ മിറർ ഇമേജ് കോൺസെപ്റ്റ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ആക്സിസ് സിമെട്രി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദെൻ എലോങ് ദി പെർപെൻഡിക്കുലർ ആക്സിസ് എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കുന്നതാണ്. ഈ പെർപെൻഡിക്കുലർ ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റുകളിലുള്ള പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും എന്നാണ് കോൺസെപ്റ്റ്. അല്ലെങ്കിൽ നമുക്കിവിടെ കോൺസെപ്റ്റിൽ ഒരു ജംഗ്ഷൻ, ആ പെർപെൻഡിക്കുലർ ആക്സിൽ ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ജംഗ്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്നാണ്. അവോയ്ഡ് ചെയ്യാൻ മീൻസ് ആ ജംഗ്ഷൻ അവോയ്ഡ് ചെയ്തിട്ട് ഈ റെസിസ്റ്റേഴ്സുകൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇത് മിറർ ഇമേജ് കണ്ടീഷൻസ് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇപ്പോൾ ഒരു I' ആണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് ബ്രാഞ്ചിൽ കൂടി അതേ കറണ്ട് I' ആയിരിക്കും പോവുക. ഇതിലൊരു കറണ്ട് I1 ഫ്ലോ ചെയ്താൽ അതിൻ്റെ മിറർ ഇമേജിൽ കൂടി അതേ കറണ്ടാണ് പോവുക. അതുകൊണ്ട് ഇതിലൂടെ വരുന്ന കറണ്ട് ഇതിലൂടെ പോകുന്ന കറണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ഈ കറണ്ടിന് ഇങ്ങനെ പറഞ്ഞേക്കാലോ. അപ്പം അങ്ങനൊരു പോയിന്റ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് സിമെട്രിക്കൽ ആണെങ്കിൽ ആ ജംഗ്ഷനെ അവോയ്ഡ് ചെയ്തിട്ട് ഇതിന് മുകളിലോട്ട് ഇതിൻ്റെ താഴേക്കും കണക്ട് ചെയ്താൽ മതി. അപ്പം ഇങ്ങനൊരു സർക്യൂട്ടായിട്ട് നമുക്ക് അയാളെ മാറ്റാൻ പറ്റും. ഇനി എക്കും ബിക്കും അക്രോസ് ഉള്ള റെഫറൻസ് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സിംപ്ലി ചെയ്യാൻ പറ്റും. ഈ 6 സീരീസ് അല്ലേ ദിസ് വൺ, ഈ 6 സീരീസ് കോമ്പിനേഷനാണ്. ഇത് 2 സീരീസ് ആണെങ്കിൽ ദിസ് വൺ ഷുഡ് ബി ഇയാൾക്ക് പാരലൽ ആവും. അപ്പോൾ ഈ 6 സീരീസ് ആണെങ്കിൽ 2R വരും. ആ 2R ആറിനോട് പാരലൽ കോമ്പിനേഷൻ അല്ലേ. ഇപ്പോൾ 2R പാരലൽ ആണെങ്കിൽ 2R × R/2R + R 2R/3 വരും. അപ്പോൾ ഇത് 2R/3, ദാറ്റ്സ് ഇറ്റ്. ഇത് 2R/3 ആയിട്ട് മാറി. അപ്പോൾ അത് 2R/3. സിമിലർലി താഴെ ഈ 6 സീരീസ് ആണ് ആക്ച്വലി 2R. ആ 2R ഈ ആറിനോട് പാരലാണ്. അപ്പോൾ ഇത് അഗെയിൻ 2R/3 ആയി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ട് സിമ്പിളായിട്ട് മാറി. ഇനി ഇവിടെയാണ് ഈ അപ്പർ ബ്രാഞ്ചിൽ ഈ 6 ഈ 2R ഈ 6 സീരീസ് ആണ് ആക്ച്വലി ദിസ് വൺ. 6 2R/3 6 സീരീസ്. അപ്പോൾ 2R/3 + 2R അല്ലേ. 2R/3 + R + R 8R/3. താഴെ ഒരു 2R/3. ഇനി അവസാനം നമുക്ക് RAD കണ്ടുപിടിക്കുമ്പോൾ ഈ അപ്പർ പാർട്ടിലുള്ള 8R/3 എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന 2R/3ക്ക് പാരലലാണ്. 8R/3 2R/3 പാരലലാണ്. പാരലാണെങ്കിൽ R1 R2 R1 + R2, അതായത് 8R/3 × 2R/3 8R/3 + 2R/3 ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു 8R / 15 എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്.
അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ 8R/15 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ 8R/15 ആണ് ആൻസറായിട്ട് വരിക. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ഈസ് 8R/15 ഫോർത്ത് വൺ നമ്മുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ആൻസറായിട്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ. ഇറ്റ്സ് ഓക്കെ. A charged particle Q is placed at the center O of a cube of length L, and another same charge Q is placed at the distance L from O. The electric flux through CFBG. നമുക്ക് നോക്കാം. ഒരു ക്യൂബിക്കൽ കോൺസെപ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് കെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലാണ് ചാർജ് ക്യൂ കെപ്റ്റ് ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ. കാരണം ഇതിൻ്റെ സൈഡ് എല്ലാണ്. ഇത് L/2 ഡിസ്റ്റൻസ് പറയുമ്പോൾ അയാളുടെ സെൻറ്ററിലാണ് വെച്ചേക്കണത്. സെൻറ്ററിൽ വെക്കുമ്പോൾ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് നമുക്കറിയാം നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0 ആണ് ഫ്ലക്സ്. എൻക്ലോസ്ഡ് വോളിയം എൻക്ലോസ്ഡ് ബോഡി അല്ലേ. വോളിയം എൻക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു ചാർജ് ഉണ്ടെങ്കിൽ ആ വോളിയത്തിൽ കൂടിയുള്ള നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ ε0 ആയിരിക്കും. നമുക്കറിയാം. ദാറ്റ്സ് ഇറ്റ്. ε0 ആണ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ഒറ്റ ഫേസ് കൂടി മാത്രമാണ്. ഈ ഒരു ഫേസ് അല്ലേ, CFBG എന്ന് പറയുന്ന ഈ ഒറ്റൊരു ഫേസും കൂടിയുള്ള ഫ്ലക്സാണ് വേണ്ടത്. ദിസ് വൺ. അപ്പോൾ ഫ്ലക്സ് ത്രൂ ദിസ് ഫേസ് ഇസ് ഈക്വൽ ടു നെറ്റ് ഫ്ലക്സ് 6 ഫേസ് ഐഡൻറ്റിക്കൽ സിമെട്രിക്കലാണ്. അപ്പോൾ നെറ്റ് ഫ്ലക്സ് ഇതാണെങ്കിൽ ആ ഫ്ലക്സ് ഇതിൻ്റെ ക്യൂബിൻ്റെ 6 സർഫസ് ഉണ്ട്. ആക്ച്വലി 6 സർഫസിലൂടെ ഈക്വലി സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഫേസിലൂടെയുള്ളത് 1/6 ടൈംസ് Q/ε0 ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഫേസിലൂടെയുള്ളത് ആക്ച്വലി ദിസ് വൺ ഇതാണ്. അതെങ്ങോട്ടാ? ലിവിങ് മീൻസ് വാട്ട്? ഇങ്ങനെയാണ്, ഇങ്ങോട്ടാണ്. ആക്ച്വലി ഇതിൽ നിന്ന് പുറത്തേക്കാണ് ആ ഫ്ലക്സ് ലീവ് ചെയ്യുക. ഓക്കെ, അകത്തുള്ള ചാർജ്. ഇനി അടുത്ത ചാർജ് എവിടെയാണ് നോക്കിയേ? ഡിസ്റ്റൻസ് L ഫ്രം O ആണ്. L ഫ്രം O. അപ്പം അടുത്തത് വെക്കുന്നത് ശ്രദ്ധിച്ചോളാം. അടുത്തത് വെക്കുന്നത് അതിൽ നിന്ന് L ഡിസ്റ്റൻസിലാണ്. ശ്രദ്ധിച്ചോളാം. അടുത്തത് വെക്കുന്നത് അതിൽ നിന്ന് L ഡിസ്റ്റൻസിലാണ്. ഇതിന്ന് L ഡിസ്റ്റൻസിൽ ഇപ്പുറത്ത് മറ്റൊരു ചാർജ് വെച്ചു. ഇതിൻ്റെ സർഫസിലേക്ക് L/2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും ഒരു L/2 ഡിസ്റ്റൻസിലാണ് വെക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഞാൻ മറ്റൊരു ക്യൂബ് കൊണ്ടുവച്ചാൽ ആ ക്യൂബിൻ്റെ സെൻട്രലാണ്, മറ്റൊരു ക്യൂബ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ക്യൂബിൻ്റെ സെൻട്രലാണ് ഈ ചാർജ്, രണ്ടാമത്തെ ചാർജ് ഉണ്ടാവുക. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? ഇപ്പോൾ ഈ ചാർജ് ഇതേ ഒരു ക്യൂബ് ഇപ്പുറത്ത് വെക്കുമ്പോൾ ഇതതിൻ്റെ സെൻട്രലാണ്. കാരണം ഇത് L/2 ഡിസ്റ്റൻസിലാണല്ലോ. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഈ ക്യൂബ് സെൻട്രലായിട്ട് വരുന്നൊരു ക്യൂബ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തുള്ള ഫേസാണ് അവർ കാണിച്ചിരിക്കുന്ന CFBG എന്നുള്ള ഫേസ്. ഇങ്ങനെ ഇതാണ്. അപ്പം അത് മറ്റൊരു ക്യൂബായിട്ട് അസ്യൂം ചെയ്യുമ്പോൾ ഇതിലൂടെയുള്ള ഫ്ലക്സ് പുറത്തേക്കാണ്. കാരണം അത് പോസിറ്റീവാണ്. ഇങ്ങോട്ടാണ് വരിക, ഇങ്ങോട്ടാണ്. അപ്പം ആ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ആര് തന്നെയാണ്? Q/6ε0 തന്നെയാണ് വരിക. ആ ഫേസിൽ കൂടിയുള്ള ഫ്ലക്സ് അപ്പോഴും Q/6ε0 തന്നെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ചാർജ് കാരണം ഈ ഒരു ഫേസിൽ കൂടി മാത്രം പോകുന്ന ഫ്ലക്സ് Q/6ε0 റൈറ്റ് വേർഡാണ്. ഇനി ഇതിന് പുറത്തുള്ള ചാർജ് കാരണം ഈ ഒരു സർഫസിലൂടെയുള്ള ഫ്ലക്സ് അതേ സർഫസാണ് ഈ സൈഡിലാണ് വരിക. അത് ലെഫ്റ്റ് വേർഡാണ്. അത്ര തന്നെ Q/6ε0 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ സർഫസ് ആണ് നമ്മുടെ ചോദ്യം ചോദിച്ചേക്കണേ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0 ആണ്. അങ്ങോട്ട് പോകുന്ന അത്ര തന്നെ ഫ്ലക്സ് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ഫേസ് CFBG ഷുഡ് ബി ഈക്വൽ ടു ആര് വരും? 0 വരും. അപ്പോൾ 0 ആണ് ആ ഒരു ഫേസിൽ കൂടിയുള്ള ഫ്ലക്സ്. ആ ഫേസിൽ കൂടി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി വാട്ട് ഇസ് നെറ്റ് ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ ദ ക്യൂബ് എന്ന് ചോദിച്ചാലോ? വാട്ട് ഇസ് നെറ്റ് ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ ദ ക്യൂബ് എന്ന് ചോദിച്ചാൽ Q/ε0 ആണ്. കാരണം എന്താ? ഈ ചാർജ് ഈ ക്യൂബിൻ്റെ പുറത്താണ്. ഈ പുറത്തുള്ള ചാർജ് ആണെങ്കിൽ ഇതിലുള്ള ഫ്ലക്സ് നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ആരാണ്? ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്യൂബ് ആണ്. അപ്പം നെറ്റ് ഫ്ലക്സ് ചോദിച്ചാൽ അതിൻ്റെ അകത്തുള്ള ചാർജിനെ മാത്രമേ നമുക്ക് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായല്ലോ? യെസ്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ. യെസ്, തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണ്.
4 moles of hydrogen, 2 moles of helium and 1 mole of water vapor from an ideal gas mixture. What is the molar specific heat capacity ആണ് at constant pressure? CP മിക്സ്ചറിൻ്റെ CP എത്ര എന്നാണ് ചോദ്യം. CP of the mixture എത്ര എന്നാണ് ചോദ്യം. CP of the mixture. ഓക്കെ, ആരൊക്കെ മിക്സ് ചെയ്യുന്നത്? 4 moles of hydrogen, 2 moles of helium and 1 mole of water vapor. CPയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ CVയുടെ ഇക്വേഷൻ. വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് CV? CV is equal to നമുക്ക് എന്ത് പറയാം? യെസ്, N1 CV1 പ്ലസ് N2 CV2 പ്ലസ് മൂന്നെണ്ണമുണ്ട്. അപ്പോൾ N3 CV3 ബൈ N1 പ്ലസ് N2 പ്ലസ് N3 ചെയ്താൽ മതി. ഇതാണ് CV ഓഫ് ദ മിക്സ്ചർ കാണാനുള്ള ഇക്വേഷൻ. CP ആണെങ്കിൽ CV N1 CP1 പ്ലസ് N2 CP2 പ്ലസ് N3 CP3 ബൈ N1 പ്ലസ് N2 പ്ലസ് N3. ഇതാണ് മിക്സ്ചറിൻ്റെ CV കണ്ടെത്താനുള്ള ജനറൽ ഇക്വേഷൻ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. ഇനി CV ആരാണ് ആക്ച്വലി? CV is equal to ആക്ച്വലി FR/2 ആണ്. F ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ CV കാണാനുള്ള ഇക്വേഷൻ ആക്ച്വലി FR/2 അത് നമുക്കറിയാം. FR/2 ആണ്. അത് 4 moles ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ CV ഓഫ് ദ മിക്സ്ചർ കാണാൻ 4 moles ഓഫ് ഹൈഡ്രജൻ ആണ്. 4 into CV, ഹൈഡ്രജൻ്റെ CV. ഹൈഡ്രജൻ ആക്ച്വലി ഡയാറ്റോമിക് ആണ്. ഡയാറ്റോമിക് ആണെങ്കിൽ CVയുടെ വാല്യൂ 5R/2 ആണ്. 5R/2 പ്ലസ് പ്ലസ് 2 moles ഓഫ് ഹീലിയം ആണ്. പെൻ 2 ഇൻറ്റു ഹീലിയം മോണോറ്റോമിക് ആണ്. മോണോറ്റോമിക് ആയതുകൊണ്ട് ഹീലിയത്തിൻ്റെ CVയുടെ വാല്യൂ 3R/2 ആണ്. 3R/2 ആണ്. ശരിയല്ലേ? 1 mole ഓഫ് വാട്ടർ വേപ്പർ ആണ്. പെൻ 1 ആണ്. വാട്ടർ വേപ്പർ പോളിയറ്റോമിക് ആണ്. വാട്ടർ വേപ്പർ ഈസ് പോളിയറ്റോമിക്. ഇപ്പോൾ ഒന്നും പറയാത്തതുകൊണ്ട് വൈബ്രേഷൻ മോഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പോളിയറ്റോമിക്കിന് വൈബ്രേഷൻ മോഡ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹൈ ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞിട്ടില്ല, വൈബ്രേഷൻ മോഡ് എടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പോളിയറ്റോമിക്കിൻ്റെ ഹൈ ടെമ്പറേച്ചർ കൺസിഡറേഷൻ ഇല്ലാത്ത സമയത്ത് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ വാല്യൂ 6 ആണ്. 3 റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡവും 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡമാണ്. മൊത്തത്തിൽ Fൻ്റെ വാല്യൂ 6 വരും. F 6 ആണെങ്കിൽ പോളിയറ്റോമിക്കിൻ്റെ കേസിൻ്റെ CV 6R/2 എന്നുള്ള ആൻസറിലേക്ക് വരും. ദാറ്റ്സ് ഈക്വൽ ടു 3R. അപ്പോൾ 6R/2 1 ഇൻറ്റു 6R/2 ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 4 പ്ലസ് 2 പ്ലസ് 1 4 പ്ലസ് 2 പ്ലസ് 1 7 വരും. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് ടോട്ടൽ ഇസ് ഈക്വൽ ടു 7 ആണ്. ഇത് ഷുഡ് ബി ഈക്വൽ ടു ആരാണ്? ഇവിടെ 2 പോയി. ഇത് 3R വരും. 3R 6R വരും. 6R 10R 16R/7 വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മിക്സ്ചറിൻ്റെ CV ഓഫ് ദി മിക്സ്ചർ ഇസ് ഈക്വൽ ടു 16R/7 കിട്ടി. 16R/7 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് CV അല്ല CP ആണ്. ഇപ്പോൾ CP മൈനസ് CV ഇസ് ഈക്വൽ ടു R ആണെന്നറിയാം. ഇപ്പോൾ CP ഇസ് നത്തിങ് ബട്ട് CV പ്ലസ് R ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 16R ഡിവൈഡഡ് ബൈ 7 പ്ലസ് R വരും. ദാറ്റ്സ് ഈക്വൽ ടു 23R/7. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ CP ഓഫ് ദ മിക്സ്ചർ ഇസ് ഈക്വൽ ടു ആക്ച്വലി 23R/7 എന്നുള്ള D വരും. ചിലപ്പോൾ അത് അഡിയബാറ്റിക് കോൺസ്റ്റൻറ്റ് എത്രയാണെന്ന് ചോദിക്കും. അഡിയബാറ്റിക് കോൺസ്റ്റൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന കേസിൽ CP ഡിവൈഡഡ് ബൈ CV ചെയ്താൽ മതി. CP ഡിവൈഡ് ബൈ CV ചെയ്യുമ്പോൾ നമുക്ക് ഗാമയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എന്ത് വേണമെങ്കിലും അവിടെ നമുക്ക് കണ്ടെത്തി സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ യെസ്, കപ്പാസിറ്റർ കോമ്പിനേഷൻ ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ദി ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ആണ് ചോദ്യം. എക്കും ബിക്കും ഇടയിലുള്ള ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ഫൈൻ. ഡയഗ്രം നോക്കുക. ദിസ് ഇസ്, ഇവിടെയാണ് B, ദിസ് ഇസ് A. എക്കും ബിക്കും അക്രോസുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് ചോദ്യം. ഓക്കെ, ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് A ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് A ആണ്, കാരണം ഇതൊക്കെ ഇക്വി പൊട്ടൻഷ്യൽസ് ആണ്. ഇത് A ആണ്, ഇത് A ആണ്, ഇത് മുഴുവൻ A ആണ്, ഇത് A ആണ്, ഇത് ഇവിടെ കണക്റ്റഡ് ആണ്. ഇത് A ആണ്, ഇത് A ആണ്. കാരണം ഇതൊക്കെ A എന്ന് പറയുന്ന പോയിൻ്റായിട്ട് മാറി. കാരണം അതൊക്കെ ഇക്വി പൊട്ടൻഷ്യൽസ് ആണ്, ഡയറക്റ്റ്ലി അതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് ആണ്. അതൊക്കെ ഒരേ പൊട്ടൻഷ്യൽ വരും. അവിടെയൊക്കെ A എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ തന്നെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ശരിയല്ലേ? 2 പോയിൻറ്റ്സുകൾ മാറുന്നു. ഇവിടെ ഞാൻ P എന്ന് വിളിച്ചു, P. ഇവിടെ ഞാൻ Q, ഇവിടെ ഞാൻ R, ഇവിടെ ഞാൻ S എന്ന് വിളിച്ചു. അതൊക്കെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആണ്, കണക്റ്റഡ് അല്ല. ഇത് P, Q, R, S എന്നുള്ള പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്.
എനിക്ക് വേണ്ടത് എക്കും ബിക്കും അക്രോസുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് ആക്ച്വലി. ഇപ്പം എൻ്റെ റെഫറൻസ് പോയിൻറ്റ്സ് എടുക്കുമ്പോൾ ഞാൻ എടുക്കേണ്ട റെഫറൻസ് പോയിൻറ്റ്സിൽ സ്റ്റാർട്ടിങ് ഷുഡ് ബി എ ആണ് എൻ്റെ റെഫറൻസ്. ഓക്കെ, ആൻഡ് ഫൈനലി റെഫറൻസ് ബി ആണ്. ഇവിടെ ഫൈനൽ എൻഡിങ് റെഫറൻസ് ഞാൻ ബി ആണ് എടുക്കുന്നത്. ഇത് ബി ആണ്. എനിക്ക് ആ എക്കും ബിക്കും അക്രോസിന് ഈ കപ്പാസിറ്റികളൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പം ഞാനിവിടെ എക്ക് ശേഷം ഒരു പി എന്നുള്ള പോയിന്റ് എടുത്തു. പി, ഞാൻ ആദ്യം പി ആണ് എടുക്കുന്നത്. ഒരു പി ഇവിടെ ഉണ്ട്. ഇവിടെ പി ഉണ്ട്. ഫൈൻ, പി. പിന്നെ ഒരു ക്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ക്യൂ. പിന്നെ ഒരു ആർ ഉണ്ട്. ഇവിടെ ഞാൻ ആർ. പിന്നെ ഒരു എസ്സും കൂടെ ഉണ്ട്. ആ എസ് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തു. ദിസ് ഈസ് പേ ബി. ഞാൻ മാർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് ബാക്കിയുള്ള പോയിന്റ്സുകൾ ഒന്നാണ്. പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആറിൻ്റെ എസ് ഉണ്ട്. ഞാൻ അവിടെ പി ക്യൂ ആർ എസും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കിവിടെയുള്ള മൊത്തം കപ്പാസിറ്റേഴ്സ് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 12 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഡയഗ്രത്തിലേക്ക് മാറ്റി വരച്ചതിലൊരു 12 കപ്പാസിറ്റേഴ്സ് എനിക്ക് വരച്ചേ പറ്റുള്ളൂ. ഞാൻ റീഡ്രോ ചെയ്ത് വരക്കുവാണ്. അപ്പോൾ ആദ്യം ഞാൻ നോക്കിക്കേ, പിയിലേക്ക് നോക്കാം. എയിൽ നിന്ന് പിയിലേക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അത് രണ്ടും എയിൽ നിന്ന് പിയിലേക്കാണ്. അപ്പോൾ എയിൽ നിന്ന് പിയിലേക്ക് 2 കപ്പാസിറ്റേഴ്സ് എനിക്കുണ്ട്. എയിൽ നിന്ന് പിയിലേക്ക് എനിക്ക് 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. സി ഞാൻ രണ്ടും വരച്ചു. ഇനി പിയിൽ നിന്ന് ബിയിലേക്ക് എനിക്കൊരു കപ്പാസിറ്റർ ഇവിടെ ഉണ്ട്, പി ടു ബി. അപ്പോൾ പിയിൽ നിന്ന് ബിയിലേക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ എനിക്കുണ്ട്. ദാറ്റ് അതും സി ആണ്. അപ്പോൾ ആ ബ്രാഞ്ച് ഓക്കെ ആയി. ഈ 3 ഞാൻ വരച്ചു. എ ടു ബി 2, പി ടു ബി 1. സിമിലർ അടുത്ത പോയിന്റ് ക്യൂ. ഇതാണ് എയിൽ നിന്ന് ക്യൂവിലേക്ക്. ഇതാണ് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് ക്യൂവിലേക്ക് വീണ്ടും 2 കപ്പാസിറ്ററാണ്. എയിൽ നിന്ന് ക്യൂവിലേക്ക് 2 കപ്പാസിറ്റേഴ്സാണ്. ദിസ് വൺ. എയിൽ നിന്ന് ക്യൂവിലേക്ക് 2 കപ്പാസിറ്റേഴ്സാണ്. ദിസ് വൺ സി. ആ ക്യൂവിൽ നിന്ന് ബിയിലേക്ക് ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ക്യൂവിൽ നിന്ന് ബിയിലേക്ക് വീണ്ടും ഒരു കപ്പാസിറ്റർ വരും. സി. ദാറ്റ്സ് ഇറ്റ്. സെയിം കോൺസെപ്റ്റിൽ അടുത്തത് ആർ. എ ടു ആർ 2, ദെൻ അവിടേക്ക് 1. അപ്പോൾ ഇവിടെ 2 വരും. എയിൽ നിന്ന് 2 കപ്പാസിറ്റേഴ്സ് ആറിലേക്ക് വരും പാരലൽ. അവിടെ നിന്ന് ഒരു കപ്പാസിറ്റർ ബിയിലേക്ക്. സിമിലർലി ഡിയിൽ എസ്സിലേക്ക് 2 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് വന്നു. അവിടെ എസ് വരും. എസ്സിൽ നിന്ന് വീണ്ടും ഒരു കപ്പാസിറ്റർ ബിയിലേക്ക്. ഇതാണ് എൻ്റെ എഫക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിനെ മാറ്റി വരയ്ക്കുമ്പോൾ അപ്പർ ബ്രാഞ്ചിൽ നോക്കിയാൽ മതി. അപ്പർ ബ്രാഞ്ചിൽ എന്താണ്? ഈ സിയും പാരലൽ 2C വരും. അത് സിക്ക് സീരീസ് ആവും. ശരിയല്ല, അത് സിക്ക് സീരീസ് ആവും. അപ്പോൾ മുകളിലത്തെ ബ്രാഞ്ചിൽ ഈ സി പാരലൽ ശ്രദ്ധിച്ചോണം. ഞാൻ അപ്പർ ബ്രാഞ്ച് മാത്രമേ പറയുന്നുള്ളൂ. ഈ ബ്രാഞ്ചിൽ സി പാരലൽ അത് സിക്ക് സീരീസ് ആയിട്ട് വരും. സിക്ക് സീരീസ് ആകുമ്പോൾ ഒരു സിംഗിൾ ബ്രാഞ്ചിലുള്ള കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 2C സീരീസ് വിത്ത് സി അല്ലേ. അപ്പോൾ 2C ഇൻറ്റു സി ബൈ 2C പ്ലസ് സി വരൂലേ. ദാറ്റ്സ് ഈക്വൽ ടു 2C² ബൈ 3C അല്ലേ. സി പോയി 2C ബൈ 3 വരും. ദാറ്റ്സ് 2C ബൈ 3. ഒരു ബ്രാഞ്ചിൽ 2C ബൈ 3, അടുത്ത ബ്രാഞ്ചിലും 2C ബൈ 3, അടുത്തതിലും 2C ബൈ 3, അടുത്തതിലും 2C ബൈ 3. അപ്പോൾ 4 ബ്രാഞ്ചുകളുണ്ട്. ഓരോ ബ്രാഞ്ചിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 2C ബൈ 3 ആണ്. അങ്ങനെ 4 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ 4 ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു 4 ടൈംസ് 2C ബൈ 3 ചെയ്താൽ പോരെ. ആൻസർ ഷുഡ് ബി ഈക്വൽ ടു 8C ബൈ 3 വരും. ദാറ്റ്സ് ഇറ്റ്. സിമ്പിളാണ്. അയാളൊന്ന് മാറ്റി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റി വരക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വരച്ച് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 8C ബൈ 3 എന്നുള്ള ആൻസർ നമുക്കവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? നെക്സ്റ്റ് വൺ. Yes, a mass of m kilograms suspended by a weightless string. The horizontal force that is required to displace it until the string makes an angle of 45 degree with the initial vertical direction. രണ്ട് പൊസിഷൻസ് ആണ്. ദിസ് വൺ ഇനീഷ്യലി എ മാസ് എം സസ്പെൻഡഡ് ബൈ എ വെയ്റ്റ്ലെസ് സ്ട്രിങ്. ഒരു മാസ് എം സസ്പെൻഡഡ് ആണ്, മാസിൽ സ്ട്രിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിസ് പോയിന്റ് ഈസ് ഐ ആം ഗോയിങ് ടു കൺസിഡർ ദ റെഫറൻസ് ലെവൽ. വർക്ക് എനർജി പവറിൽ ക്വസ്റ്റ്യൻ ആവാമല്ലോ. അപ്പോൾ റെഫറൻസ് ലെവൽ ദിസ് വൺ ആണ്. ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഡിസ്പ്ലേസ് ഇറ്റ് അൺടിൽ
അപ്പോൾ ഇതിലേക്ക് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് അപ്ലൈഡ് ഹൊറിസോണ്ടലി ആണ്, ഇനീഷ്യലി ഇവിടെയാണ്. അണ്ടിൽ ദ മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ദ ഇനീഷ്യൽ വെർട്ടിക്കൽ പൊസിഷൻ. ഫൈനലി ഈ സ്ട്രിങ് ഇങ്ങനെ ആവണം. ഫൈനലി സ്ട്രിങ് ഇങ്ങനെ ആവണം. ആ ബ്ലോക്ക് ഇവിടെ എത്തണം. ഈ ആംഗിൾ തീറ്റ 45 ഡിഗ്രി ആവണം. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് എത്ര ആകണം ഫോർ ദിസ് പ്രോസസ്സ് എന്നാണ് ചോദ്യം. ഹൊറിസോണ്ടൽ ഫോഴ്സ് എത്രയാവണം? അപ്പോൾ ആ കേസിൽ ദിസ് വൺ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഇസ് ഓൾവേസ് ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴും ഫോഴ്സ് ഹൊറിസോണ്ടലാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഫോഴ്സാണ് കൊടുക്കുന്നത്. എഫ് എത്ര എന്നാണ് ചോദ്യം. അതിന് ഇയാൾ മൂവ് ചെയ്ത ഹൈറ്റ് ദിസ് വൺ ഈസ് ടേക്കൺസ് ടു ബി എച്ച് ആണ്, ആൻഡ് ദിസ് വൺ ടേക്കൺസ് ടു ബി എക്സ് ആണ്. ഇത് ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ടോട്ടൽ എൽ ആണ്. അപ്പോൾ ഇത് എൽ, ഇതിൻ്റെ ടോട്ടൽ എൽ ആണ്. ഇത് എച്ച് ആണെങ്കിൽ ഇത് എൽ മൈനസ് എച്ചും ആണ്. ഇത് എൽ മൈനസ് എച്ച്, ഇത് എച്ച്. കാരണം ടോട്ടൽ ലെങ്ത്ത് എൽ ആണ്. മനസ്സിലായോ? ടോട്ടൽ ലെങ്ത്ത് എൽ ആണ്. ഇപ്പോൾ ടോട്ടൽ എൽ, ഇത് മൊത്തത്തിൽ എൽ, അപ്പോൾ ഇത് എൽ മൈനസ് എച്ച്, ഇത് എച്ച്. ഇങ്ങനെയൊക്കെയാണ് കോൺസെപ്റ്റ് വരിക. അപ്പോൾ ഞാൻ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഒന്ന് കണ്ടെത്താൻ വേണ്ടി പോവാണ്. നമുക്കറിയാവുന്ന കേസ് തന്നെയാണ് എച്ച് കാണാൻ. വാട്ട് ഇസ് എച്ച്? ഇവിടെ ആക്ച്വലി കോസ് തീറ്റ എടുക്കാം. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് എൽ മൈനസ് എച്ച് ബൈ ഹൈപ്പോട്ടനസ് എൽ ആണ് ഈ ട്രയാങ്കിളിൽ. കോസ് തീറ്റ ഇസ് ഈക്വൽ അഡ്ജസൻറ്റ് എൽ മൈനസ് എച്ച് ബൈ എൽ വരും. അപ്പോൾ ഈ സോൾവ് ചെയ്യുമ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അയാൾ മൂവ് ചെയ്ത വെർട്ടിക്കൽ ഹൈറ്റ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. അത് എച്ചിൻ്റെ വാല്യൂ അതാണ്. സിമിലർലി നമ്മുടെ സൈൻ തീറ്റ എടുത്താൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് എക്സ് ബൈ എൽ വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എൽ സൈൻ തീറ്റയാണ്. ഇയാൾ മൂവ് ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എൽ സൈൻ തീറ്റ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്ക് ആ പെൻഡിലും ഡിസ്പ്ലേസ് ചെയ്യുന്ന വെർട്ടിക്കൽ ഹൈറ്റും കിട്ടി, അവിടെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ മൂവ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എക്സും കിട്ടി, എൽ സൈൻ തീറ്റയും എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയും വന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇനി അയാൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്? ഒരു കാര്യം ഓർക്കണം, ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി ആക്ട് ചെയ്യുന്നുണ്ട്, ഫ്രീ ബോഡി ആക്കാൻ വരക്കും, ഇതൊക്കെ വരും. ടെൻഷൻ വരെ എം ജി വരെ എഫ് വരും. അപ്പോൾ അവിടെ വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്യുമ്പം വർക്ക് ഡൺ ബൈ ദ ഓൾ ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു അയാൾക്കുണ്ടാകുന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് വർക്ക് എനർജി തിയറി. ആ ബോഡി താഴെ നിന്ന് 45 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എല്ലാ ഫോഴ്സുകളും അതിൽ ചെയ്യുന്ന നെറ്റ് വർക്ക് ഡൺ ഷുഡ് ബി ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ആരൊക്കെ ഫോഴ്സ് ഉള്ളത്? വർക്ക് ഡൺ ബൈ ദ ടെൻഷൻ പ്ലസ് വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി പ്ലസ് വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് എഫ്. ടെൻഷൻ ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്, അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ഉണ്ട്, ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ടെൻഷൻ ചെയ്യുന്ന വർക്ക് സീറോ അല്ലേ? നമുക്കറിയാലോ. കാരണം ബോബ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ബോബിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് ടെൻഷൻ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോബ് ഓഫ് ദ പെൻഡുലം ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ടെൻഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിൽ ടെൻഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഇസ് ഓൾവേസ് സീറോ ആണ്. അപ്പോൾ ടെൻഷൻ ചെയ്യുന്ന വർക്ക് സീറോ ആയി. പ്ലസ് വാട്ട് ഇസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റീസ്? ആക്ച്വലി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി അപ്വേർഡ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി ഷുഡ് ബി നെഗറ്റീവ് ആണ്. മൈനസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എം ജി ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആണ്, മൈനസ് എം ജി എച്ച് ആണ്. ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് പ്ലസ് വാട്ട് ഇസ് ദ വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ്? അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ്. എഫ് ഇൻറ്റു എക്സ് പോസിറ്റീവ് ആണ്. ഈക്വൽ ടു 0. കാരണം ഇവിടുന്ന് ജസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നതായിട്ട് പറയുന്നുള്ളൂ, വെലോസിറ്റി ഒന്നും പറയുന്നില്ല. ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് റിക്വയർഡ് ടു ഡിസ്പ്ലേസ് ദ ബോഡിയാണ്. അപ്പോൾ ഇവിടെ റെസ്റ്റിലായിരുന്നു, ഇവിടെ എത്തുമ്പോൾ റെസ്റ്റ് ആണ്. അപ്പം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഷുഡ് ബി ഈക്വൽ ടു 0 ആയി. Therefore, F into X is equal to mgh ആവും. That is F is equal to mg into h minus x വരും. ശരിയാണോ? വാല്യൂ കൊടുത്ത് നോക്കാം. That's equal to mg into what is h is actually L into 1 minus cos theta.
ഡിവൈഡഡ് ബൈ എക്സ് ആരാണ് എൽ സൈൻ തീറ്റ, എല്ല് വെട്ടിപ്പോയി. ദാറ്റ്സ് ഈക്വൽ ടു എം ജി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, കോസ് തീറ്റ 45 അല്ലേ, കോസ് 45 1/√2 അല്ലേ, 1 മൈനസ് 1/√2 ഡിവൈഡഡ് ബൈ സൈൻ 45 1/√2. ദാറ്റ്സ് ഈക്വൽ ടു ക്രോസ് ചെയ്യുന്ന സമയത്ത് എം ജി ഇൻറ്റു √2 മൈനസ് 1 മാത്രം വരികയല്ലേ, കാരണം ഇവിടുത്തെ √2 ഇത് 1/√2 വെട്ടിപ്പോവും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എം ജി ഇൻറ്റു √2 മൈനസ് 1 എന്നുള്ള ആൻസർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ എം ജി ഇൻറ്റു √2 മൈനസ് 1. യെസ്, ഫോർത്ത് ഓപ്ഷൻ ഉണ്ടല്ലേ, എം ജി ഇൻറ്റു √2 മൈനസ് 1 എന്നുള്ള ഫോർത്ത് ഓപ്ഷൻ. വർക്ക് എനർജി തിയറത്തിൻ്റെ നല്ലൊരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എം ജി ഇൻറ്റു √2 മൈനസ് 1 എന്നുള്ള ആൻസർ നമുക്ക് അപ്ലൈഡ് ഫോഴ്സിൻ്റെ വാല്യൂ ആയിട്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? അപ്പോൾ വർക്ക് എനർജി തിയറമാണ്. ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും ചെയ്യുന്ന നെറ്റ് വർക്ക് ഡൺ ഈസ് ഓൾവേസ് ഇസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ആയിരിക്കും, സിസ്റ്റം ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. യെസ്, ഫൈൻ. നെക്സ്റ്റ് വൺ. യെസ്, the primary winding of a transformer has 100 turns. Number of turns in primary is equal to 100. And secondary winding has, secondary NS is equal to 200 turns. Transformer question is induction, electromagnetic induction. The primary is connected to an AC supply of 120 volt. Primary voltage 120 volt. The current flowing through it is primary current is equal to 10 ampere. The voltage and the current in the secondary winding ആണ് ചോദ്യം. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് വി എസ് എത്രയാ, ഐ എസ് എത്ര എന്നാണ് ചോദ്യം. വി എസ് ആൻഡ് ഐ എസ്, ഇതാണ് ക്വസ്റ്റ്യൻ. വി എസ് എത്രയാണ് ആൻഡ് സെക്കൻഡറി കറണ്ട് എത്ര എന്നാണ് ചോദ്യം. അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണല്ലോ. സെക്കൻഡറി വോൾട്ടേജ് ബൈ പ്രൈമറി വോൾട്ടേജ് ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു എൻ എസ് ബൈ എൻ പി ആണ്. ദാറ്റ്സ് ഇറ്റ്. That is Vs divided by Vp is given 120 is equal to what is Ns 200 divided by 100 വരും. അപ്പോൾ Vs is equal to 240 volt ആവും. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത് 240 വോൾട്ട് ആണ്. സെക്കൻഡറി വോൾട്ടേജ് 240 വോൾട്ട് എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി സെക്കൻഡറി കറണ്ട് ആണ്. അപ്പോൾ അത് സെക്കൻഡറി കറണ്ട് ബൈ പ്രൈമറി കറണ്ട് ഇസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് ആണ്. എൻ പി ബൈ എൻ എസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആരാണ്? എൻ പി ബൈ എൻ എസ് 1/2 വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഐ എസ് ഇസ് ഈക്വൽ ടു ഐ പി ബൈ 2 ആണ്. ഐ പി എന്ന് പറയുന്നവർ തന്നിട്ടുണ്ട് 10 ആംപിയർ ആണ്. ഐ എസ് ഇസ് ഈക്വൽ ടു 5 ആംപിയർ കിട്ടും. 5 ആംപിയർ, കാരണം പവർ കോൺസ്റ്റൻ്റ് ആവണമല്ലോ. അപ്പോൾ അത് 5 ആംപിയർ വരും. അപ്പോൾ 240 വോൾട്ട് ആൻഡ് 5 ആംപിയർ. ദാറ്റ്സ് ഇറ്റ്. ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് 240 വോൾട്ട് ആൻഡ് 5 ആംപിയർ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ആൻസറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. Clear? Yes, next. Yes. A projectile fired vertically from the earth with a velocity kVe, where V is the escape velocity എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത്. എസ്കേപ്പ് വെലോസിറ്റി ആണ്. ഇപ്പോൾ VE എസ്കേപ്പ് വെലോസിറ്റി ആണെന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നത്. വാട്ട് ഇസ് എസ്കേപ്പ് വെലോസിറ്റി? എസ്കേപ്പ് വെലോസിറ്റി റൂട്ട് ഓഫ് 2gm/r. ദാറ്റ്സ് ഇറ്റ്. escape velocity. Escape velocity ക്വസ്റ്റ്യനിൽ പറയുന്ന റൂട്ട് ഓഫ് 2gm/r വരും. ദാറ്റ്സ് ഇറ്റ്. ഫൈൻ. k is a constant ലെസ് ദാൻ യൂണിറ്റി ആണ്. ദ മാക്സിമം ഹൈറ്റ് ടു വിച്ച് ദ പ്രൊജക്റ്റൈൽ റൈസസ് എന്നാണ് ചോദ്യം. as measured from the center of the earth എന്നാണ്. സെൻറ്റർ ഓഫ് ദ എർത്ത് മെഷർ ചെയ്യണം. സെൻറ്റർ ഓഫ് ദ എർത്തിൽ നിന്ന് മെഷർ ചെയ്യണം. ദിസ് വൺ ഇസ് റേഡിയസ് ഓഫ് ദി എർത്ത്. ഇത് സർഫേസ് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഫൈനലി ഇയാൾ മൂവ് ചെയ്തിട്ട് മറ്റൊരു പോയിന്റിലേക്ക് എത്തണം. ഹൈറ്റ് കണ്ടുപിടിക്കണം. മാക്സിമം ഹൈറ്റ് ടു വിച്ച് ദ പ്രൊജക്റ്റൈൽ റൈസസ് എന്നാണ് ചോദ്യം. എനർജി കിട്ടിയ ഇത് എ എന്നുള്ള പൊസിഷനാണ്, ഇത് ബി എന്നുള്ള പൊസിഷനാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ടോട്ടൽ എനർജീസ് ആക്ച്വലി ആരാവണം? കൺസേർവ്ഡ് ആയിരിക്കണം. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എയിലുള്ള കൈനറ്റിക് എനർജി പ്ലസ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു
ബി മാക്സിമം ഹൈറ്റ് ആണെങ്കിൽ അവിടെ കൈനറ്റിക് 0 അല്ലേ, അത് ബിയിലുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആകണമെന്നാണ് കോൺസെപ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി T ഈസ് ഈക്വൽ ടു ആക്ച്വലി ഹാഫ് എം ഇൻറ്റു കെ വി ഇ. കെ വി ഇ ഇതാണ് വെലോസിറ്റി, ഇതിൻ്റെ സ്ക്വയർ വരും. ദാറ്റ്സ് ഇറ്റ്. ഹാഫ് എം ഇൻറ്റു കെ ടൈംസ് വി ഇയുടെ സ്ക്വയർ, അതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇവിടെ സർഫസ് ഓഫ് ദ എർത്തിലെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -g mm/r ആണ്. ആർ റേഡിയസ് ഓഫ് ദി എർത്താണ്. അപ്പോൾ സർഫസിലെ പൊട്ടൻഷ്യൽ എനർജി വേണം, അത് -g mm/r എന്ന് വരും. ശരിയല്ലേ? ഇസ് ഈക്വൽ ടു നമുക്ക് ബി വരെയാണ് എത്തുന്നതെങ്കിൽ ബിയിലെ പൊട്ടൻഷ്യൽ എനർജി കൂടി വേണ്ടേ. ദസ് ഈക്വൽ ടു -g mm/r വരും. സ്മോൾ ആർ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കേട്ടോ, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. ദസ് ഇറ്റ്, സ്മോൾ ആർ വരും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കണ്ടെത്തിയാൽ മതി? സ്മോൾ ആറിൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ മതി. സ്മോൾ ആർ ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ എർത്ത് സർഫേസ് അല്ല, എർത്തിൻ്റെ സെൻറ്റർ ആണ് ആക്ച്വലി. ആ സ്മോൾ ആർ കണ്ടെത്തിയാൽ മതി. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്മോൾ എം ഇൻറ്റു കെ സ്ക്വയർ ഇൻറ്റു വിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ അത് 2g m/r വരും, പ്ലസ് അല്ല മൈനസ് g mm/r ഇസ് ഈക്വൽ ടു -g m ഇൻറ്റു m/r വരും. ദാറ്റ്സ് ഇറ്റ്. G ക്യാപിറ്റൽ M, G ക്യാപിറ്റൽ M, G ക്യാപിറ്റൽ M വെട്ടിപ്പോയി. ആൻഡ് സ്മോൾ എം ഈസ് ഓൾസോ വെട്ടിപ്പോയി. ബാക്കി ഇവിടെ ഒരു 2 വെട്ടിപ്പോയി. ദാറ്റ്സ് ഈക്വൽ ടു കെ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ വരും, മൈനസ് ഇവിടെ ഒരു 1/r വരും. ഇസ് ഈക്വൽ ടു ഇത് -1/r ആവും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 1 the small r is equal to 1/r minus k square by r വരും. ശരിയല്ലേ? 1 small r is equal to 1 minus. ഓക്കെ, അപ്പോൾ 1 small r is equal to 1 capital R കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി 1 minus k square ആവും. ഇപ്പോൾ സ്മോൾ ആർ എന്താണെന്നല്ലേ ചോദ്യം, റെസിപ്രോക്കൽ എടുത്താൽ പോരെ. അപ്പോൾ r ഡിവൈഡഡ് ബൈ 1 minus k square എന്ന് കിട്ടണ്ടേ. r divided by 1 minus k square എന്ന് വരും. അപ്പോൾ തേർഡ് ഓപ്ഷൻ. സ്മോൾ ആറിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ 1 minus k square എന്നുള്ള ആൻസർ സി ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരും. ടോട്ടൽ ഹൈറ്റ്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് യെസ്, the water rises to a height h in a capillary tube. If the length of capillary tube above the surface of water is made less than h, then എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. ഇപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ലെങ്ത്തിൻ്റെ കോൺസെപ്റ്റ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് അല്ലേ, കാപ്പിലറൈസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് പറയുന്നത് ഞാനൊരു ലിക്വിഡിൽ ഒരു കാപ്പിലറി ട്യൂബ് ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. ദിസ് വൺ കാപ്പിലറി ട്യൂബ് ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലിക്വിഡ് റൈസ് ചെയ്യും. ഇപ്പോൾ ലിക്വിഡ് ഇവിടെ ഈ ഒരു ലെവൽ വരെ ലിക്വിഡ് ഈ കാപ്പിലറി ട്യൂബിലൂടെ റൈസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ദിസ് ഈസ് ഈ ഹൈറ്റ് ഞാൻ h1 എന്ന് വിളിച്ചു. ദിസ് ഈസ് ദ ഹൈറ്റ്, കാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ h1 എന്ന് വിളിച്ചു. ഇവർ പറയുന്നത് ഇയാളെ സംതിങ് വാട്ടർ റൈസ് ടു ഹൈറ്റ് h ആണ്. ഇത് ലെങ്ത് ഓഫ് കാപ്പിലറി ട്യൂബ് എബോവ് ദ സർഫസ് വാട്ടർ മെയ്ഡ് ലെസ് ദാൻ h എന്നാണ്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഇവിടെ വെച്ച് ഇയാളൊന്ന് ബ്രോക്കൺ ചെയ്തു. അപ്പോൾ അയാളുടെ ലെങ്ത് അത്രയും ആക്കുന്നില്ല, അതിൻ്റെ കുറവ് ലെങ്ത്ത് മാത്രമേ ഇതിൻ്റെ വെളിയിലുള്ളൂ. ആ കാപ്പിലറി ട്യൂബിൻ്റെ കുറച്ച് ഭാഗം പൊട്ടിച്ച് കളയുക. അതേ കാപ്പിലറി ട്യൂബ് ആട്ടോ, സെയിം റേഡിയസ് 6 ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് 6 ആണ്. ഇവിടുന്ന് ബ്രോക്കൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അത്രയും ലെങ്ത്ത് അവിടെ വെക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ഹൈറ്റിലേക്ക് കയറി ലിക്വിഡിന് ഇവിടെ വെച്ച് പൊട്ടിച്ച് കളയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യുന്നു വിചാരിക്കരുത്. ഒരിക്കലും ഓവർഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ അവിടെ ലിക്വിഡ് ഈസ് റൈസസ് ടു ദി മാക്സിമം അവൈലബിൾ ഹൈറ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഏത് ഹൈറ്റ് ആണോ അയാൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്, ആ മാക്സിമം അവൈലബിൾ ഹൈറ്റ് വരെ ലിക്വിഡ് റൈസ് ചെയ്യും. ശരിക്കും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലെങ്ത് ഇവിടെ h1 ആണ്, പക്ഷേ ഇവിടെ അത്രയും ഹൈറ്റ് ഇല്ല. അപ്പോൾ മാക്സിമം അവൈലബിൾ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് വരെ ലിക്വിഡ് അവിടെ റൈസ് ചെയ്യും എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ മാക്സിമം അവൈലബിൾ ഹൈറ്റ് വരെ റൈസ് ചെയ്യും. പിന്നെ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ, ക്യാപിറ്റൽ റൈസിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 2s ബൈ ക്യാപിറ്റൽ R rho g ആണ് ആക്ച്വലി. ക്ലിയർ? 2s ബൈ ക്യാപിറ്റൽ R rho g ആണ്. ഇതാണ് ആക്ച്വലി ക്യാപിറ്റൽ റൈസിൻ്റെ ഇക്വേഷൻ. ഇവിടെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ലിക്വിഡിൻ്റെ മെനിസ്കസിന് ഒരു കർവേച്ചർ ഉണ്ട്. ആ കർവേച്ചറിൻ്റെ റേഡിയസ് ആണ് ആക്ച്വലി ക്യാപിറ്റൽ R.
അതുകൊണ്ട് തന്നെ ഇവിടെ H ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. കാരണം സർഫസ് ടെൻഷനോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡോ ജിയോ മാറുന്നില്ല. ഇവിടെ HR കോൺസ്റ്റൻ്റ് ആവും. അപ്പം ഈ അവൈലബിൾ ഹൈറ്റ് കുറയുന്നതനുസരിച്ച് റൈറ്റ് സൈഡ് കോൺസ്റ്റൻ്റ് ആക്കി മാറ്റാൻ H കുറയുമ്പോൾ R കൂടും. അപ്പോൾ റേഡിയസ് ഓഫ് ദ മെനിസ്കസ് കൂടും. അപ്പോൾ കർവേച്ചർ കുറഞ്ഞു വരും, റേഡിയസ് കൂടി വരും. ഇത് ഓൾമോസ്റ്റ് ഈ കർവേച്ചർ കുറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇൻ ലിക്വിഡ് സർഫസ് ഒരു പ്ലെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്യാപിറ്റൽ റൈസിൻ്റെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അത് 2s cos θ ബൈ സ്മോൾ r rho g ആണ്. ഇത് റേഡിയസ് ഓഫ് ദ ലിക്വിഡ് സർഫസിൻ്റെ ടേമിലാണെങ്കിൽ ഇത് ഈ കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസിൻ്റെ ടേമിലാണ്. അപ്പോൾ ഈ സ്മോൾ r എന്ന് പറയുന്നത് ട്യൂബിൻ്റെ റേഡിയസാണ്. ആ സമയത്ത് ഇവിടെ ഒരു കോസ് തീറ്റ വരുന്നുണ്ട്. ആ തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്, ലിക്വിഡിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ R ലിക്വിഡിൻ്റെ ഇയാളുടെ റേഡിയസ്, ലിക്വിഡ് ഡെൻസിറ്റി, GS ഒക്കെ കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ H പ്രൊപ്പോർഷണൽ ടു ഇവിടെ ഒരു കോസ് തീറ്റ എന്ന് വരും. അതിൻ്റെ അർത്ഥം ഈ അവൈലബിൾ ഹൈറ്റ് മാറുന്ന സമയത്ത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് മാറുമെന്നാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് മാറും. അപ്പോൾ ഇവിടെ റേഷ്യോ എടുക്കുന്ന സമയത്ത് H1/H2 റേഷ്യോ ഷുഡ് ബി ഈക്വൽ ടു കോസ് ആദ്യത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ബൈ കോസ് θ2. ചില സമയത്ത് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ കൂടി ചോദിക്കും. സെക്കൻഡ് കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എത്രയാകുന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് മാറും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് റിലേറ്റ് ആയിട്ട് വരാം, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ കൺസെപ്റ്റ് എന്താണോ മാക്സിമം അവൈലബിൾ ഹൈറ്റ് അത് റൈസ് ചെയ്തിട്ട് സ്റ്റേ വിത്തൗട്ട് ഓവർഫ്ലോയിങ് ആണ്. ഇപ്പോൾ വാട്ടർ റൈസസ് അപ് ടു ദ ടോപ്പ് ഓഫ് ദി കാപ്പിലറി ട്യൂബാണ് ആൻഡ് സ്റ്റേ ദെയർ വിത്തൗട്ട് ഓവർഫ്ലോയിങ് ആണ്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നമ്മളതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. യെസ്, the circuit diagram shows a logic combination with the states of outputs x, y, z ആണ്. ഇപ്പോൾ ഇവിടെ x1, y1, z0 എന്ന് പറഞ്ഞിട്ടുണ്ട്. Given for the inputs PQ, RS all at state 1 ആണ്. PQ, RS ഇത് നാലും ഇൻപുട്ട് 1, 1, 1, 1 ആകുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ ഔട്ട്പുട്ട് 1, വൈയുടെ ഔട്ട്പുട്ട് 1, സെഡിൻ്റെ ഔട്ട്പുട്ട് 0 എന്നാണ് പറയുന്നത്. ഫൈൻ. When inputs P and R is changes to 0 with inputs Q and S is at 1, still 1 ആണ്. അപ്പം നമ്മുടെ ഇൻപുട്സ് നോക്കേണ്ടത് ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് പിയും ആറും 0 ആക്കി മാറ്റി. അപ്പോൾ ഇത് 0 ആയി ആൻഡ് R 0 ആയി. പിയും ആറും 0 ആയി. നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് മതി. ക്യൂവും എസും സ്റ്റിൽ റിമെയിൻസ് 1 ആണ്. അപ്പോൾ ഇത് 1 ആണ്, എസും 1 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതിന് 0, 1 ഇൻപുട്ട്, ഇതിന് 0, 1 ഇൻപുട്ടും കൊടുക്കുന്നതാണ്. ദെൻ സ്റ്റേറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് XYZ ചേഞ്ചസ് ടു XYZ എന്ന് പറയുന്ന ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? നമ്മളെങ്ങനെയാണ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത് ആലോചിച്ച് നോക്കിക്കേ. ഔട്ട്പുട്ട് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു, ഇങ്ങനെ ഇത് ഓർത്താൽ മതി. ഇത് ആൻഡ് ഗേറ്റ് ആണ്, ഇത് ഓർ ഗേറ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു നോട്ട് ഉണ്ട്, ഓറാണ്, നോട്ടുണ്ട്. ഇപ്പോൾ ഇത് ആൻഡ് ആയതുകൊണ്ട് ഇവിടെ 1, 0 കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായാലും 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 വരും. ഇത് 1, 0 കൊടുക്കുമ്പോൾ ആൻഡ് അല്ല, ഇത് ഓർ ഗേറ്റ് ആണ്, ആഡ് ചെയ്ത് 1 വരും. പക്ഷേ നോട്ട് ചെയ്യുമ്പോൾ ഇത് വീണ്ടും 0 വരും. പക്ഷേ വീണ്ടും അതൊരു നോട്ട് ചെയ്യുന്നുണ്ടല്ലേ, ദാറ്റ്സ് ഈക്വൽ ടു ഇത് വീണ്ടും 1 ആയി. ഇത് ആക്ച്വലി ഓർ ഗേറ്റ് ആണ്. 0, 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. പക്ഷേ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇത് 0 ആയിട്ട് മാറും. ദാറ്റ്സ് ഇറ്റ്, 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആണ്, വൈ 1 ആണ് ആൻഡ് ഇസഡ് 0 ആണ്. അപ്പോൾ തേർഡ് ഓപ്ഷൻ ആൻസർ വരും. ഇത് ആൻഡ് ഗേറ്റ്, ഇത് നോറ്, ഇതൊരു നോട്ട്, ഇത് വീണ്ടും ഒരു നോറ്. ഇതാണ് ഗേറ്റ്സ്. അപ്പോൾ ഇവിടെ 0, 1, 0 എന്നുള്ള തേർഡ് ഓപ്ഷനാണ് നമ്മൾ ആൻസറായിട്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? നെക്സ്റ്റ് വൺ. Fine. A car is moving on a horizontal road may be thrown out of the road in taking a turn. ഇപ്പോൾ ഹൊറിസോണ്ടൽ സർക്കിൾ അല്ലേ, ഒരു സർക്കുലർ പാത്ത് ഉണ്ട്, ഹൊറിസോണ്ടലാണ്. ഇങ്ങനെ ഇതിലൂടെ ഒരു കാറ് മൂവിങ് ഓൺ എ ഹൊറിസോണ്ടൽ റോഡാണ്, മേ ബി ത്രോൺ ഔട്ട് ഓഫ് ദ റോഡ് ഇൻ ടേക്കിംഗ് എ ടേൺ ആണ്. ഇത് ഒരു കാറ് മൂവ് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ റോഡ് ആണെങ്കിൽ നമുക്കറിയാം ഇയാളുടെ ഫ്രിക്ഷൻ ഷുഡ് ബി ബാലൻസ്ഡ് ബൈ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കണം. ഇപ്പം mv²/r എന്ന് പറയുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ഫ്രിക്ഷൻ ബാലൻസ് ചെയ്യണം, ഇയാളുടെ മാസ് m ആണ്.
അപ്പോൾ നമുക്കറിയാം ഇയാൾ സേഫായിട്ട് ടേൺ ചെയ്യണമെങ്കിൽ ഫ്രിക്ഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആയിരിക്കണം. ഇവിടെ ഫ്രിക്ഷൻ ഈസ് മ്യൂ എം ജി ആണ്, ഇസ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ആണ്. എം വെട്ടിപ്പോയി. ഫോർ വിയുടെ മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി ആണ്. ദാറ്റ്സ് ഇറ്റ്. റൂട്ട് ഓഫ് മ്യൂ ആർ ജി ആണ്. ലോസ് ഓഫ് മോഷൻ്റെ കർവ്ഡ് കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് ആക്ച്വലി, ശരിയല്ലേ? അപ്പോൾ ഇയാൾ ത്രോൺ ചെയ്യുന്ന സമയത്ത് മറിഞ്ഞു പോകണം. ബി ത്രോൺ ഔട്ട് ഓഫ് ദ റോഡ് ബൈ ടേക്കിംഗ് ദ ടേൺ എന്ന് പറയുമ്പം ദ ലാക്ക് ഓഫ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലേ? കാരണം ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന, ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് കാരണം അയാൾ എന്ത് ചെയ്യും, പുറത്തേക്ക് മറിഞ്ഞു പോകും എന്നാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? നെക്സ്റ്റ് വൺ. യെസ്. If T1 and T2 are the time periods of oscillation of a simple pendulum of the surface of Earth and the depth D ആണ്, then D is equal to ആണ്. അപ്പോൾ രണ്ട് ടൈം പീരീഡ് ആണ് തന്നേക്കണം ആക്ച്വലി. ടൈം പീരീഡിൻ്റെ ജനറൽ ഇക്വേഷൻ ആക്ച്വലി 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എഫക്റ്റീവ് ആണ് ആക്ച്വലി. അത് സർഫേസിൽ ടൈം പീരീഡ് T1 ആണ്, അത് ആക്ച്വലി 2π റൂട്ട് ഓഫ് എൽ ബൈ ജി വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സർഫസിൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടി. ഇത് നമുക്ക് വേണ്ടത് അറ്റ് ഡെപ്ത് ടൈം പീരീഡ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ അറ്റ് ഡെപ്ത് ഡിയിലുള്ള ടൈം പീരീഡ് ആണ് അവർ ചോദിച്ചേക്കണം. അപ്പോൾ ഡി അറ്റ് ഡെപ്ത് ഡിയിലുള്ള ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ദാറ്റ്സ് ഇറ്റ്. അറ്റ് ഡെപ്ത് ഡിയിലുള്ള ജിയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു നമുക്കറിയാം, ജിയുടെ വാല്യൂ അറ്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ഡെപ്ത് ഫ്രം ദ സർഫേസ് ആണ് ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ശരിയല്ലേ? നമുക്ക് റേഷ്യോ എടുത്താൽ പോരെ. അവിടെ റേഷ്യോ എടുക്കുന്ന സമയത്ത് T2 ഡിവൈഡഡ് ബൈ T1 അല്ലെങ്കിൽ T1 ബൈ T2 വാട്ടർ മേ ബി T1 ബൈ T2 ഷുഡ് ബി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി ഡിവൈഡഡ് ബൈ 2π റൂട്ട് ഓഫ് എൽ ബൈ ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്ന് കിട്ടും. ദസ് ഡി ബൈ ആർ. ഇപ്പോൾ 2π വെട്ടിപ്പോവുകയല്ലേ, റൂട്ട് ഓഫ് എൽ ജി വെട്ടിപ്പോവുകയല്ലേ. അപ്പോൾ T1 ബൈ T2 എല്ലാം വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 1 മൈനസ് ഡി ബൈ ആർ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. കാരണം 2π വെട്ടി, റൂട്ട് ഓഫ് എൽ ബൈ ജി വെട്ടി. ഇപ്പോൾ T1 ബൈ T2 ഷുഡ് ബി ഈക്വൽ റൂട്ട് ഓഫ് 1 മൈനസ് ഡി ബൈ ആർ എന്ന് കിട്ടും. നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇയാളൊന്ന് സ്ക്വയർ ചെയ്താൽ T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ is equal to 1 minus d by r എന്ന് കിട്ടും. ഇപ്പോൾ d by r is equal to 1 minus T1 square by T2 square ആവും. ഇപ്പോൾ d should be equal to r into 1 minus T1 square by T2 square. That's it. ഇതാണ് d യുടെ വാല്യൂ. ശരിയല്ലേ? അപ്പോൾ ആൻസർ should be equal to yes r into 1 minus T1 square by T2 square എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ വരും. അല്ലേ? ഇതാണ് ടൈം പീരീഡിൻ്റെ കേസിൽ ഡെപ്ത് ഡി കാണാനുള്ള കോൺസെപ്റ്റായിട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ. യെസ്. ഫോർ an angle of incidence theta on an equilateral prism. ഇപ്പോൾ ഇക്വലാറ്ററൽ പ്രിസം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ആംഗിൾ ഓഫ് ദ പ്രിസം ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. ഓർ റിഫ്രാക്റ്റ് ഇൻഡെക്സ് n ഇസ് ഈക്വൽ ടു √3 ആണ്. ദ റേ റിഫ്രാക്റ്റഡ് ഈസ് പാരലൽ ടു ദ ബേസ് ഇൻസൈഡ് ദ പ്രിസം. ലൈറ്റ് റേ ത്രൂ ഇൻസൈഡ് ദ പ്രിസം ഈസ് പാരലൽ ടു ദ ബേസ് മീൻസ് കണ്ടീഷൻ ഫോർ മിനിമം ഡീവിയേഷൻ ആണ്. കണ്ടീഷൻ ഫോർ മിനിമം ഡീവിയേഷൻ ആണ്. അപ്പോൾ മിനിമം ഡീവിയേഷൻ്റെ സമയത്താണ് ദ ലൈറ്റ് റേ പാസസ് ത്രൂ ഇൻസൈഡ് ദ പ്രിസം വിച്ച് ഈസ് പാരലൽ ടു ദ ബേസ് ആയിട്ട് മാറുക. എങ്കിൽ വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയെന്നാണ് ചോദ്യം. നമുക്കറിയാം ഫോർ മിനിമം ഡീവിയേഷൻ്റെ സമയത്ത് റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം കാണാനുള്ള ഇക്വേഷൻ ഇസ് ഈക്വൽ ടു സൈൻ a പ്ലസ് ഡി ബൈ 2 ബൈ സൈൻ a ബൈ 2 ആണ്. ദാറ്റ്സ് ഇറ്റ്. മിനിമം ഡീവിയേഷൻ്റെ സമയത്ത് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷനാണ് സൈൻ a പ്ലസ് ഡി ബൈ 2 ബൈ സൈൻ a ബൈ 2. അല്ലെ n റിഫ്രാക്റ്റ് ഇൻഡെക്സ് പറഞ്ഞിട്ടുണ്ട് √3 ഇസ് ഈക്വൽ ടു സൈൻ a പ്ലസ് ഡി. അപ്പോൾ a 60 പ്ലസ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ബൈ 2
ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ ടു സൈൻ 30 വരും. ദാറ്റ്സ് ഇറ്റ്. ആംഗിൾ ഓഫ് ദ പ്രിസം 60 ആണ്. അപ്പോൾ സൈൻ 60 ബൈ ടു സൈൻ 30. ദാറ്റ്സ് ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ബൈ 2 ഈക്വൽ ടു ഇത് √3 ബൈ സൈൻ 30. അപ്പോൾ ഇൻറ്റു സൈൻ 30 വരികയല്ലേ. അപ്പോൾ √3 ഇൻറ്റു 1/2 വരും. 1/2 വരും. ഇപ്പോൾ √3/2. √3/2 എന്ന് പറയുമ്പം സൈൻ 60 അല്ലേ. ഇപ്പോൾ സൈൻ 60 പ്ലസ് ഡി ബൈ 2 ഇസ് ഈക്വൽ ടു √3/2. ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 60 പ്ലസ് ഡി ബൈ 2 ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് √3/2 അത് 60 ഡിഗ്രിയാണ്. സൈൻ ഇൻവേഴ്സ് √3/2 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ 60 പ്ലസ് ഡി എന്ന് പറയുന്നത് 120 വരും. അപ്പം ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ 60 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ 60 ഡിഗ്രി ആയി. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എനിക്ക് കിട്ടി 60 ഡിഗ്രിയാണ്. ദാറ്റ്സ് ഇറ്റ്. ചോദ്യം എന്താണ്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ചോദ്യം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ചോദ്യം. ഇപ്പോൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ്റെ സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ആക്ച്വലി ആരാണ്? സൈൻ ഐ ആണല്ലോ a പ്ലസ് ഡി ബൈ 2. അപ്പോൾ അത് a പ്ലസ് ഡി ബൈ 2 വരും. എ എത്രയാണ്? എ 60 ആണ്. ഡി എത്രയാണ്? ഡിയും 60 ആണ്. ബൈ 2 വരും. ദാറ്റ്സ് ഈക്വൽ ടു 120/2 അഗെയിൻ 60 ഡിഗ്രി തന്നെ കിട്ടും. അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 60 ഡിഗ്രി തന്നെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്നുള്ള ആൻസറായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫൈൻ. നമ്മുടെ ടൈം കഴിഞ്ഞു. നമുക്കപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.